എന്താണ് കാവുകൾ? കാവുകൾ എന്ന് വെച്ചാൽ ഒരു കുടുംബവുമായി ബന്ധപ്പെട്ട് അവരാചരിച്ചിരുന്ന ദേവതകളെ കുടിയിരുത്തിയിരിക്കുന്ന ഒരു സ്ഥലം എന്ന് ഒരു ഭാഷയിൽ പറയാം. വേറൊരു രീതിയിൽ പറഞ്ഞാൽ പ്രകൃതിയുമായി ഇണങ്ങി നിൽക്കുന്ന ദേവതകളെ കുടിയിരുത്തിയിരിക്കുകയും അത് അവനവൻ്റെ കുടുംബത്തിൻ്റെയും ആ സമുദായത്തിൻ്റെയോ സമൂഹത്തിൻ്റെയോ ഉന്നമനത്തിന് വേണ്ടി ആശ്രയിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥലം. ഇങ്ങനെ ലളിതമായി പറയാം. വലിയ ഒരു ചൈതന്യത്തിൻ്റെ ഒരു കലവറയാണ് ഒരു കാവ് എന്ന് പറഞ്ഞാൽ. ആ കാവിൽ കുടിയിരുത്തിക്കുന്ന ദേവതകൾ മാത്രമല്ല, അവിടെയുള്ള വൃക്ഷങ്ങൾ, ലതകൾ, അങ്ങനെ സകല സാധനങ്ങളും മനുഷ്യർക്ക് എല്ലാ കാലത്തേക്കും വേണ്ടുന്ന ഊർജം പ്രദാനം ചെയ്യാൻ ശേഷിയുള്ളതാണ്. നമ്മുടെ കാവുകളിലെ ദേവതകളെ കുറിച്ചൊന്ന് പറയാമോ? കാവിൽ സാധാരണയായിട്ട് കുടിയിരുത്തപ്പെട്ട ദേവതകൾ എന്ന് പറയുന്നത് 90% സർപ്പങ്ങളാണ്. നാഗാരാധന കേരളത്തിൻ്റെ ഒരു തനത് സമ്പ്രദായമാണ്. എല്ലാ പഴയ തറവാടുകളിലും എല്ലാം ഈ നാഗാരാധന സമ്പ്രദായം നിലനിൽക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഇപ്പോഴും ഉണ്ട്, എല്ലാ സ്ഥലത്തും ഉണ്ട്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ അവരുടെ പരദേവതാ സങ്കല്പത്തിലുള്ള ഭഗവതിമാർ, പിന്നെ യോഗീശ്വരന്മാർ, മന്ത്രമൂർത്തികൾ, യക്ഷികൾ, ബ്രഹ്മരക്ഷസ്, ഇങ്ങനെയുള്ള ദേവതകളെയൊക്കെ മൂർത്തികളെയൊക്കെ കുടിയിരുത്തിയിരിക്കുന്ന ഒരു സ്ഥലമാണ്. അതിൽ തന്നെ രണ്ട് രീതിയിൽ പറയാം. ഒന്ന്, ഒരു പ്രാചീനമായ കാലഘട്ടത്തിൽ ആദിമ ആളുകൾ അല്ലെങ്കിൽ ആദിമ ഗോത്രത്തിലുള്ള ആളുകൾ, പഞ്ചമ സമുദായം എന്നൊക്കെ പറയും. ആദ്യത്തെ പുലയ പറയ സമുദായങ്ങളിൽ വരുന്ന ഇന്നത്തെ പഴയ ആളുകൾ, പൂർവ്വജർ, എല്ലാവരുടെയും പൂർവ്വജർ, അവർ കുടിയിരുത്തിയിരിക്കുന്ന ആ സങ്കേതത്തിനും കാവ് തന്നെയാണ് പറയുന്നത്. അതിൽ വരുന്ന മൂർത്തികൾക്ക് വ്യത്യാസമുണ്ട്. ആ മൂർത്തികളുടെ രീതി ഇന്ന് കാണുന്ന കാവിൽ കാണുന്ന മൂർത്തികളുമായിട്ട് വളരെ വ്യത്യാസമുണ്ട്. അതിൻ്റെ ആരാധനാ പദ്ധതികളും തനതായിട്ടുള്ള പദ്ധതികളാണ്. ഇന്ന് കാണുന്ന ആരാധനാ പദ്ധതികൾ അവിടെ നടത്തേണ്ടത്. മറ്റു പല ദേവതകൾ ഉണ്ടായിട്ട് നമ്മുടെ കാവുകളിൽ സർപ്പങ്ങൾക്ക് എന്താണ് ഇത്ര പ്രാധാന്യം വരാനുള്ള കാര്യം? എന്താണോ ബ്രഹ്മാണ്ടം അത് തന്നെയാണ് പിണ്ടാണ്ടം എന്നാണ് വ്യവസ്ഥ. അതായത് എന്താണ് പ്രകൃതി, പ്രപഞ്ചം, അത് തന്നെയാണ് ശരീരം. അപ്പോൾ സർപ്പദേവതകൾ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ, പ്രപഞ്ചത്തിലുള്ള സർപ്പദേവത എന്താണെന്ന് അറിയണമെങ്കിൽ അവനവൻ്റെ ശരീരത്തിൽ അത് എന്താണെന്ന് മനസ്സിലാവണം. നമ്മുടെ പ്രധാനപ്പെട്ട 3 നാഡികൾ, സുഷുമ്ന, ഇട, പിങ്കള, ഇങ്ങനെ 3 നാഡികളുണ്ട്. അതിൽ പിങ്കള നാഡി സൂര്യനാഡിയായിട്ടും പുരുഷനാഡിയായിട്ടും, ഇടനാഡിയെ സ്ത്രീനാഡിയായിട്ടും ചന്ദ്രനാഡിയായിട്ടുമാണ് കണക്കാക്കാറ്. നടുവിലുള്ള സുഷുമ്ന അഗ്നിയാണ്. അപ്പോൾ നാഗരാജാവ്, നാഗേക്ഷി, നടുവിലുള്ള ചിത്രകൂടം, ഈ സങ്കല്പം എല്ലാം വരുന്നത് ഈ നാഡികളിൽ നിന്നാണ്. ഇതിൽ നിന്ന് 72,000 നാഡികൾ പിന്നീട് ചെറുതും വലുതുമായിട്ട് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ ശരീരത്തിലുള്ള ഈ ഊർജത്തെ ചംക്രമണം ചെയ്യുന്ന വ്യവസ്ഥയാണ് നാഡികൾ. ആ നാഡീവ്യവസ്ഥ തന്നെ പ്രകൃതിയിലുമുണ്ട്. അതാണ് സർപ്പക്കാവുകൾ. അപ്പോൾ പ്രകൃതിയുടെ നാഡീവ്യവസ്ഥയാണ് ശരിക്കും സർപ്പങ്ങൾ. അതുകൊണ്ട് തന്നെ സർപ്പക്കാവുകൾ നശിക്കുമ്പോൾ ശരിക്കും ശരീരത്തിൽ ബാധിക്കുന്നത് നാഡീവ്യവസ്ഥയിലാണ്. ആളുകൾക്കുണ്ടാകുന്ന രോഗങ്ങൾ നാഡീ സംബന്ധമായ രോഗങ്ങളാണ് കൂടുതലായിട്ടുണ്ടാകുന്നത്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ പ്രകൃതിയുടെ നാഡീവ്യവസ്ഥയാണിത്. ഊർജ്ജത്തെ കൈമാറ്റം ചെയ്യുകയും അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്യുന്ന ആ വ്യവസ്ഥിതിയാണ് ശരിക്കും സർപ്പം എന്ന് പറയുന്നത്. സർപ്പക്കാവുകൾ എന്ന് പറയുന്നത് അത് തന്നെയാണ്. അപ്പോൾ അത് അവനവൻ്റെ സ്വാസ്ഥ്യത്തിന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം വെച്ചിരിക്കുന്നത്. അത് നശിപ്പിച്ചാൽ അവനവൻ്റെ സ്വാസ്ഥ്യം തന്നെയാണ് പോവുക. ക്ഷേത്രത്തിലെ പൂജകളും മറ്റു പല കാര്യങ്ങളും അതേപോലെ കാവുകളിൽ കാണാറില്ല. അതെന്തുകൊണ്ടാണ്? ഈ ക്ഷേത്രാരാധനാ പദ്ധതി എന്ന് പറയുന്നത് കുറച്ചുകൂടി വ്യത്യാസമുള്ളൊരു സംഗതിയാണ്. ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, സമയാചാരം, വാമാചാരം, ദക്ഷിണം, കൗളം, മിശ്രം, ഇങ്ങനെയുള്ള ആചാര പദ്ധതികൾ ഉണ്ട്. 5 ആചാര പദ്ധതികളുണ്ട്. അതിൽ തന്നെ മിശ്രം എന്ന് പറയുന്നത് താരതമ്യേന പുതുതായിട്ടുണ്ടായ ഒന്നാണ്. 2 പദ്ധതികളെ ചേർത്തുണ്ടാക്കിയതാണ് മിശ്രം എന്ന് പറയുന്നത്. സമയാചാരം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടുള്ള ധ്യാനമാണ്. അതിന് പ്രത്യേകിച്ച് മാധ്യമങ്ങളോ ഒന്നും ആവശ്യമുള്ളതല്ല. പിന്നെ ഉള്ളത് ദക്ഷിണം, വാമം, കൗളം, ഈ 3 പദ്ധതികളാണ്. ഈ ദക്ഷിണാചാര പദ്ധതിയാണ് നമ്മൾ ക്ഷേത്രങ്ങളിൽ പൊതുവെ ഇപ്പോൾ ആചരിക്കുന്നത്. ഇപ്പം നമ്മൾ ഈ കാണുന്ന പഞ്ച ഉപചാരമായിട്ടുള്ള പൂജ അല്ലെങ്കിൽ ഷോഡശോപചാരമായിട്ടുള്ള പൂജകളെല്ലാം തന്നെ ദക്ഷിണാചാര പദ്ധതിയാണ്. ജലം, ഗന്ധം, പുഷ്പം, ധൂപം, ദീപം, ജലം, നിവേദ്യം, ഇങ്ങനെയുള്ള പൂജാതി ക്രമങ്ങൾ വരുന്നത്, അതിൽ വേദമന്ത്രങ്ങൾ ഉപയോഗിക്കുന്നത്, ഇതൊക്കെ ദക്ഷിണാചാര പദ്ധതിയുടെ ഭാഗമാണ്. അതിൽ വേദം വന്നത് വൈദികം കൂടി ആയതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ സമ്പ്രദായത്തിന് വൈദിക താന്ത്രികം എന്നൊരു പേരും കൂടി ഉണ്ട്. പുറത്തത് വൈദികം എന്നേ പറയാറുള്ളൂ. പിന്നെ പൂർണ്ണമായിട്ടുള്ള താന്ത്രിക പദ്ധതിയാണ് ഈ കൗളാചാരവും സമയാചാരവും. അത് ഈ ദക്ഷിണാചാരമായിട്ട് വ്യത്യാസമുണ്ട്. കാവിലെ പദ്ധതി ശരിക്കും പറഞ്ഞാൽ കൗളാചാരമാണ്. കൗളാചാരം മീൻസ് കുലാചാരമാണ്. ഒരു കുലം അല്ലെങ്കിൽ ഒരു ഗോത്രം അനുഷ്ഠിച്ചു വന്നിരുന്ന ആചാര പദ്ധതികളാണ് ശരിക്കും ഒരു കാവിൻ്റെ ആചരണ പദ്ധതി എന്ന് പറയുന്നത്. അവിടെ ഈ വൈദികമായിട്ടുള്ള പൂജയുടെ ആവശ്യം സത്യത്തിലില്ല. പക്ഷേ എന്ത് പറ്റുമെന്ന് വെച്ചാൽ, ഒരു കാവ് അങ്ങനെ നിലനിന്ന് പോകുമ്പം ഇതിങ്ങനെയൊക്കെ നടന്നു പോകും. പക്ഷേ കാവിന് എന്തെങ്കിലും ഒരു ക്ഷതം സംഭവിക്കുമ്പോൾ, കാവ് നശിക്കുമ്പോൾ, ഇല്ലാണ്ടാവുമ്പോൾ, ഒരു കാവ് വിസ്മൃതിയിലായി പോകുമ്പോൾ, പിന്നീട് പുനരുദ്ധാരണം വേണ്ടി വരുമ്പോൾ ഇതിന് ശേഷിയുള്ളവരില്ലാതെ വരുമ്പോൾ നിലവിൽ ആരാണോ ഇതിന് പറ്റുന്ന ഒരാളെ അദ്ദേഹത്തെ ഏൽപ്പിക്കുകയും അദ്ദേഹം ആ പദ്ധതിക്ക് ഒരു മാറ്റം വരുത്തിയിട്ടൊക്കെ ആയിരിക്കും പിന്നീട് പുനഃപ്രതിഷ്ഠ കഴിക്കുന്നത്. അങ്ങനെയാണ് നമ്മുടെ കാവുകളിലൊക്കെ
ഈ ഇത്തരത്തിലുള്ള പദ്ധതികളും എല്ലാം വന്ന് കടന്നുകൂടിയത് ശരിക്കും പറഞ്ഞാൽ. പക്ഷേ ഒന്നുമില്ലാതിരിക്കുന്നിടത്ത് ഒരു ആചാരം മാറിയെങ്കിലും ഒന്നുമില്ലാതിരിക്കുന്നിടത്ത് ഒരു ആചരണം വരുന്നതാണ് കുറച്ചുകൂടി നല്ലത്. ഒന്നുമില്ലാതിരിക്കുന്നതിനേക്കാളും ഭേദമാണ് ഇത് ഉള്ളത്. എന്താണ് സർപ്പങ്ങൾ എന്ന് പറയുന്നത്? ഈ സർപ്പസൂക്തത്തിൽ തന്നെ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അന്തരീക്ഷത്തിലുള്ള സർപ്പങ്ങൾ, പൃഥ്വിയിലുള്ള സർപ്പങ്ങൾ, അതുപോലെ തന്നെ ഒരു വൃക്ഷലതാദികളിലുള്ള ജലത്തിലുള്ള സർപ്പങ്ങൾ, ഇങ്ങനെയുള്ള സർപ്പങ്ങളെ പറ്റി എല്ലാം പറയുന്നുണ്ട്. സൂര്യരശ്മികളെ തന്നെ സർപ്പങ്ങളായിട്ടാണ് കണക്കാക്കിയത്. നമുക്കറിയാം സൂര്യരശ്മികൾ തരംഗരൂപത്തിൽ സഞ്ചരിക്കുന്നുണ്ട്. ഇത് തന്നെയാണ് സർപ്പം എന്ന് പറയുന്നത്. എന്താണോ നമ്മൾ ഈ ഒരു വ്യവസ്ഥിതിയിൽ ഊർജം എങ്ങനെയൊക്കെയാണോ വരികയും കൈമാറ്റം ചെയ്യപ്പെടുകയും ചെയ്യുന്നത്, അതിനെല്ലാം സർപ്പമായിട്ട് കണക്കാക്കണം. ഉദാഹരണം പറഞ്ഞാൽ കറുകപ്പുല്ല്, അത് സർപ്പമായിട്ടാണ് കണക്കാക്കുക. നമ്മൾ നോക്കിയാൽ ചമതകൾ ശ്രദ്ധിച്ചാൽ, സമിത്തുകൾ ശ്രദ്ധിച്ചാൽ രാഹുവിൻ്റെ സമിത്താണ് കറുക. കാരണം എന്താ വെച്ചാൽ രാഹു സർപ്പമാണ്, കറുക സർപ്പമാണ്. കറുകയെ നമ്മൾ കണക്കാക്കുന്നത് സർപ്പത്തിൻ്റെ ഒരു ഇതായിട്ടാണ്. പിന്നെ ഈ ചില ചിറ്റമൃത വള്ളിക്കാഞ്ഞിരം, ഇങ്ങനെയുള്ള ലതകൾ എല്ലാം സർപ്പങ്ങളായിട്ടാണ് കണക്കാക്കാറ്. ഇതുകൂടാതെ ഇഴയുന്ന നമ്മൾ കാണുന്ന സർപ്പങ്ങളെയും കൂടി എടുക്കാറുണ്ട്. പൊതുവെ ആളുകളുടെ ധാരണ ഇഴയുന്നത് മാത്രമാണ്, ഈ വരുന്ന ഉരകജീവികളെ മാത്രമേ ആളുകൾ സർപ്പങ്ങളായിട്ട് കണക്കാക്കിയിട്ടുള്ളൂ. പക്ഷെ വാസ്തവത്തിൽ അങ്ങനെയല്ല. അന്തരീക്ഷ രശ്മികൾ, ലതകൾ, ജലത്തിലുള്ളത്, ഇതെല്ലാം സർപ്പങ്ങളായിട്ട് കണക്കാക്കിയിട്ടുണ്ട്. അതിലെ ഒരു വിഭാഗത്തെ മാത്രമേ നമ്മൾ ഈ കാണുന്നുള്ളൂ. അത് ശരിക്കും പറഞ്ഞാൽ താരതമ്യേന താഴത്തെ തട്ടിലുള്ള വിഭാഗമാണ്. കുറേയും കൂടി ചൈതന്യവത്തായിട്ടുള്ള അല്ലെങ്കിൽ ശേഷി കൂടിയ വിഭാഗത്തെ നമ്മൾ കാണുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അവരവിടെ ഉണ്ട്. സർപ്പങ്ങളെ കൂടാതെ യോഗീശ്വരൻ എന്ന ഒരു സങ്കല്പം കാവുകളിൽ കാണാറുണ്ട്. എന്താണ് ഈ യോഗീശ്വരൻ എന്ന് പറഞ്ഞ സങ്കല്പം? യോഗീശ്വരൻ എന്ന് വെച്ചാൽ ഒരു യോഗ സാധനയിലൂടെ കൈവല്യത്തെ പ്രാപിച്ച ഒരാളെയാണ് യോഗീശ്വരൻ എന്ന് വിളിക്കുക. അതായത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ജീവൻ മുക്തനായിട്ട് ഭവിച്ച ഒരാൾ. അദ്ദേഹത്തിന് യോഗ സാധനയിലൂടെ അദ്ദേഹം ശൂന്യമായ നിർഗുണമായ ബ്രഹ്മത്തെ അറിയുകയും ആ ബ്രഹ്മം തന്നെ ആയി തീരുകയും ചെയ്തിട്ടുണ്ട്. ഒന്നുകിൽ അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ അങ്ങനെ ആയിട്ടുണ്ട്, അല്ലെങ്കിൽ സമാധിയുടെ സമയത്ത് അദ്ദേഹം അങ്ങനെ ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർ ഈ ഒരു തലമുറയെ, അല്ലെങ്കിൽ ഇനി വരുന്ന തലമുറയ്ക്കൊരു ഗൈഡൻ, അതായത് ഒരു കാവൽ ദൈവം പോലെ ഇരിക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. ശരിക്കും അവർക്കിതൊന്നും ആവശ്യമില്ല. അവരെല്ലാം അറ്റൈൻ ചെയ്ത് കഴിഞ്ഞ ആളുകളാണ്, അവരെല്ലാം നേടിയ ആളുകളാണ്. പക്ഷേ ഇവരുടെ ഈ ഒരു ആചരണത്തിലൂടെ, അല്ലെങ്കിൽ ഇവരെ ആശ്രയിക്കുന്നതിലൂടെ ഇനി വരുന്ന തലമുറയ്ക്കാണ് ഗുണം കിട്ടുന്നത്. അത്തരത്തിലുള്ള ആളാണ് യോഗീശ്വരൻ. 90% ശൈവ സാധനയായിരിക്കും അവർക്ക്. ചില പഞ്ചാക്ഷരി ജപം കൊണ്ടോ അല്ലെങ്കിൽ ശിവനെ ഉപാസിച്ചോ ആയിരിക്കും അവർ യോഗ സാധനയിലേക്ക് പോകാറ്. കാവുകളിൽ ഭഗവതിയുടെ പ്രതിഷ്ഠ കാണാറുണ്ട്. ആരാണ് ഭഗവതി? കാവുകളിൽ കണ്ടുവരുന്ന ഭഗവതി ആരാണ് സാർ? രണ്ട് രീതിയിലുള്ള ദേവീ സങ്കല്പങ്ങൾ ആ കാവിൽ കൂടുതലായിട്ട് കണ്ടിട്ടുള്ളൂ. ഒന്ന്, ഈ നാഗങ്ങളോട് ചേർന്ന് നിൽക്കുന്ന നാഗചാമുണ്ഡി വിഭാഗത്തിൽ വരുന്ന നാഗകാളി, നാഗചാമുണ്ഡി, ഇങ്ങനെയൊക്കെയുള്ള ദേവതകൾ കാവിൽ കണ്ടിട്ടുണ്ട്. അത് ഒരു സർപ്പങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ഒരു ദേവതാ സങ്കല്പമാണ്. പിന്നെ കണ്ടിട്ടുള്ളത് കാളി സങ്കല്പങ്ങളാണ്, കാളി ദേവതാ സങ്കല്പങ്ങൾ. ഇത് വരുന്നത് അവരുടെ ഒരു കുലത്തിൻ്റെ ആചാരം അല്ലെങ്കിൽ കുലം അനുഷ്ഠിച്ചിരുന്ന കർമ്മങ്ങൾ, അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട്, ഉദാഹരണം പറഞ്ഞാലും വൈദ്യം, മന്ത്രവാദം, ചികിത്സ, ഇങ്ങനെയൊക്കെ ചെയ്യുന്നവർ അതുമായി ബന്ധപ്പെട്ട ദേവതകളെ ഉപാസിക്കുകയും ആ ദേവതകളെ കുടിയിരുത്തുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഈ കാവുകളിൽ ദേവതകൾ വന്നത്. പിന്നെ ചില കാവുകളിൽ മാത്രം ചെറിയ ശ്രീലകങ്ങളോടുകൂടി ഒരു ചെറിയ ഒരു ഇലങ്കങ്ങളോടുകൂടി വെച്ചിരിക്കുന്ന സംവിധാനങ്ങളായിട്ട് അന്നപൂർണേശ്വരി, ഭുവനേശ്വരി, ഇങ്ങനെയും കണ്ടിട്ടുണ്ട്. അത് എന്ത് തരത്തിലുള്ള കുലമാണോ ആ കുലത്തിൻ്റെ ആചരണമാണ് അവിടെ കണ്ടിട്ടുള്ളത്. ഈ കാവുകളിൽ കാണുന്ന മന്ത്രമൂർത്തിയുടെ പ്രതിഷ്ഠ ഉണ്ട്. ആരാണ് ഈ മന്ത്രമൂർത്തി? മന്ത്രമൂർത്തി മുമ്പ് യോഗീശ്വരനും മന്ത്രമൂർത്തിയെ എപ്പോഴും തെറ്റിദ്ധരിക്കാറുണ്ട്. മന്ത്രമൂർത്തി എന്ന് വെച്ചാൽ ഒരു ദേവതയെ ഉപാസിച്ചിട്ട് ആ ദേവത തന്നെ ആയി തീർന്നു എന്ന് പറയാവുന്ന ഒരു വിഭാഗമാണ് മന്ത്രമൂർത്തി എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ ശാസ്താവിനെ ഉപാസിച്ചു, ശാസ്താവ് തന്നെ ആയി തീർന്നു, വെളിച്ചപ്പാടിനെയൊക്കെ പോലെ. ഭഗവതിയെ ഉപാസിച്ചു, ഭഗവതി തന്നെ ആയി തീർന്നു. അപ്പോൾ അവിടെ ഒരു മൂർത്തി വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ആ മൂർത്തിക്ക് ഇഷ്ടാനിഷ്ടങ്ങളുണ്ട്, സ്വഭാവങ്ങളുണ്ട്. ഇതെല്ലാം ഈ ആൾക്കും ബാധകമാണ്. പക്ഷേ യോഗീശ്വരൻ അങ്ങനെയല്ല. യോഗീശ്വരൻ ശൂന്യമായ ബ്രഹ്മത്തെ തന്നെയാണ് ഉപാസിച്ചത്. ആ ബ്രഹ്മത്തിങ്കിൽ അദ്ദേഹം ലയിക്കുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിന് ഈ പറഞ്ഞ ഉപാധികളൊന്നും ബാധകമല്ല. അദ്ദേഹത്തിന് നമ്മുടെ ആചരണങ്ങൾ തന്നെ വേണം നിർബന്ധമില്ല. നമ്മൾ അദ്ദേഹം സ്മരിക്കലേ ആവശ്യമുള്ളൂ ശരിക്കും. മന്ത്രമൂർത്തിക്ക് അങ്ങനെയല്ല. മന്ത്രമൂർത്തിക്ക് ആ ദേവതയ്ക്ക് ചേർന്ന രീതിയിലുള്ള നിവേദ്യങ്ങളും പൂജകളും എല്ലാം ആവശ്യമുണ്ട്. പല കാവുകളിലും മഞ്ഞപ്പൊടി കൊണ്ട് സമർപ്പിക്കുന്നതാണ്, അവിടെ വിതറിയിടുന്നതാണ്. അതെന്തിനാണ് മഞ്ഞൾപ്പൊടി സർപ്പക്കാവുകളിൽ വിതറിയിടുന്നത്? ഇതിൻ്റെ ഒരു കഥ, ഈ ഐതിഹ്യമാണല്ലോ ഇതിന് എല്ലാം നിദാനമായിട്ട് വരുന്നത്. ശാസ്ത്രീയമായ വശത്തേക്കാൾ കൂടുതൽ ഐതിഹ്യം എന്താണെന്ന് വെച്ചാൽ, ഈ ജനമേജയൻ്റെ സർപ്പയജ്ഞം നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കുമല്ലോ. ആ സർപ്പയജ്ഞത്തിൻ്റെ സമയത്ത് തക്ഷകനാണോ എന്ന് ചോദിക്കുമ്പോൾ അല്ല എന്ന് പറയും. സത്യം ചെയ്യുകയും ഈ പാമ്പുകളെല്ലാം കടലിൽ ചാടുകയും അപ്പോൾ ഉപ്പുവെള്ളത്തിൽ പറ്റുമ്പോൾ ഇവരുടെ ദേഹത്ത് പൊള്ളുകയും, അതായത് ഒന്ന് യാഗശാലയുടെ മുമ്പിൽ വന്ന് നിന്നാണ് സത്യം ചെയ്യുന്നത്. അപ്പോൾ തന്നെ ദേഹം പൊള്ളി, പിന്നെ ഉപ്പുവെള്ളത്തിലും ചാടി. അപ്പോൾ പൊള്ളലോടുകൂടി ഇവർ ഭൂമിയിലേക്ക് അഴിഞ്ഞു വരികയും അവർ കേരളത്തിൽ വന്ന് അടിഞ്ഞു കൂടുകയും ചെയ്തു എന്നും, പരശുരാമൻ അവർക്ക് അവരുടെ മുറിവ് ഉണക്കാൻ, അല്ലെങ്കിൽ ഈ ഒരു മുറിവ് ഉണക്കാൻ വേണ്ടിയിട്ട് നാഗദേശത്തു നിന്ന് കുറേ ആളുകളെ കൊണ്ടുവന്നു.
അങ്ങനെ അവർ ഈ മഞ്ഞളും പാലും ഒക്കെ ചേർത്തൊരു കൂട്ടുണ്ടാക്കി ഇവരെ ഉണക്കിയെന്നൊക്കെയാണ് കഥ. പക്ഷേ എന്തായാലും ഒരു കാര്യം പറയാം, 100 പാലിനെയും കൂട്ട് തേച്ച മുറി ഉണങ്ങുന്നുണ്ട്, നല്ല സാധനങ്ങളാണ് ഉപയോഗിക്കുന്നെങ്കിൽ. അപ്പം പൊള്ളലും മുറിവിനും ഒക്കെ അത് മരുന്നായിട്ട് വരുന്നുണ്ട്. പക്ഷേ കഥകളിലെ എത്രമാത്രം സത്യമുണ്ടെന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. മഞ്ഞളെന്ന് പറയുന്നത് അണുനാശകത്വമുള്ളതാണ്, എല്ലാവർക്കും അറിയാവുന്നതാണ്, ശുദ്ധീകരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ്. അപ്പം ഈ ദേവതകൾക്ക് ഓരോ ദേവതയ്ക്കും യോജിച്ച തരത്തിലുള്ള ഒരു പദ്ധതി, ഒരു ആചരണ പദ്ധതി പൂർവികർ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഋഷിമാരായിട്ടുള്ള ആളുകളാണ് ഇത് കണ്ടുപിടിച്ചിരിക്കുന്നത്. അത്തരത്തിൽ സർപ്പങ്ങൾക്ക് വിശേഷമാണ് മഞ്ഞൾ, പാല്, കദളിപ്പഴം, ഇതൊക്കെ വളരെ വിശേഷമായിട്ടുള്ള ആചരണം. ഉത്തമത്തിലുള്ള സർപ്പങ്ങൾക്ക്, ഉത്തമത്തിലും മധ്യമത്തിലും അധമത്തിലുമായിട്ട് സർപ്പങ്ങളുണ്ട്. അതിൽ ഉത്തമത്തിലുള്ള സർപ്പങ്ങൾക്ക് ഏറ്റവും വിശേഷമാണ് 100 പാലും അല്ലെങ്കിൽ മഞ്ഞപ്പൊടി കൊണ്ടുള്ള അഭിഷേകം. ഇതെല്ലാം അവർക്ക് വിശേഷമാണ്. സർപ്പങ്ങളിൽ തന്നെ അധമം, ഉത്തമം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതെന്താണത്? എല്ലാ വിഭാഗത്തിലും സത്വം, രജം, തമം എന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ കദളിപ്പഴം സത്വമാണ്, ചെങ്കദളിപ്പഴം എടുത്താൽ രജോ ഗുണമാണ്, പാളയംകുളം പഴം അധമാണ്. ഇത് എല്ലാത്തിലും ഉണ്ട്. മനുഷ്യരിലും ഉണ്ട് സത്വം, രജം, തമം എന്ന് മനുഷ്യരിലുണ്ട്, ആനകളിലുണ്ട്, മൃഗങ്ങളിലുണ്ട്, ലതകളിലുണ്ട്, നമ്മൾ സകല സാധനങ്ങളിലും ഈ എന്താ പറയുക, വൃക്ഷങ്ങളിലുണ്ട്. എന്തിനാണ് ഇല്ലാത്തത്? എല്ലാത്തിലും ഈ 3 ഗുണങ്ങളുണ്ടാവും. അത്തരത്തിൽ 3 ഗുണങ്ങളുള്ള വിഭാഗം സർപ്പങ്ങളിലുമുണ്ട്. ആചരിക്കേണ്ട അവരുടെ ആചരണ പദ്ധതി തന്നെ വ്യത്യാസമാണ്. ഉത്തമത്തിലുള്ള സർപ്പങ്ങൾക്കെന്ന് പറഞ്ഞാൽ ഈ ഒരു പൂജ, നിവേദ്യം ഇങ്ങനെയുള്ളതൊക്കെയാണ്. മധ്യമത്തിലാവുമ്പം പാട്ടാണ്, കളമെഴുത്തും പാട്ടും പോലെയുള്ള പരിപാടികളാണ് വേണ്ടത്. അധമത്തിലേക്കാവുമ്പം അത്തരത്തിലുള്ള ആചരണേ അല്ല, അത് വേറെ ഒരു പദ്ധതിയിലാണ് വരിക. കൂടുതലായിട്ടും ദ്രാവിഡമായിട്ടുള്ള കാവുകളിലാണ് അത്തരത്തിലുള്ള സർപ്പങ്ങളെ കണ്ടിരിക്കുന്നത്. പല സ്ഥലങ്ങളിലും ആചരിക്കാറ് തന്നെയില്ല, അവരങ്ങനെ ഇരുത്തിയിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടേതായ പൂജകളിലൊന്നും അവർക്ക് പ്രസാദിക്കാൻ പറ്റില്ല. അപ്പം അവരവിടെ ഇരിക്കും, അത്രേ ഉള്ളൂ. ആ സ്ഥലത്ത് സാന്നിധ്യം ഉണ്ടെങ്കിൽ അവിടെ ഇരുത്തും. ഇപ്പോൾ ഒക്കെ ഉള്ള പദ്ധതിയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ അധമ സർപ്പങ്ങളൊക്കെ ആവാജ് മാറ്റാനൊക്കെ പറഞ്ഞ് എഴുതി വിടാറുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അവരും ആ കാവിൻ്റെ ഭാഗം തന്നെയാണ്. സർപ്പക്കാവുകളിൽ കളമെഴുത്തും പാട്ടും നടത്താറുണ്ട്. അതിൻ്റെ പ്രാധാന്യം എന്താണത്? അത് പുള്ളുവ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് വേണ്ടിയിട്ട് അവർ ചെയ്യുന്ന അവരുടെ അനുഷ്ഠാന പദ്ധതി, അവരുടെ കുലാചാരമാണ് അല്ലെങ്കിൽ കൗളാചാരമാണ്. ശരിക്കും പറഞ്ഞാൽ അവരുടെ പദ്ധതിയാണ് കളമെഴുത്തും പാട്ടും. അവർ ഈ മധ്യമത്തിലുള്ള സർപ്പങ്ങളെ ആശ്രയിക്കാനല്ല, അല്ലെങ്കിൽ അവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു അനുഷ്ഠാന കലയാണ്. ആ സർപ്പങ്ങളുടെ രൂപം പൊടികൾ കൊണ്ട് 5 വർണ്ണത്തിലുള്ള പൊടികളെ കൊണ്ട് ഈ കളം എഴുതി പാട്ടുപാടി ഒരു പിണിയാളെ ഇരുത്തി ആ ദേവതാ ചൈതന്യം ആ പിണിയാളിൽ വരുത്തി അവരെ കൊണ്ട് തുള്ളി പ്രസാദിപ്പിച്ച്, അങ്ങനെയൊക്കെ ഒരു രീതി, ഒരു കൗളാചാര പദ്ധതിയാണ്. അത് അവർക്ക് വേണ്ടി മാത്രം പറഞ്ഞിരിക്കുന്നതാണ്. എങ്ങനെയാണ് ഒരാൾക്ക് സർപ്പദോഷം ഉണ്ടാകുന്നത്? നമ്മൾ ഒട്ടനേകം ജന്മങ്ങളിലൂടെയാണ് ഒരു മനുഷ്യന് ഓരോരുത്തരും കടന്നു പോകുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു സമയത്ത് വെച്ചിട്ട് ഈ സർപ്പക്കാവുകൾക്ക് ക്ഷതം വരിക, അല്ലെങ്കിൽ വാഗ്ദാന ലംഘനം, കാവുകൾ നമ്മൾ ഏറ്റെടുത്തിട്ട് നടത്താതെ പോവുക, കാവുകളിൽ എന്തെങ്കിലും തരത്തിലുള്ള ദോഷകരമായ പ്രവൃത്തികൾ ചെയ്യുക, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കാവിന് തീയിടുക, ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യുക, കാവിലെ ചൈതന്യം വേണ്ട വിധം നോക്കാതിരിക്കുക. ഇത്തരം ചെയ്യുമ്പോൾ ഇതിനൊരു തത്വം വെച്ചാൽ ധർമ്മോ രക്ഷതി രക്ഷിതാഹ, നമ്മൾ ധർമ്മത്തെ രക്ഷിച്ചാൽ നമ്മളെ ധർമ്മം രക്ഷിക്കും. അപ്പോൾ നമ്മുടെ ധർമ്മം ആയിരിക്കാൻ നമ്മളത് ആചരിക്കാതിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ അധർമ്മമാണ് അവിടെ ചെയ്യുന്നതെന്ന് അറിയാതെ ആയിരിക്കും ചെയ്യുന്നത്. പക്ഷേ എന്നാൽ പോലും നമുക്ക് ദോഷകരമായിട്ട് ബാധിക്കും. അത്തരത്തിൽ വരുന്ന ആളുകൾക്ക് സർപ്പദോഷം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പ്രത്യക്ഷത്തിൽ നമ്മൾ കാണുന്നവർക്ക് കാലുകളിലുണ്ടാകുന്ന വ്രണങ്ങൾ, ശരീരത്തിലുണ്ടാകുന്ന അലർജി പോലെയുള്ള കാര്യങ്ങൾ, ശ്വാസം തടസ്സം, പിന്നെ നാഡീ സംബന്ധമായ തകരാറുകൾ, ഇത് സ്ഥിരമായി കാണാം. അതുകൊണ്ട് തന്നെ സന്താനക്ഷയം, കുട്ടികളില്ലാത്ത അവസ്ഥ, അതായത് അനപത്യ ദുഃഖം, സന്താനക്ഷയമല്ല അനപത്യ ദുഃഖം, കുട്ടികളില്ലാത്തൊരവസ്ഥ ഉണ്ടാവുക, ഇതെല്ലാം സർപ്പദോഷത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. സർപ്പദോഷത്തിന് പരിഹാരമുണ്ടോ? പരിഹാരമുണ്ട്, എല്ലാത്തിനും പരിഹാരമുണ്ട്. ഇപ്പം കുട്ടികളില്ലാത്ത അവസ്ഥ ഇങ്ങനെയൊക്കെ വരികയാണെങ്കിൽ നാഗങ്ങളെ നമ്മൾ എപ്പോഴും ഞങ്ങൾ തമാശയായിട്ട് പറയും, ഗണപതി ഹോമം മോശമായിട്ടും സർപ്പബലി നന്നായിട്ടും ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എത്ര ചെയ്താലും പ്രസാദിപ്പിക്കാൻ ബുദ്ധിമുട്ടുള്ളൊരു വിഭാഗമാണ് സർപ്പങ്ങൾ. അതുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാവുന്നതിൻ്റെ മാക്സിമം എത്ര ചെയ്താലും, എത്ര സർപ്പബലി നടത്തിയാലും, എത്ര തവണ 100 പാലും നടത്തിയാലും അത് മതിയാവില്ല. അതുകൊണ്ട് അത്തരത്തിൽ പ്രസാദിപ്പിക്കുക, നാഗങ്ങളെ പ്രസാദിപ്പിക്കുക, അവർക്ക് വേണ്ടുന്ന പാൽപ്പായസ ഹോമം നടത്തുക, ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ സർപ്പങ്ങൾക്ക് പ്രീതി ഉണ്ടാവും. അത് കൂടാണ്ട് തന്നെ സർപ്പക്കാവുകൾ വെച്ച് സംരക്ഷിച്ച് ആചരിക്കുക, അതാണ് ഏറ്റവും വലിയ വഴിപാടെന്ന് പറയുന്നത്. എല്ലാ സർപ്പക്കാവുകളിലും ദേവതാ പ്രതിഷ്ഠ വേണമെന്നൊന്നും ഇല്ല. പക്ഷെ കാവുകൾ സംരക്ഷിക്കുകയും കാവുകളുമായി യോജിക്കുന്ന വൃക്ഷങ്ങൾ, ലതകളൊക്കെ വെച്ച് പിടിപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവിടെ ഒരു ആവാസവസ്ഥ ഉണ്ടായി വരും. അവിടെ പ്രാണവായുവിൻ്റെ അളവ് വർദ്ധിക്കും. പ്രാണവായുവിൻ്റെ അളവ് കൂടുമ്പോൾ അത് നമ്മളെ തന്നെയാണ്. ഞാൻ മുമ്പ് പറഞ്ഞു, എന്താണോ ബ്രഹ്മാണ്ടം അത് തന്നെയാണ് പിണ്ടാണ്ടം. അപ്പം പുറത്തുള്ള പ്രകൃതിയിൽ വരുന്ന മാറ്റങ്ങൾ ശരീരത്തെ ബാധിക്കും. എൻ്റെ ഏറ്റവും ലളിതമായ ഇതാണ്, നമുക്ക് തണുപ്പ് കാലത്ത് അസുഖം വരുന്നില്ലേ, ജലദോഷം ഉണ്ടാകുന്നില്ലേ, 2 മഴ കഴിയുമ്പോൾ തുമ്മലും ബഹളമൊക്കെ വരുന്നില്ലേ, ഇതെങ്ങനെയാണ് വരുന്നത്? വരുന്നത് ഈ കാരണം കൊണ്ടാണ്. എന്താണോ ശരീരം അത് തന്നെയാണ് പ്രപഞ്ചം, തമ്മിൽ വ്യത്യാസമൊന്നുമില്ല, എല്ലാം ഒന്ന് തന്നെയാണ്.
കുറച്ച് നാളുകൾക്ക് മുന്നേ നമ്മൾ കണ്ടുവന്ന ഒരു കാര്യമായിരുന്നു സർപ്പക്കാവുകളൊക്കെ പൊളിച്ചു മാറ്റുന്നത്. അത് എങ്ങനെ വന്നു എന്ന് വെച്ചാൽ, ഒരു കാലത്ത് നമ്മുടെ ആളുകൾക്ക് പൂർവികർ കാരണവന്മാർക്ക് തന്നെ ഇതൊക്കെ എന്തോ ഒരു മോശം പദ്ധതിയാണെന്നും ഇത് ശരിയല്ല എന്നും ശാസ്ത്രബോധമാണ് കൂടുതൽ വേണ്ടത്, ഇതിൽ അശാസ്ത്രീയമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അന്നൊരു കാലത്ത് ഈ കാവുകളൊക്കെ ഒഴിപ്പിക്കുന്ന ഒരു നമുക്ക് ഉത്തരവാദിത്തം ഏൽക്കാൻ കഴിയില്ല. കാവിലെ പൂജകളോ കാവിലോ നടത്തേണ്ടുന്ന കാര്യങ്ങളോ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാരണങ്ങൾ കണ്ടുപിടിച്ച് ഇതിനെല്ലാം ഒഴിപ്പിക്കുക, ആരെങ്കിലും കൊണ്ടുവരുന്നു, അത് ആവാഹിച്ച് മാറ്റി എങ്ങോട്ടെങ്കിലും മാറ്റിയിരുത്തുന്നു ഒക്കെ. അങ്ങനെ മാറുമ്പോൾ സ്വാഭാവികമായിട്ട് സംഭവിക്കുക ഒരു കാവ് നമുക്ക് മാറ്റിയിരുത്താം എങ്ങോട്ടെങ്കിലും. അപ്പോൾ ആ കാവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വൃക്ഷങ്ങൾ ഉൾപ്പെടെയുള്ള സകല സാധനത്തിൻ്റെയും ചിലവെല്ലാം കണക്കാക്കിക്കൊണ്ട് ഒരു ഭൂമി വാങ്ങി ആ ഭൂമിയിലേക്ക് മാറ്റി സ്ഥാപിക്കാമെന്നല്ലാതെ കാവുകളെ ഒരു വിഗ്രഹത്തിലേക്ക് ആക്കിയോ അല്ലെങ്കിൽ ഒരു സ്വർണ്ണ വിഗ്രഹത്തിലേക്ക് ആക്കിയോ ആവാഹിച്ച് മാറ്റലൊന്നും പ്രായോഗികമായിട്ട് നടക്കുന്ന കാര്യങ്ങളല്ല. ഈ നാഗം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ നാഗമ എന്നാണ്, പോകാത്തതാണ്, പോകാത്തതെന്ന് അതിൻ്റെ അർത്ഥം തന്നെ. അപ്പോൾ അങ്ങനെയുള്ള സാധനം എങ്ങനെ ഒഴിപ്പിച്ച് മാറ്റാൻ പറ്റും? 12 വർഷത്തേക്ക് ചിലപ്പോൾ വലിയ കുഴപ്പമൊന്നും കാണിക്കില്ല. 12 വർഷം കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും വീണ്ടും കാവിൻ്റെ സ്ഥാനത്തേക്ക് വന്നു തുടങ്ങും. അങ്ങനെ എത്രയോ ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ട്. അപ്പോൾ ആ സമയത്ത് അത് വീടായി മാറിയിട്ടുണ്ടാവും. ആ വീട്ടിലുള്ളവർക്ക് പയ്യെ ചെറിയ ചെറിയ ദുരിതങ്ങൾ തുടങ്ങും, പയ്യെ സർപ്പത്തിൻ്റെതായിട്ടുള്ള ദോഷങ്ങൾ വന്നു തുടങ്ങും. അപ്പോൾ വീണ്ടും നോക്കുമ്പോൾ കാവ് പുനഃപ്രതിഷ്ഠിക്കാൻ പറയും. കാവ് പുനഃപ്രതിഷ്ഠിക്കാനുള്ള സ്ഥലം ഉണ്ടാവില്ല. അപ്പോൾ പറയും സർപ്പബലി നടത്താൻ പറയും. വർഷം തോറും സർപ്പബലി നടത്തും. ഈ വർഷം തോറും സർപ്പബലി നടത്തുന്ന ചിലവുണ്ടായിരുന്നെങ്കിൽ ആ കാവ് സംരക്ഷിച്ച് പോകാവുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ആളുകൾ അങ്ങനെ അബദ്ധങ്ങളിൽ ഒരുപാട് ചാടിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഒരാളും എനിക്ക് തോന്നുന്നത് ഈ നാഗാരാധനയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കുടുംബങ്ങളും തന്നെ സർപ്പക്കാവുകൾ ഒഴിപ്പിച്ചു കൊടുക്കാറില്ല. തീരെ നിവൃത്തിയില്ലാത്ത സാഹചര്യം വരികയാണ്. ഈ ഹൈവേ വികസനം പോലെയുള്ളതൊക്കെ വരുമ്പോൾ കാവ് പോകും എന്നൊരു സാഹചര്യം വരുമ്പോൾ മാത്രമേ ആരെങ്കിലും അങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കാൻ തയ്യാറാവുന്നുള്ളൂ. അതൊക്കെ സക്സസ് ആവാറുണ്ട്. അല്ലാതെ നമ്മളൊരു കാവ് ഒഴിപ്പിച്ച് നിർബന്ധപൂർവ്വം ഒരു കാവ് ഒഴിപ്പിച്ച് കൊണ്ടുപോയാലൊന്നും ഒഴിയുന്നതല്ല കാവ് എന്ന് പറയുന്നത്. കാവുകളിലെ അനുഷ്ഠാനങ്ങളെ കുറിച്ചൊന്നും പറയാമോ? സർപ്പക്കാവുകളിലെ അനുഷ്ഠാനം എന്ന് പറയുന്നത് ഏറ്റവും വിശേഷം എന്ന് പറയുന്നത് സർപ്പബലിയാണ്. ശിവന്റെ പരിവാരങ്ങളായിട്ട് സങ്കല്പിച്ച് ഈ സർപ്പങ്ങൾക്കെല്ലാം കബളം എന്ന് വെച്ചാൽ ഉരുളയാണ്, ഹവിസിൻ്റെ ഒരു ഉരുള തൂവുന്നതാണ് സർപ്പബലി. ആ കൂടെ തന്നെ ഒരു 100 പാലും നടത്താറുണ്ട്. അതുകൂടാണ്ട് ഇതിൻ്റെ ചെറിയ പദ്ധതിയാണ് എന്ന് വെച്ചാൽ സർപ്പബലിയുടെ ഏറ്റവും ചെറിയ പദ്ധതിയാണ് 100 പാൽ എന്ന് പറയുന്നത്. അപ്പം ചില കാവുകളിൽ രാവിലെ 100 പാലും വൈകിട്ട് സർപ്പബലിയായിട്ട് നടത്താറുണ്ട്. സർപ്പബലി കുറച്ച് ചിലവുള്ള പദ്ധതി ആയതുകൊണ്ട് പൊതുവെ 100 പാലിലും അങ്ങനെ ഒതുക്കി അങ്ങനെ പോവുകയാണ് പതിവ്. എന്തായാലും ഇതാണ് പദ്ധതി. പിന്നെ അതിൽ കൂടാതെ ചില മൂർത്തികൾക്ക്, ഇപ്പോൾ ഉദാഹരണത്തിന് നാഗചാമുണ്ടി എന്നുള്ള മൂർത്തിക്ക് ചിലപ്പോൾ ഗുരുതിയും പതിവുണ്ട്. 100 പാലും മാത്രമല്ല, അതിന് ഗുരുതി പതിവുണ്ട്. ആ മൂർത്തികൾ നാഗകാളി ഇതിനൊക്കെ ഗുരുതി പതിവുണ്ട്. ചില സ്ഥലങ്ങളിൽ കാവുകളിൽ നമ്മൾ പോയാൽ കാണാം രാത്രി ഗുരുതി ഉണ്ടാവും, രാവിലെ 100 പാലും ഉണ്ടാവും. പരസ്പര ബന്ധം വരാത്ത രീതിയിൽ മാറ്റി പ്രതിഷ്ഠിച്ചിട്ടൊക്കെ ഉണ്ടാവും. അതൊക്കെ നമ്മൾ കണ്ടുപിടിക്കണം. എങ്ങനെയാണ് ഈ മൂർത്തി, എന്തൊക്കെ മൂർത്തികളുടെ സാന്നിധ്യമാണ് അവിടെ ഉള്ളത്, അതെല്ലാം മനസ്സിലാക്കിയിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. തിരുമേനി, ബ്രഹ്മരക്ഷസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രഹ്മരക്ഷസ് എന്ന് പറയുന്നത് ഒരു ദേവതാ വിഭാഗമല്ല, ഒരു പൈശാച വിഭാഗവും അല്ലാതെ രണ്ടിൻ്റെ ഇടയിലായിട്ട് നിൽക്കുന്ന ഒരു മൂർത്തിയാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ സാധന ഉണ്ടാവുകയും ഗായത്രി സാധന ചെയ്യുകയും എന്നാൽ പഞ്ചമഹാപാതകങ്ങളിൽ പെടുന്ന എന്തെങ്കിലും ഒന്ന് ചെയ്യുകയും ചെയ്യുമ്പോൾ ജലം കിട്ടാത്ത ദേശത്ത് വെച്ച് ഈ ആൾക്ക് ദുർമൃതി ഉണ്ടാവും. ഈ ബ്രാഹ്മണൻ എന്നുള്ള വാക്ക് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈ നമ്പൂതിരി അല്ലെങ്കിൽ ഭട്ടതിരി പോറ്റി എന്നുള്ള അർത്ഥത്തിലല്ല, സാധനയുള്ള ഒരാളെന്നാണ്. അല്ലാതെ മരിച്ചു കഴിഞ്ഞപ്പോൾ ജാതിയൊന്നുമില്ല. അപ്പം ഈ ഊർജ്ജമണ്ഡലം വളരെ വലുതായിരിക്കും ഇയാൾ ഇൻ്റലിജൻ്റ് ആയിരിക്കും. പക്ഷേ മൃതി ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് ഗതി കിട്ടാത്ത അവസ്ഥ വരും. ഇദ്ദേഹത്തിന് ഗതി കൊടുക്കാൻ ശേഷിയുള്ളവർ വേറെ ഉണ്ടാവില്ല. അങ്ങനെ വരുമ്പോൾ ഈ സൂക്ഷ്മ ശരീരം അദ്ദേഹത്തിൻ്റെ ഈ കോൺഷ്യസ് അവിടെ നിൽക്കും. അത് ആ ദേശത്താണ് ചുറ്റിത്തിരിയുക. ഏതാണോ ആ സ്ഥലപരമായിട്ടായിരിക്കും അതിന് ബന്ധം ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ആശ്രയിക്കാന്ന് വെച്ചാൽ ഇതുകൊണ്ട് കുഴപ്പമുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് അവരെ മാറ്റി ഒരു സ്ഥലത്ത് പ്രതിഷ്ഠിക്കും. ഒരു ലളിതമായ ഉദാഹരണം പറഞ്ഞാൽ, ചില്ലുകുപ്പി പൊട്ടി വീഴുമ്പോൾ തൂത്തൊരു മൂലയ്ക്ക് നമ്മൾ മാറ്റിയിരുത്തുന്ന പോലെ, ആരുടെയും കൈയും കാലും മുറിയാതിരിക്കാൻ വേണ്ടി എന്ന് പറയുന്ന പോലെ മാറ്റി വയ്ക്കുന്നതാണ്. ഇപ്പോൾ ദേവാലയസ്യ പ്രേതാലയം കുര്യാതെന്ന് പറയും. ദേവാലയങ്ങളിൽ പ്രേതാലയം ആവാൻ പാടില്ല എന്നുള്ളതുകൊണ്ട് ബ്രഹ്മരക്ഷസുകളെ എല്ലാം മതിൽക്കെട്ടിന് വെളിയിലാണ് കുടിയിരുത്തൽ പതിവ്. മതിൽക്കെട്ടിന് വെളിയിൽ ഇരുത്തുമ്പോൾ തന്നെ മനസ്സിലായല്ലോ, മതിൽക്കകത്ത് ഇരുത്താൻ പറ്റാത്തതുകൊണ്ടാണ് മതിൽക്കെട്ടിന് വെളിയിലിരുത്തുക. അതിന് ഒരു പാൽപ്പായസമാണ് സാധാരണ പതിവ്. എന്നിട്ട് വിഷ്ണു പൂജയായിട്ടാണ് കഴിക്കുക. എന്താണെന്ന് പറയുമ്പോൾ, ഒരു 12 വർഷം കൊണ്ട് നമ്മൾ ഈ വിഷ്ണുവായിട്ട് പൂജിച്ച് വിഷ്ണുവായിട്ട് നിവേദിച്ച് കഴിയുമ്പോൾ ഒരു വൈഷ്ണവ കലയിലേക്ക് വിഷ്ണു ആയാൽ പിന്നെ അദ്ദേഹത്തിന് തിലഹോമം ചെയ്ത് നമുക്ക് സായുജ്യപ്പെടുത്താൻ ചിലപ്പോൾ പറ്റിയേക്കും. പക്ഷേ 90% ക്ഷേത്രങ്ങളിലും പിന്നീട് അത് നടക്കാറില്ല. ആ ഇരുന്ന് പോകുന്നത് 200 കൊല്ലം 300 കൊല്ലം 500 കൊല്ലം കഴിഞ്ഞാലും അവിടെ തന്നെ ഇരിക്കും. പിന്നെ ആളുകൾ പയ്യെ പുള്ളി ആശ്രയിച്ചു തുടങ്ങും. അപ്പോൾ ഈ തമോ രൂപത്തിലുള്ളൊരു മൂർത്തി ആയതുകൊണ്ട് ദേവനെ ആശ്രയിക്കുന്നതിനേക്കാൾ പെട്ടെന്ന് ചിലപ്പോൾ ഫലിച്ചു എന്നിരിക്കും. ആ ഫലം അനുസരിച്ച് പിന്നെ വിശ്വാസികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കും. അങ്ങനെ ഇദ്ദേഹം അവിടെ ഒരു പ്രധാനപ്പെട്ട ആളായിട്ട് അവിടെ മാറും. പിന്നീട് ആർക്കും ഇദ്ദേഹത്തെ ആവാഹിച്ച് മാറ്റാനോ
ഒരു സായുജ്യം കൊടുക്കാനോ ഒന്നും ശേഷിയുള്ള ആളുകൾ പിന്നെ വരാണ്ടാവും. ഇനി ഏതെങ്കിലും കാലത്ത് വില്വമംഗല സ്വാമിയെ പോലെ ആരെങ്കിലുമൊക്കെ വരുമ്പോൾ ഇവർക്കൊക്കെ മുക്തി കിട്ടുമെന്ന് വിചാരിക്കാം. എങ്ങനെയാണ് കാവുകളിൽ ദർശനം നടത്തേണ്ടത്? വിശ്വാസിയായാലും പൂജകനാണെങ്കിലും കാവിൻ്റെ ആ ഒരു സംവിധാനത്തിന് ഭംഗം വരാത്ത രീതിയിൽ വേണം ചെയ്യാനായിട്ട്. കാവിൽ കൊണ്ടുപോയി അനാവശ്യമായിട്ട് കർപ്പൂരം കത്തിക്കുക, അനാവശ്യ സ്ഥലങ്ങളിൽ വിളക്ക് വയ്ക്കുക, ഇതൊന്നും കാവിൽ പാടില്ലാത്തതാണ്. കാവ് സന്ധ്യാസമയത്ത് അല്ലെങ്കിൽ ഒരു നിശ്ചിത സമയത്തിന് ശേഷം പോയി തൊഴുക, കാവിൽ കയറുക, കാവ് തീണ്ടുക, ഇതൊന്നും ചെയ്യാൻ പാടില്ലാത്തതാണ്. കാവിൽ ശുദ്ധമായി കുളിച്ച് ഈറനായ വസ്ത്രത്തോടു കൂടി പ്രവേശിക്കുകയും തൊഴുകയും വിളക്ക് വയ്ക്കുകയും ഒക്കെ ചെയ്യാം. ഈ കാവിലെ ആചരണം എല്ലാം തന്നെ ഈ ബ്രാഹ്മണാചരണം വേണമെന്നൊന്നുമില്ല. അതത് തറവാട്ടുകാർക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ, അത് കുടുംബക്കാർക്ക് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇതൊക്കെ അവർ തന്നെയാണ് ഇതൊക്കെ ആചരിക്കേണ്ടതും. പക്ഷേ എല്ലാവർക്കും ഭയമാണ്. ഈ പറഞ്ഞ പോലെ മത്സ്യമാംസാദികളൊക്കെ കഴിക്കുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ അവർക്ക് അതിനകത്ത് ആചരിക്കാമോ എന്നുള്ള മനസ്സിലൊരു ധൈര്യമില്ല. അപ്പോൾ ധൈര്യമില്ലാത്ത ആളുകൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഒരു ചെറിയ കുഴപ്പമുണ്ടാകുമ്പോൾ അവർക്ക് അതിൻ്റെ കുഴപ്പം കൊണ്ടാണോ എന്ന് ധരിക്കും. അത് കൂടുതൽ പാപം ഉണ്ടാക്കും. അപ്പോൾ അതിനേക്കാളൊക്കെ നല്ലത് ഉത്തമനായിട്ടുള്ള ഒരു കർമ്മിയെ വിളിച്ച് തന്നെ ആചരണം നടത്തുകയാണ്. കാവിലെ പൂജ വളരെ പ്രാധാന്യത്തോടു കൂടി നടത്തേണ്ട ഒന്നാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആ കാവിലെ പൂജാപാത്രങ്ങൾ ഇരിക്കാനും അത്യാവശ്യം പൂജ നടത്താനും വേണ്ടുന്ന രീതിയിലുള്ളൊരു വൃത്തി എന്ന് വെച്ചാൽ ഒന്നും അറിയാത്തൊക്കെ രീതിയിൽ ഒന്ന് ചെയ്തു വയ്ക്കാവുന്ന ഒരു സംവിധാനമേ അവിടെ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അല്ലാതെ കാവ് കോൺക്രീറ്റ് ഇടുക, കാവിൻ്റെ തറയിൽ കരിങ്കല്ല് പാവുക, കാവ് വെട്ടിത്തിളയ്ക്കുക, കാവിന് മേൽക്കൂര പണിയുക, ഇങ്ങനെയുള്ള ഒരു കാര്യവും കാവ് ചെയ്യേണ്ട ആവശ്യമില്ല. ആ വൃക്ഷപ്പടർപ്പുകളാണ് ശരിക്കും, അതെല്ലാം ചേർത്താണ്. കാവാണ് ദേവൻ. അവിടെ ആ ഇരിക്കുന്ന സർപ്പവിഗ്രഹങ്ങളോ മൂർത്തിയോ അല്ല പ്രധാനം. ആ കാവിനെ തന്നെയാണ് ദേവനായിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കാവ് വൃത്തിയാക്കാനാണെന്നുള്ള വ്യാജേന കാവിലെ വൃക്ഷങ്ങൾ വെട്ടിവിക്കുക, കാവ് വെട്ടിത്തെളിക്കുക, ഇതൊന്നും ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ല. തൊഴാൻ വരുന്നവരും അത് തന്നെ പാലിക്കണം. ആ കാവ് തന്നെയാണ് ദേവത എന്നുള്ളതുകൊണ്ട് അനാവശ്യമായി കാവ് തീണ്ടാൻ പാടില്ല. കാവിൽ നിന്ന് വെറുതെ അനാവശ്യമായിട്ട് വെള്ളം എടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും ചെയ്തുകൂടെ. കാവിൽ കണ്ട എന്തെങ്കിലും തരത്തിലുള്ള ജീവികളെ കണ്ട അതിനെ ഉപദ്രവിക്കുക, ഇതൊന്നും പാടില്ലാത്തതാണ്. സ്വസ്ഥമായി പോയി തൊഴുക, അവനവൻ്റെ ആവലാദികൾ, അവനവൻ്റെ സങ്കടങ്ങൾ ദേവതയോട് പറയുക, പ്രാർത്ഥിക്കുക. അവനവന് ആ കാവിൽ കുറച്ച് സമയം ഇരുന്ന് ആ കാവിൻ്റെ ആ ഒരു അന്തരീക്ഷത്തിൽ നമ്മളിരുന്ന അനുഭൂതിയെ ഉൾക്കൊള്ളുക. മെഡിറ്റേഷൻ ധ്യാനമൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ കുറച്ച് സമയം ഇരുന്ന് മെഡിറ്റേറ്റ് ചെയ്യുക. ഇതൊക്കെ ചെയ്തിട്ട് അവർ സമാധാനമായി പോവുകയാണ് വേണ്ടത്. ക്ഷേത്രാരാധന പദ്ധതി ഇങ്ങനെയല്ല. ക്ഷേത്രാരാധനാ പദ്ധതിയിൽ അവിടെ ഇരിക്കുന്ന മൂർത്തിയെ നമ്മൾ കണ്ട് അദ്ദേഹത്തെ തൊഴുത് ഈ 2 വീണക്കമ്പികൾ ഒരേപോലെ ഒരേ വൈബ്രേഷനിൽ ഒരേ ഫ്രീക്വൻസിയിൽ നിൽക്കുകയാണെങ്കിൽ ഒന്നിൽ മീട്ടുന്ന രാഗം മറ്റതിലും കേൾക്കും കുറച്ച് കഴിയുമ്പോൾ എന്ന് പറയുന്ന പോലെ നമ്മൾ ആ ശിവം ഭൂത്വാ ശിവം വ്യജയിൽ, ശിവനെ ഭജിച്ച് ശിവനായി തീരാനാണ്. നമ്മൾ ആ ദേവൻ തന്നെ ആവാൻ വേണ്ടിയിട്ടാണ് ആ ക്ഷേത്രത്തിൽ പോകുന്നത്. അപ്പം നമ്മുടെ പുരുഷാർത്ഥങ്ങൾ, അതായത് ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം, ഇങ്ങനെയുള്ള കാര്യങ്ങളെ സാധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ക്ഷേത്രാരാധനാ പദ്ധതി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ധ്യാനം കൊണ്ട് സാധിപ്പിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായപ്പോഴാണ് കലിയുഗത്തോട് കൂടിയിട്ട് ഈ ക്ഷേത്ര പദ്ധതികളെ ആചാര്യന്മാർ വിഭാവനം ചെയ്യുകയും അതിങ്ങനെയാണ് വേണ്ടതെന്ന് തീരുമാനിക്കുകയും ചെയ്തു. അപ്പോൾ അതനുസരിച്ച് ഓരോ മൂർത്തികൾക്കും ഇഷ്ടാനിഷ്ടങ്ങളുണ്ട്. ഇപ്പം ഒരു ശ്രീകൃഷ്ണനായിരിക്കില്ല, എല്ലായിടത്തും ശ്രീകൃഷ്ണൻ ഉണ്ടെങ്കിലും ഒരു സ്ഥലത്തിരിക്കുന്ന ശ്രീകൃഷ്ണന് മറ്റേ ശ്രീകൃഷ്ണനുമായിട്ട് ഒരു ബന്ധവുമില്ല. ഞാൻ പറഞ്ഞ് മനസ്സിലായി. അതായത് വ്യക്തിത്വങ്ങൾ വെവ്വേറെയാണ്. ഇപ്പം ഗുരുവായൂരപ്പന് കദളിപ്പഴം കൊടുക്കണമെങ്കിൽ ഗുരുവായൂരപ്പന് തന്നെ കൊടുക്കണം, അത് അമ്പലപ്പുഴയെ കൊണ്ട് കൊടുത്താൽ പറ്റില്ല. അപ്പം അവിടെ വ്യക്തിത്വമുണ്ട് മൂർത്തിക്ക് ഇഷ്ടാനിഷ്ടങ്ങളുണ്ട്. അതായത് ഒരാളുടെ ഇഷ്ടമല്ല മറ്റേ ആളുടെ ഇഷ്ടം. അപ്പം അവിടെ ഈ ആ ദേവൻ്റെ വ്യക്തിത്വത്തെ അംഗീകരിച്ചിട്ട് വേണം തൊഴാൻ. നിങ്ങൾ അതായത് എല്ലാവരും ചോദിക്കാറുണ്ട്, എൻ്റെ അടുത്ത് നിന്ന് പലരും ചോദിച്ചിട്ടുണ്ട്, ഈശ്വരന് ഇതുവല്ല ആവശ്യമുണ്ടോ? ഈശ്വരന് പാൽപ്പായസം വേണോ? ഈശ്വരന് നമ്മുടെ എന്തെങ്കിലും കൊടുക്കാൻ പറ്റുമോ നമുക്ക്? ബ്രഹ്മാണ്ടം മുഴുവൻ സൃഷ്ടിച്ച് സംരക്ഷിച്ച് സംഹരിച്ച് കൊണ്ടുപോകുന്ന ദേവന് നമുക്ക് എന്തെങ്കിലും കൊടുക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ ഈശ്വരാരാധന, നിങ്ങൾ ഈശ്വരവിശ്വാസിയാണോ ക്ഷേത്രവിശ്വാസിയാണോ എന്നുള്ള ചോദ്യത്തിനാണ് ആദ്യം മറുപടി പറയേണ്ടത്. നിങ്ങൾ ഈശ്വരവിശ്വാസിയാണെങ്കിൽ നിങ്ങൾക്ക് ക്ഷേത്രവിശ്വാസത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് ധ്യാനം ചെയ്യാം, നിങ്ങൾക്ക് ഈശ്വരനെ ഭജിക്കാം, എന്തുകൊണ്ടോ ആവാം. ക്ഷേത്രവിശ്വാസി എന്ന് പറഞ്ഞാൽ ആ ക്ഷേത്രത്തിലിരിക്കുന്ന ദേവന് ഇഷ്ടാനിഷ്ടങ്ങളുണ്ടെന്നും ഞാൻ ആ ദേവൻ്റെ ഒരു ഭക്തനാണെന്നും കരുതി വേണം പോകാൻ. ഒരു മുതിർന്ന കാരണവരെ കാണാൻ പോകുന്നത്. അതുകൊണ്ട് ഗുരുവായൂരപ്പൻ എന്നൊക്കെയല്ലേ വിളിക്കുന്നത്, പേര് കൂട്ടിയല്ലേ, അമ്മ, അച്ഛൻ, മുത്തശ്ശൻ എന്നൊക്കെ കൂട്ടിയല്ലേ ഇവരെ വിളിക്കുന്നത്. അപ്പോൾ അങ്ങനെ പോയി കണ്ട ആ ദേവത അവനവൻ്റെ വേണ്ടപ്പെട്ട ഒരാളാണെന്ന് കരുതി പോയി തൊഴണം. എന്നിട്ട് അവിടുന്ന് കിട്ടുന്ന സാധനം പ്രസാദ ബുദ്ധിയോടെ സ്വീകരിക്കണം. ഇപ്പോൾ കുറച്ച് ഒരു 2 മലരും അല്ലെങ്കിൽ ഒരു നാളികേരപ്പൂളോ എന്തെങ്കിലും ഒന്ന് അവിടുന്ന് പ്രസാദമായിട്ട് കിട്ടി. അപ്പോൾ അതിലൊരു പതിര് കണ്ടു, ഉടനെ അവിടെ ഇതെന്താ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതെന്ന് ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല. ആ പതിരാ കിട്ടിയെങ്കിൽ അത് വാങ്ങിക്കൊണ്ട് പോവുക. എന്ത് കിട്ടുന്നോ അത് പ്രസാദ ബുദ്ധിയോടെ സ്വീകരിക്കണം. നിങ്ങൾക്ക് ആവശ്യമില്ല, സ്വീകരിക്കണ്ട. ദേവനെ കണ്ട് തൊഴുതാൽ ദേവൻ മേശാന്തിയിൽ നിന്ന് തീർത്ഥം വാങ്ങി കുടിച്ച് പ്രസാദം വാങ്ങി തൊടുക, പോവുക. ഇതാണ് ചെയ്യേണ്ടത്. അല്ലാതെ ക്ഷേത്രത്തിന് അനാവശ്യമായ കാര്യങ്ങളിൽ ഒന്നും പാകത്തെന്താ തിരിയുടെ എണ്ണം കൂട്ടിയിട്ടിരിക്കുന്നത്, തിരി കുറച്ചിട്ടിരിക്കുന്നത്, അത് കണ്ടുകൂടാ, ഇത് കണ്ടുകൂടാ, ഇങ്ങനെയുള്ള അഭിപ്രായങ്ങളൊന്നും ഭക്തജനങ്ങൾ പറയാൻ പാടില്ല. ഭക്തജനങ്ങൾക്ക് അതൊന്നും ആവശ്യമില്ല. ഭക്തജനങ്ങളുടെ ജോലി എന്ന് പറയുക വന്ന് തൊഴുക, പ്രസാദം വാങ്ങുക, പോവുക. ഇതാണ് ആവശ്യം.
അത് ഭരിക്കാൻ, അത് നോക്കാൻ, ക്ഷേത്രത്തിലെ കാര്യങ്ങൾ പരിശോധിക്കാനൊക്കെ ആളുകൾ വേറെ ഉണ്ട്. അത് അവർ ചെയ്തോളും. നമ്മൾ അനാവശ്യമായി ചെയ്യുമ്പോൾ ആവശ്യമില്ലാത്ത ഉത്തരവാദിത്തങ്ങൾ അവനവൻ തലയിൽ എടുത്തു വയ്ക്കുന്ന പോലെ ഉള്ള കുഴപ്പങ്ങൾ അവനവന് വരും. കാവുകളുടെ പുനരുദ്ധാരണം എങ്ങനെയാണ് ശരിയായ രീതിയിൽ നടത്തേണ്ടത് ഒന്ന് വിശദീകരിക്കാം. സർപ്പക്കാവുകളുടെ പുനരുദ്ധാരണം എന്ന് പറഞ്ഞാൽ വളരെ കേൾക്കുമ്പോൾ നമുക്ക് നോക്കുമ്പോൾ ഒരു തറ കെട്ടി പണിതു അതിലേക്ക് ഈ ദേവതകളെ എടുത്തു വെച്ചാൽ മതി, അങ്ങനെയല്ല. ഒരു ക്ഷേത്ര പുനരുദ്ധാരണം പോലെ തന്നെ വിശേഷം ആയിട്ടുള്ള കാര്യങ്ങൾ, അതിൻ്റെ ക്രിയകളും ഒക്കെ ഉണ്ട്. ഇപ്പം നമ്മൾ മലയാള താന്ത്രിക പദ്ധതി അനുസരിച്ചിട്ടാണെങ്കിൽ അതിന് വിധിയുണ്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. ആദ്യം നമ്മൾ ആ ദേവതകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കണം. ഏതൊക്കെ ദേവതകളുടെ ബന്ധം അവിടെയുണ്ട്, അവരെങ്ങനെയാണ് അവർക്ക് താല്പര്യം. ചില ദേവതകൾക്ക് വിഗ്രഹമായിട്ട് തന്നെ നമ്മൾ വേണ്ടി വരും. ചിലപ്പോൾ അത് വേണ്ട, ഒരു പീഠം മാത്രം മതിയാവും. ചിലപ്പോൾ അതും വേണ്ടി വരില്ല, വർഷത്തിലൊന്ന് ഒരു വിളക്ക് വെച്ചോ പത്മം ഇട്ടോ അവരെ നേദിച്ച് പൂജിച്ചിട്ടോ. ഉദാഹരണം യക്ഷിവർഗ്ഗങ്ങളൊക്കെ, അവർക്കൊക്കെ ചിലപ്പം ഇങ്ങനെ പ്രതിഷ്ഠയായിട്ടിരിക്കാനൊന്നും താല്പര്യം ഉണ്ടാവില്ല. അപ്പം അവർക്ക് വർഷത്തിലൊരു പാൽപ്പായസോ അല്ലെങ്കിൽ ഒരു കടുംപായസോ അല്ല എന്തെങ്കിലും ഒന്ന്, ഒരു ഗുരുതിയോ എന്തെങ്കിലും ഒന്നായിരിക്കും അവരുടെ ആവശ്യം. ആ ആവശ്യം എന്താണെന്ന് കണ്ടറിഞ്ഞ് അതിന് വേണ്ടുന്ന ആചരണം തീരുമാനിച്ചാൽ മതി. സർപ്പങ്ങൾക്ക് വാർഷികമായിട്ട് 100 പാലോ സർപ്പബലിയോ നമ്മുടെ ശേഷി അനുസരിച്ച് നമുക്ക് തീരുമാനിക്കാം. മറ്റ് ദേവിമാർക്കൊക്കെ തന്നെ പൂജ തീരുമാനിക്കാം. അതിൽ തന്നെ ഈ ഭഗവതിമാർക്കൊക്കെ ആണെങ്കിൽ കലശം, നവകം, 25 കലശം, ഇങ്ങനെയൊക്കെയുള്ള കലശങ്ങളൊക്കെ നമുക്ക് അതിൻ്റെ ശേഷി അനുസരിച്ച് നമുക്ക് തീരുമാനിക്കാവുന്നത്. വാർഷികമായിട്ടുള്ള ഒരു ആചരണമാണ് അത്യാവശ്യം കാവുകൾക്ക് ആവശ്യമുള്ളൂ. അതിൽ തന്നെ ഇനിയിപ്പോൾ പുനഃപ്രതിഷ്ഠ വരുമ്പോൾ അതിൻ്റെ തറ ഒരു കണക്കുണ്ട്. ഈ വിഗ്രഹങ്ങൾ തറയും പീഠവും എല്ലാം പണിയുന്നതിന് കണക്കുകളുണ്ട്. ധ്വജയോനി, സിംഹയോനി, ഇങ്ങനെയൊക്കെ കണക്കുകളുണ്ട്. ആ കണക്ക് ഏതാണെന്ന് മനസ്സിലാക്കി ഏത് ദിക്കിലേക്കാണോ കാവ് വരുന്നത് അതനുസരിച്ച്, ഇപ്പോൾ കിഴക്കോട്ടാണ് കാവ് വരേണ്ടതെങ്കിൽ ഋഷഭയോനിയിലാണ് പണിയേണ്ടത്, പീഠം പണിയേണ്ടത്, വിഗ്രഹങ്ങൾ പണിയേണ്ടത്. പടിഞ്ഞാട്ടാണെങ്കിൽ ധ്വജയോനിയാണ്, തെക്കോട്ടാണ് ഗജയോനിയാണ്. ഇങ്ങനെ ഏത് ദിക്കിലേക്ക് വരുന്നോ അതനുസരിച്ചൊരു കണക്കുണ്ട്. അത് വാസ്തുശാസ്ത്രപ്രകാരമുള്ള കണക്കുകളാണ്. ആ കണക്കുകളെല്ലാം ഈ പ്രകൃതിയായിട്ടുള്ള ലയമാണ് അത്യാവശ്യം. അതിന് വേണ്ടിയിട്ടാണ് ഈ കണക്കുകളും വിഗ്രഹങ്ങളും എല്ലാം ഈ കണക്കൊപ്പിച്ച് പണിയുന്നത്. അതേസമയം നമ്മൾ പുഴയിൽ നിന്നൊരു ഉഴവുശിലെടുത്ത് പ്രതിഷ്ഠിക്കുകയാണെങ്കിൽ കണക്ക് വേണ്ട. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഒരു ഉഴവ് കല്ലെടുത്ത് പ്രതിഷ്ഠിക്കുകയാണെങ്കിൽ ഒരു കണക്കും നോക്കണ്ട. കാരണം എന്താണ്? പ്രകൃതിയായിട്ട് ലയിച്ച് കിടക്കുന്നതാണ്. പക്ഷെ നമ്മുടെ കൈ എന്നാ ഉഴവുശിലെ തൊട്ടൊരു നമ്മൾ ഉളി കൊണ്ടൊന്ന് ചെത്തുന്നോ അതോടുകൂടി അതിൻ്റെ കണക്ക് പോവുകയും പിന്നീട് നമ്മൾ അതിനെ കണക്കിലേക്ക് കൊണ്ടുവരികയും ചെയ്യണം. അപ്പോൾ ഒരു പാറക്കല്ലെടുത്ത് വെക്കുന്ന പോലെയല്ല ഒരു വിഗ്രഹം ഉണ്ടാകും. വിഗ്രഹം ഉണ്ടാകുമ്പോൾ ആ കണക്ക് ഒപ്പിച്ച് തന്നെ പണിയണം. അപ്പോൾ അത്തരത്തിൽ പീഠം പണിയും മേൽക്കൂര വേണ്ടതുണ്ട് വേണ്ടാത്തതുണ്ട് ദേവതകൾ. അത് നോക്കി മനസ്സിലാക്കി പ്രതിഷ്ഠിക്കുക എന്നുള്ളതാണ് അത് ചെയ്യേണ്ടത്. എന്നിട്ട് വാർഷികമായിട്ട് ഒരിക്കലും മുടക്കം വരാത്ത രീതിയിലുള്ള ലളിതമായ ഒരു ആചരണ പദ്ധതി തീരുമാനിക്കണം. അപ്പോൾ എല്ലാ ദിവസവും എല്ലാ ദിവസവും നിവേദ്യവും എല്ലാ മാസവും പൂജയും സർപ്പബലിയും ഒക്കെ തീരുമാനിച്ചാൽ ഇതൊന്നും നടത്തിക്കൊണ്ട് പോകാൻ സാധിച്ചൊന്നുമില്ല. ആദ്യത്തെ ആവേശത്തിന് ചിലപ്പോൾ കുറേ കുടുംബക്കാരെല്ലാം കൂടി ഞങ്ങൾ നടത്തിക്കോളാമെന്ന് പറയും. പിന്നെ ആളുകളുടെ എണ്ണം കുറഞ്ഞു വരും, ഇതിൽ താല്പര്യമുള്ളവരുടെ എണ്ണം കുറഞ്ഞു വരും. അങ്ങനെ വരുമ്പോൾ ഇല്ലാണ്ടാവും. അതിലും നല്ലത് വാർഷികമായിട്ടുള്ള ഒരു ചെറിയ ആചരണ പദ്ധതിയിലേക്ക് ചുരുക്കി കൊണ്ടുപോകുക. എന്തായാലും മുമ്പുണ്ടായിരുന്ന പൂർവാചാര പ്രകാരമുള്ള ആചരണം അല്ലെങ്കിൽ പോലും അത്രയും ദോഷം ഇനി ഈ ചെറിയ ആചരണത്തിലേക്ക് ആക്കിയാൽ പോലും വരാനില്ല. കാലക്രമേണ അത് നന്നായി വന്നോളൂ. പലരുടെയും ഒരു പ്രശ്നമാണ് പ്രാർത്ഥിച്ചിട്ട് ഫലം കിട്ടുന്നില്ല എന്ന്. ഇതിനകത്ത് ഒരു കാര്യം വെച്ചാൽ എന്തുകൊണ്ടാണ് ഫലം വരാത്തത്? ഈ ഫലിക്കാനുള്ള രീതിയിലുള്ള വഴിപാടുകളൊന്നും അല്ല പലരും കഴിക്കുന്നത്. ആദ്യം മനസ്സിലാക്കേണ്ട ആ ദേവനുമായി ബന്ധപ്പെട്ട വഴിപാടുകൾ എന്തൊക്കെയാണ്, നമ്മൾ എന്തിനാണ് ഇതെല്ലാം ചെയ്യുന്നതെന്നാണ്. ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഗണപതി എടുക്കാം. ഗണപതി മൂലാധാര സ്ഥിതനാണ്. മൂലാധാര ചക്രമാണ് ഗണപതിയുടെ സ്ഥലം. മൂലാധാര പൃഥ്വി എന്ന് പറയുന്ന എലമെൻറ്റിൻ്റെ സ്ഥലമാണ്. അതായത് പഞ്ചഭൂതങ്ങളിൽ പൃഥ്വിയാണ് അതിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഹാർഡായിട്ടുള്ള ഒറ്റയപ്പം, ഉണ്ണിയപ്പം പോലുള്ള വഴിപാടുകളാണ് പ്രധാനം. അവിടെ ഗണപതിക്ക് പാൽപ്പായസം നടത്തിയോണ്ടോ ഒരു നെയ്വിളക്ക് വെച്ചതുകൊണ്ടോ ഒന്നും പ്രയോജനമില്ല. നമ്മൾ ആദ്യം മനസ്സിലാക്കണോ എന്തിനാണ് ഗണപതിക്ക് ഹോമമാണ് പ്രധാനം. ഈ നിവേദ്യങ്ങളെക്കാൾ പ്രാധാന്യം ഹോമത്തിനാണ്. അതെന്താണെന്ന് വെച്ചാൽ ഗണപതി എന്നുള്ളത് ഒരു തത്വമാണ്, ഗണാനാം പതിയാണ്. അതായത് ഒരു കൂട്ടത്തിൻ്റെ ലീഡറെയാണ് ഗണപതി എന്ന് വിളിക്കുന്നത്. അതിൽ പഞ്ചഭൂതങ്ങളിൽ അഗ്നിയാണ് ഗണപതി. അതുകൊണ്ടാണ് അഗ്നിയിൽ ഹോമിക്കുന്നത്. അത് മനസ്സിലാക്കാതെയാണ് ആളുകൾ ഇതെന്തിനാണ് അങ്ങനെ ഓരോ ദേവതയുടെ എടുക്കാം നമുക്ക്. ഇപ്പം വിഷ്ണുവിന് പ്രാധാന്യം പാൽപ്പായസമാണ്. അതെന്തുകൊണ്ട് പാൽപ്പായസമായി, എന്തുകൊണ്ട് തുളസിയില പ്രാധാന്യമായി, ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കണം. ഈ മൂലാധാരം തൊട്ട് സഹസ്രാരം വരെയുള്ള ദേവതകൾക്ക് ഓരോരുത്തർക്കും ഓരോ സ്വഭാവ രീതികളും ഓരോ തരത്തിലുള്ള വഴിപാടുകളുമാണ് ഉള്ളത്. അതറിയാതെ ആരെങ്കിലും ഒരു ജ്യോത്സ്യൻ എന്തെങ്കിലും എഴുതി വെച്ചതിൻ്റെ പേരിൽ പല വഴിപാടുകളും നടത്തുന്നുണ്ട് ആളുകൾ. പല ക്ഷേത്രങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. ആ ദേവനുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത വഴിപാടുകൾ, അത് ആവശ്യമില്ലാത്ത വഴിപാടുകൾ നടത്തിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. എന്ന് വെച്ചാൽ എനിക്കിത് നടത്താൻ ശേഷി. നമ്മൾ മനസ്സിലാക്കേണ്ട അവിടെ ഈ വിഗ്രഹങ്ങളെല്ലാം പ്രോഗ്രാംഡാണ്. ഓൾറെഡി അതിലൊരു ഇൻസ്റ്റാൾഡ് ഒരു സംഗതി ഉണ്ട്. അതനുസരിച്ച് അത് പ്രവർത്തിക്കുന്നത്. ഞാൻ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? ഇപ്പം നമ്മുടെ ഇപ്പോൾ ഈ AI റോബോട്ടൊക്കെ വരുന്ന പോലെ അതുപോലെ അന്നത്തെ ഒരു സംവിധാനത്തിൽ ആളുകൾ ആ വ്യക്തിത്വം കൊടുക്കുകയാണ് ദേവന്.
അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആവശ്യങ്ങൾ എന്താണ്, അദ്ദേഹത്തിന് വേണ്ടതെന്നാണ്, അത് കൊടുത്താൽ ഇത് കിട്ടും. ഇതാണ് അതിൻ്റെ കണ്ടീഷൻ. അതൊന്നും അറിയാതെയാണ് പോയി. പിന്നെ ഒരു കണ്ടീഷനും കൂടാതെ ആശ്രയിക്കുന്ന ആളുകളെ ദേവൻ കൈവിടാറൊന്നുമില്ല. ഒരു കണ്ടീഷനും ഇല്ല. എനിക്കൊന്നും തരാനില്ല, ഞാൻ ഇതേ സമർപ്പിച്ചു, അങ്ങനെ പറയുന്നവരെ ദേവൻ നോക്കാറുണ്ട്. അവരുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ സാധിപ്പിക്കാറുണ്ട്. അപ്പം നമ്മുടെ കാഴ്ചപ്പാടിൽ ചിലപ്പോൾ അവർ വലിയ ആൾ അല്ലെങ്കിൽ അവർ നന്നായി നമുക്ക് തോന്നില്ല. അവർക്ക് അവരുടേതായിട്ടുള്ള ആഗ്രഹ ആവശ്യങ്ങളൊക്കെ സാധിച്ചു പോകുന്നുണ്ട്. അവർ സന്തോഷത്തിലാണ് പോകുന്നത്. അപ്പം നമുക്ക് നോക്കുമ്പോൾ ഒരുപാട് ധനം കിട്ടിയിട്ടുണ്ടാവില്ല എന്ന് നമുക്ക് തോന്നും. പക്ഷെ അതൊന്നും ആവശ്യമില്ല അവർക്ക് ആവശ്യമുള്ളതൊക്കെ ദേവൻ കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ? അതായത് നിങ്ങളുടെ ആവശ്യം ന്യായമാണെങ്കിൽ ന്യായമായ കാര്യങ്ങളൊക്കെ നടക്കും. ആവശ്യം അന്യായമായി കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടാവും. 7 മൂർത്തികളെ കുറിച്ചൊന്ന് വിശദീകരിക്കാം. ഇപ്പം ഞാനിപ്പോൾ പറഞ്ഞതിൽ 7 മൂർത്തികൾ: മൂലാധാരത്തിലുള്ള ഗണപതി, സ്വാധിഷ്ഠാനത്തിലുള്ള ശിവൻ, മണിപ്പൂരകത്തിൽ വിഷ്ണു, അനാഹതത്തിൽ ശങ്കരനാരായണൻ, വിശുദ്ധിയിൽ സുബ്രഹ്മണ്യൻ, ആജ്ഞാചക്രത്തിൽ ശാസ്താവ്, സഹസ്രാരത്തിൽ ദുർഗ. ഇതാണ് നമ്മുടെ മലയാള തന്ത്ര വിധാനത്തിൽ. ചെറിയ വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പല സ്ഥലത്തും ഷഡ്ചക്ര നിരൂപണം ചെയ്തെടുത്ത് കണ്ടിട്ടുണ്ടെങ്കിലും ഇതനുസരിച്ചിട്ടാണ് നമ്മൾ മൂർത്തികളെ തീരുമാനിച്ചത്. ആദ്യത്തെ പുസ്തകങ്ങളിലെല്ലാം തന്നെ ഈ 7 മൂർത്തികൾക്കേ ഉള്ളൂ പൂജ. അപ്പോൾ ചോദിക്കും, കാളിയില്ലേ? ഉണ്ട്. ഭദ്രകാളി അധോ മൂലാധാരത്തിലാണ്. മൂലാധാരത്തിനും താഴെയുള്ള ദേവതയാണ്, ഏറ്റവും അടിസ്ഥാന ദേവതയാണ്. ഭുവനേശ്വരി അതിനും മുകളിലാണ്, അതായത് ദുർഗയ്ക്ക് മുകളിലാണ്. ഉപരി സഹസ്രാരത്തിലാണ് ഭുവനേശ്വരിക്ക് സ്ഥാനം കൊടുത്തിരിക്കുന്നത്. അപ്പം അപ്രമേയമായിട്ടുള്ള ആധാരങ്ങളിലും മറ്റ് ദേവതകളുണ്ടെങ്കിലും ഏറ്റവും പ്രാധാന്യത്തോടെ ഈ 7 മൂർത്തികളാണുള്ളത്. അത് പഞ്ചഭൂതങ്ങളിൽ നമ്മളിപ്പോൾ മൂലാധാരത്തിൽ ഗണപതിയാണെങ്കിൽ സ്വാധിഷ്ഠാനത്തിൽ ചക്രത്തിൽ ശിവനാണ്. അത് ജലതത്വമാണ്. അതുകൊണ്ടാണ് അഭിഷേകവും ധാരയും ശിവന് പ്രാധാന്യമായത്. മണിപ്പൂരകത്തിൽ വിഷ്ണുവാണ്. മണിപ്പൂര ചക്രം അഗ്നിയുടെ സ്ഥാനമാണ്. അതുകൊണ്ടാണ് നെയ്വിളക്ക് വിശേഷമായത്. മഞ്ഞ നിറം വിഷ്ണുവിന് വിശേഷമായത്. അനാഹതത്തിൽ ശങ്കരനാരായണനാണ്. ശങ്കരനാരായണന് വിശേഷമായിട്ടുള്ള അർച്ചനകളാണ്, പുഷ്പാഞ്ജലികൾ, അർച്ചനകൾ. കാരണം എന്താണെന്ന് വെച്ചാൽ വായുതത്വമാണ്. പിന്നെ വിശുദ്ധി ചക്രത്തിലാണ് സുബ്രഹ്മണ്യൻ. ആജ്ഞയിൽ സുബ്രഹ്മണ്യൻ്റെ സ്ഥാനം ആകാശതത്വമാണ്. ആജ്ഞയിൽ അഗ്നി തന്നെയാണ് തത്വം, പക്ഷേ അവിടെ ജ്ഞാനമാകുന്ന അഗ്നിയാണ്. നമ്മൾ ഭൗതികമായ അഗ്നിയാണ് മണിപ്പൂര ചക്രത്തിലെങ്കിൽ ജ്ഞാനം എന്ന് പറയുന്ന, വിസ്ഡം എന്ന് പറയുന്ന സാധനമാണ് ആജ്ഞാചക്രത്തിലെ സ്ഥാനം. അതുകൊണ്ടാണ് അവിടെ ശാസ്താവ് ചിന്മുദ്ര പിടിച്ചിരിക്കുന്നത് വെറുതെ അല്ല. ഈ വിസ്ഡത്തിൻ്റെ പ്രതീകമാണ് ഈ ചിന്മുദ്ര എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ശാസ്താവിനവിടെ സ്ഥാനം. ശാസ്താവ് ഗുരുവായിട്ടിരിക്കാൻ കാരണം ഈ ശബരിമല വ്രതത്തിലെല്ലാം ഗുരുസ്വാമിമാർക്ക് പ്രാധാന്യം വരുന്നത്. ഗുരു എന്നുള്ള സങ്കല്പം ഉള്ളത് ശാസ്താവിനാണ് അവിടെ ആജ്ഞാചക്രത്തിൽ. അതിന് മുകളിൽ ദുർഗ. ഇതാണ് സപ്തമൂർത്തി സങ്കല്പം. ഈ മൂർത്തികൾക്കാണ് ആദ്യമേ പൂജ ചിട്ടപ്പെടുത്തിയതും പൂജയെ ക്രമീകരിച്ചതും എല്ലാം. നമ്മുടെ ആധാരചക്രങ്ങളെ ബേസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇതെല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. വളരെ ശാസ്ത്രീയമായിട്ട് ആളുകൾ ചിട്ടപ്പെടുത്തി. അന്നത്തെ ആചാര്യന്മാർ വളരെ സങ്കീർണമായ സാധനത്തെ വളരെ ലളിതമായിട്ട് വെച്ചിരിക്കുകയാണ്. ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒന്നും അറിയാതെ ഒരു ഭക്തൻ പോയി തൊഴുന്നു. ഇപ്പോൾ ഒരു ഗണപതിയെ തൊഴുന്നതോ, ഒരു സുബ്രഹ്മണ്യന് ഒരു വഴിപാട് നടത്തുന്നോ, അല്ലെങ്കിൽ ഒരു ഭഗവതിക്ക് ഒരു പുഷ്പാഞ്ജലി നടത്തുന്നോ, ഇതൊക്കെ നടത്തുന്നത് ഇതൊന്നും അറിയാതെയാണ്. പക്ഷെ അറിയാതെ തന്നെ അവർ ആ ദേവതയെ ആശ്രയിക്കുകയും ആ ദേവതയിൽ നിന്നുള്ള ഫലം ഉണ്ടാവുകയും ആ പ്രസാദം കഴിക്കുമ്പോൾ അവർക്ക് അതുകൊണ്ട് എന്താണോ അവരുടെ ശരീരത്തിൽ സംഭവിക്കേണ്ട ആ മാറ്റങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ 90% എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഭക്തജനങ്ങൾ നിർബന്ധം പിടിക്കുകയാണ്. അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് ദേവനെ ചിട്ടപ്പെടുത്തേണ്ട അവസ്ഥ വരിക. ഇപ്പം പാടില്ലാത്ത പുഷ്പങ്ങൾ കൊണ്ടുവരികയാണ്. പാടില്ലാത്ത പുഷ്പങ്ങൾ എന്ന് പറഞ്ഞാൽ വിരുദ്ധമായിട്ടുള്ള പുഷ്പങ്ങൾ, ദേവന് ചേരാത്ത പുഷ്പങ്ങൾ കൊണ്ടുവന്ന് അത് ചാർത്തണം. ഞങ്ങളുടെ അമ്പലത്തിൽ അത് പണ്ട് പതിവുണ്ടായിരുന്നു എന്ന് പറയും. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഗണപതിക്ക് തുളസി അത്ര പ്രാധാന്യമല്ല. ഗണപതിക്ക് ഏറ്റവും വിശേഷം എന്ന് പറയുന്നത് ചെത്തിപ്പൂവാണ്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ മൂലാധാരത്തിന് 4 ദളങ്ങളാണ്. മൂലാധാരത്തിൻ്റെ നിറം ചുവപ്പാണ്. ചെത്തിപ്പൂ നോക്കിയാൽ നിങ്ങൾ എങ്ങനെയായിരിക്കുന്നത്? ദുർഗയ്ക്ക് ഏറ്റവും വിശേഷം താമരയാണ്. കാരണം എന്താണ്? സഹസ്രാര പത്മമാണ്. താമരയായിട്ട് തന്നെയാണ് സങ്കല്പം. അതുകൊണ്ടാണ് ദുർഗയ്ക്ക് താമര വിശേഷം. ഇതെല്ലാം ഈ ദേവതകളെല്ലാം തന്നെ അക്ഷരമയമാണ്. ഓരോ ദേവതകളും അക്ഷരമയമാണ്. ഈ മൂലാധാരം മുതൽ ആജ്ഞ വരെയുള്ള ചക്രങ്ങളിലെ ദളങ്ങളുടെ എണ്ണം എടുത്താൽ 50ആണ്. 50 അക്ഷരങ്ങൾ യഥാക്രമം അതിൽ സ്പന്ദിക്കുകയാണ്. മുഴുവൻ പറഞ്ഞു പോകാനുള്ള സമയമില്ല. പിള്ളമ്മും ക്ഷമ്മുമാണ് ഇവിടെ സ്പന്ദിക്കുന്നത് ആജ്ഞയിൽ. അങ്ങനെ ഓരോ അക്ഷരങ്ങളും ഓരോരോ ദളങ്ങളിൽ സ്പന്ദിക്കുകയാണ്. അപ്പോൾ അക്ഷരമയം തന്നെയാണ് ശരീരം. അതുകൊണ്ടാണ് അക്ഷരത്തെ ബ്രഹ്മമായിട്ട് കണക്കാക്കാൻ കാരണം. ഈ അക്ഷരങ്ങളുടെ 20 ആവർത്തനാണ് സഹസ്രാരം. അപ്പോൾ എത്രയായി? 1000. അതുകൊണ്ടാണ് സഹസ്രാര പത്മം, സഹസ്ര ദളങ്ങൾ ഉള്ള പത്മം എന്ന് പറയാൻ കാരണം അതാണ്. അപ്പോൾ അതിന് ഈ അക്ഷരമയമായതുകൊണ്ട് തന്നെ ഓരോ മന്ത്രത്തിൻ്റെ ഉച്ചാരണത്തിലും ഓരോ ശബ്ദങ്ങൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതത് ദേവതകൾക്കാണ് ആ വൈബ്രേഷൻ ഉണ്ടാകുന്നത്. ലളിതമായിട്ടുള്ളൊരു വാക്ക് കാ എന്ന് പറഞ്ഞാൽ പര എന്നർത്ഥം.
കായിൽ തുടങ്ങുന്ന മന്ത്രങ്ങൾ ഒരുപാടുണ്ട്. ഇപ്പോൾ ശ്രീവിദ്യാമന്ത്രമൊക്കെ തുടങ്ങുന്നത് കായിലാണ്. കാ എന്നുള്ള വാക്ക് തന്നെ പര എന്നാണ് അർത്ഥം. അങ്ങനെ ഓരോ ദേവതയ്ക്കും ഓരോ രം അഗ്നിയാണ്. അഗ്നി മണിപ്പൂര ചക്രത്തിലാണ് രമ്മിന് സ്ഥാനം. അതുകൊണ്ടാണ് രാമൻ സൂര്യകുല വംശജനായത്. മണിപ്പൂരം എന്ന് പറഞ്ഞാൽ സോളാർ പ്ലക്സസ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. അതിന് ബന്ധം സൂര്യനുമായിട്ടാണ്. അപ്പം ഓരോ ചക്രങ്ങൾക്കും ഓരോ മന്ത്രങ്ങൾക്കും ഓരോ ദേവതകളുമായിട്ട് ബന്ധമുണ്ട്. ശരീരം തന്നെയാണ് അക്ഷരമയമാണ് ശരീരം. അതുതന്നെയാണ് ഈ നമ്മൾ കാണുന്ന പ്രപഞ്ചവും. ഇതാണ് ദേവതകളായിട്ടുള്ള ബന്ധം. ഈ കാവിൽ ധാരാളം വൃക്ഷങ്ങൾ നമ്മൾ നട്ടുപിടിപ്പിക്കാറുണ്ട്, അല്ലെങ്കിൽ വളർന്നു വരാറുണ്ട്. അവിടുത്തെ പ്രധാനപ്പെട്ട വൃക്ഷങ്ങൾ. ഒരു കാവ് ഒരാൾ വെച്ച് പിടിപ്പിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ ചോദിക്കുകയാണെങ്കിൽ അവിടെ നിർബന്ധമായിട്ടും വെക്കേണ്ട വൃക്ഷങ്ങളുണ്ട്. അതൊരു കൂവളം, പാല, ഇലഞ്ഞി, കാഞ്ഞിരം, വള്ളിക്കാഞ്ഞിരം, പിന്നെ ചിറ്റമൃത വള്ളികൾ, കറുക, ഇത്തരത്തിലുള്ള വൃക്ഷങ്ങളെല്ലാം കാവുകൾ, മഞ്ചാടി, ഇതൊക്കെ ഉപയോഗിക്കാറുണ്ട്, എല്ലാം നട്ടുപിടിപ്പിക്കാറുണ്ട്. പിന്നെ നന്ദ്യാർവട്ടം, മന്ദാരം പോലെയുള്ള ഇത് സ്വാഭാവികമായിട്ടുള്ളൊരു ആവാസ വ്യവസ്ഥ അവിടെ ഉണ്ടായി വരും. നമ്മൾ കുറച്ച് വൃക്ഷങ്ങളെ വെക്കേണ്ട ആവശ്യമുള്ളൂ. പിന്നെ അത് പതിയെ നല്ല പിന്നെ പെട്ടെന്ന് പെടന്നു വീഴുകയും ക്ഷേത്രങ്ങൾ ഈ കാവിലെ വിഗ്രഹങ്ങൾക്കോ മൂർത്തികൾക്കോ അത് ബിംബങ്ങൾക്കോ പീഠത്തിനോ കേടുപാട് വരുന്ന രീതിയിലുള്ള പന പോലുള്ള പരമാവധി ഒഴിവാക്കണം. ഈ വലിയ പനയൊക്കെ ഉണ്ടായി വരും. അപ്പോൾ അതൊക്കെ നമ്മൾ വിചാരിച്ചാൽ കൂടിയും ചിലപ്പോൾ അത് നിർത്താനൊന്നും പറ്റില്ല. കാരണം അതിങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. കാവ് വെട്ടാനൊന്നും പറ്റില്ല. പക്ഷെ എന്നാലും ബോധപൂർവ്വം വെച്ച് പിടിപ്പിക്കുമ്പോൾ ഇത്രയും വൃക്ഷങ്ങളെങ്കിലും വെച്ച് പിടിപ്പിക്കണം. അതിനെന്തെങ്കിലും പ്രാധാന്യം പറയുന്നുണ്ടോ? ഒരു എല്ലാ വൃക്ഷങ്ങൾക്കും പൂക്കൾക്കും എല്ലാം അതത് ദേവതകളുമായിട്ടും എല്ലാം ബന്ധമുണ്ടല്ലോ. അതനുസരിച്ചിട്ടാണ് എന്ത് ദേവതയാണോ കാവുകളിലെ ദേവതകൾക്ക് ഏറ്റവും വിശേഷകരമായി തോന്നുന്ന വൃക്ഷങ്ങളാണ് ഈ പറഞ്ഞതൊക്കെ. ഇലഞ്ഞി പോലുള്ളതൊക്കെ, പിച്ചകം, ഇലഞ്ഞി, മന്ദാരം, ചെമ്പകം, ഇതൊക്കെ. ഗണപതി ഹോമത്തെക്കുറിച്ചും ഭഗവതീയ സേവയെക്കുറിച്ചും ഒന്ന് വിശദീകരിക്കാമോ? ഗണപതി ഹോമം ഭഗവത് സേവ ഒരു കോമ്പിനേഷനായിട്ടാണ് പറയാറ്. കാരണം എന്താണെന്ന് വെച്ചാൽ മൂലാധാര ചക്രത്തിലെ ദേവതയാണ് ഗണപതി, സഹസ്രാരത്തിലെയാണ് ദുർഗ. അപ്പോൾ തന്നെ ആധാര ചക്രങ്ങളെല്ലാം തന്നെയും അവിടെ വന്നു. അതുകൊണ്ടാണ് ഭഗവത് സേവയ്ക്ക് ഗണപതി ഹോമം ഭഗവത് സേവ എന്ന് പറയാൻ കാരണം. അപ്പോൾ ചെറിയൊരു ശ്രീചക്ര പൂജയുടെ ലഘുപതിപ്പാണ് ഗണപതി ഹോമം ഒരു ഭഗവത് സേവ. ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, ഈ ഗണപതി എന്ന് വെച്ചാൽ ഒരു തത്വമാണ്, ഗണാനാം പതിയാണ്. ഗണപതി ഹോമത്തിൽ സർവ്വദേവതാ പ്രീതി ഉണ്ടാവും. അതിന് കാരണം എന്ന് വെച്ചാൽ സാധാരണഗതിയിൽ ഇപ്പോൾ ഒരു ശിവൻ ഒരു ഹോമം കഴിക്കുമ്പോൾ അവിടെ വൈഷ്ണവ മന്ത്രങ്ങളോ അല്ലെങ്കിൽ മറ്റു മന്ത്രങ്ങളോ കൊണ്ട് നമ്മൾ കഴിക്കാറില്ല. പിന്നെ അതിന് അന്യമന്ത്ര യജനം, അന്യദേവതാ യജനം എന്നൊക്കെ പറയുന്ന ദോഷത്തെ അവിടെ ആരോപിക്കും. ഇങ്ങനൊരു കുഴപ്പമുണ്ട്. പക്ഷേ ഗണപതി ഹോമത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് മുക്കൂറ്റിയും ചെത്തിപ്പൂവും ഹോമിക്കുന്നത് ഭഗവതിക്കാണ്. അതുപോലെ തന്നെ നാളികേരപ്പൂള് വരുന്നത് ഗായത്രിക്കാണ് ഹോമിക്കുക. പക്ഷവ്യത്യാസങ്ങളുണ്ടെങ്കിൽ പോലും പിന്നെ എള്ള് ഹോമിക്കുക പഞ്ചാക്ഷരി കൊണ്ടും അഷ്ടാക്ഷരി കൊണ്ടും എള്ള് ഹോമിക്കാറുണ്ട്. നെല്ല് ഹോമിക്കുന്നത് കുബേരനാണ്. മൂക്കൻ ചിരട്ടകൾ ഹോമിക്കുന്നത് വരുണനാണ്. വരുണനും ഇന്ദ്രനുമാണ്. അതായത് കണ്ണുള്ള ചിരട്ടയും മൂക്കുള്ള ചിരട്ടയും. ഇങ്ങനെ പല ദേവതകൾക്കായിട്ടാണ് ഹോമിക്കുന്നത്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഗണാനാം പതിയാണ്. ഒരു കൂട്ടത്തിൻ്റെ ലീഡറെ വിളിക്കുന്ന പേരാണ് ഗണപതി. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ദേവിമാരിൽ പാർവതിയാണ് ഗണപതി, ദേവസേനയിൽ സുബ്രഹ്മണ്യൻ ഗണപതിയാണ്, ശിവൻ്റെ ഭൂതഗണങ്ങളിൽ നമ്മൾ പറയുന്ന വിനായകനാണ് ഗണപതി. അങ്ങനെ ത്രിമൂർത്തികളിൽ മഹാദേവൻ തന്നെയാണ് ഗണപതി. യക്ഷന്മാരിൽ കുബേരനാണ് ഗണപതി. ഇങ്ങനെ ഗണാനാം പതി ആരാണോ അവരെയാണ് നമ്മൾ ഗണപതി എന്ന് വിളിക്കുന്നത്. ഗണപതി ഒരു തത്വമാണെന്ന് ആദ്യം മനസ്സിലാക്കണം. ഒരു സങ്കല്പം കൊടുത്തിരിക്കുന്ന വിനായകൻ എന്നുള്ള സങ്കല്പം മാത്രമല്ല, അല്ലാതെ ഗണപതിക്ക് ഒരുപാട് സങ്കല്പങ്ങളുണ്ട്. അതുകൊണ്ടാണ് പഞ്ചഭൂതങ്ങളിൽ അഗ്നിയാണ് ഗണപതി. അതുകൊണ്ടാണ് ഹോമമായിട്ട് കഴിക്കുന്നത്. പിന്നെ ഭഗവതി സേവ. അപ്പോൾ നമ്മൾ ആധാരചക്രങ്ങളെല്ലാം തന്നെയും നമുക്ക് പൗഷ്ടികമായിട്ട് അല്ലെങ്കിൽ പുഷ്ടിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ക്രിയകൾ കഴിക്കുന്നത്. ഭഗവതി സേവയ്ക്ക് വേറൊരു പ്രാധാന്യം കൂടിയുണ്ട്. നമ്മുടെ പരദേവത ആചരണത്തിൻ്റെ ഭാഗം കൂടിയാണ് ഭഗവതി സേവ. എന്താണെന്ന് വെച്ചാൽ നമുക്ക് വിസ്മൃതിയിലായിപ്പോയ ദേവതകളുണ്ടാവും. ആ ദേവതകൾ ഏത് ദേവതയാണെങ്കിലും അവരുടെ ശക്തിവിശേഷം ദുർഗയായതുകൊണ്ട് തന്നെ ദുർഗാഭാവത്തിൽ നമ്മൾ അവരുടെ ശക്തി ആവാഹിച്ച് പൂജിച്ച് പായസം നിവേദിച്ച് സഹസ്രനാമവും നമുക്ക് യോജിച്ച പുഷ്പാഞ്ജലികൾ, സഹസ്രനാമം അതുപോലെ വേദസൂക്തങ്ങൾ ഇതൊക്കെ പുഷ്പാഞ്ജലി ചെയ്ത് ഭഗവതിയെ പ്രസാദിപ്പിക്കുക. ഇതാണ് ഭഗവതി സേവയുടെ ഒരു ആചരണം. എന്താണ് ഈ പരദേവത എന്ന് പറയുന്നത്? പരദേവത ഭരദേവതയാണ്. അവനെ ഭരിക്കുന്ന ദേവത കൂടിയാണ്. അതിന് മുകളിലൊരു ദേവതയില്ല എന്നുള്ള അർത്ഥത്തിലും പരദേവത. ഭരദേവത നമ്മളെ ഭരിക്കുന്ന ദേവത. ഓരോ കുലങ്ങൾക്കും ഗോത്രങ്ങൾക്കും എല്ലാം ഒരു ദേവത ആ കുലങ്ങൾക്ക് കൽപ്പിച്ചിട്ടുണ്ട്. അതായത് ചരിത്രാതീത കാലം മുതലേ അവർ ആചരിച്ചിരുന്ന കൂടുതലും ഭഗവതിമാരാണ് ഇപ്പം കണ്ടിരിക്കുന്നത് പരദേവതയായിട്ട്. പിന്നെ ശാസ്താവ്. ആ ദേവതകൾ നമ്മുടെ കൂടെ ഉണ്ടവർ, നമ്മൾ തന്നെയാണ് അവർ. നമ്മുടെ എത്ര മാറ്റിയാലും നമുക്ക് മാറ്റാൻ സാധിക്കാത്ത വിധത്തിലുള്ള നമ്മുടെ ജീനുമായി കലർന്നു പോയ ദേവതകൾ.
അവരുടെ ആചരണമാണ് ഏറ്റവും വിശേഷം. അവരെ ആചരിക്കാതെ നമ്മൾ എന്താചരിച്ചുകൊണ്ടും പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. പരദേവതാ പ്രീതിയാണ് ഏറ്റവും അത്യാവശ്യം വേണ്ടത്. പിതൃക്കൾക്ക് അല്ലെങ്കിൽ നമ്മുടെ പൂർവികർക്ക് പ്രാധാന്യം കൊടുക്കണമെന്ന് പറയാറുണ്ട്. എന്തുകൊണ്ടാണത്? അവനവൻ്റെ പരദേവതയും പിതൃക്കളും പ്രീതിയിലാണെങ്കിൽ ഒരു ക്ഷേത്രത്തിൻ്റെയും ദർശനം ആവശ്യമില്ല. അതെല്ലാം നിങ്ങൾക്കുണ്ടാവേണ്ട എല്ലാ ഗുണങ്ങളും പരദേവതാ പിതൃക്കളുടെ ആചരണത്തോടു കൂടി സംഭവിക്കും. പിന്നെ ഉള്ളതെല്ലാം അഡീഷനാണ്, മറ്റ് കാര്യങ്ങളെല്ലാം തന്നെ. പിന്നെ നമുക്ക് കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. നമ്മുടെ ഗ്രാമദേവത, കുലദേവത, പ്രത്യേകിച്ച് ഗ്രാമദേവത നമ്മൾ സംരക്ഷിക്കാൻ, ആ ഗ്രാമത്തിൽ താമസിക്കുന്നിടത്തോളം കാലം നമ്മൾ സംരക്ഷിക്കാമെന്ന് വാക്ക് കൊടുത്തിട്ടുള്ള ദേവതകളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ അത് വേണ്ടുന്നതൊക്കെ ചെയ്തു കൊടുക്കണം. ഉദാഹരണം പറഞ്ഞാൽ എൻ്റെ കയ്യിലൊരു 100 ഏക്കർ സ്ഥലം പാട്ടത്തിനെടുത്തുകൊണ്ട് അത് വൈക്കത്തപ്പൻ്റെ ആണെന്ന് വയ്ക്കാം. വർഷം തോറും ഞാൻ പോയി പറയണം, നിർബന്ധമാണ്. ഞാൻ അവിടുന്ന് എന്തെങ്കിലും തരത്തിലുള്ള, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ എല്ലാ ഉച്ചപൂജയ്ക്കുള്ള ഒരു നേരത്തെ പടച്ചോറ് എൻ്റെ അവകാശമായിട്ട് തന്നിരിക്കുകയാണ്. അതിന് പകരം എന്നോട് പറഞ്ഞിരിക്കുന്നത് അതിന് പകരം ദീപാരാധന സമയത്ത് അതിന് മുമ്പായിട്ടൊരു മാല കെട്ടി കൊടുക്കണം എന്നാണ്. കൊടുക്കേണ്ടതാണെങ്കിൽ കൊടുക്കണം, അതിൽ തർക്കമൊന്നുമില്ല. അത് ആചരിച്ചേ പറ്റൂ. അപ്പോൾ അത് എനിക്ക് ചെയ്യാൻ പറ്റാണ്ട് വന്നാൽ അതിന് തുല്യമായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഞാൻ അവിടെ ചെയ്യണം. അല്ലെങ്കിൽ അത് എല്ലാ കാലത്തും ഒരു കടമായിട്ട് നമുക്ക് ദേവഋണം എന്ന് പറയും, ദേവനോട് കടപ്പെടുക. ഋഷിഋണം, ഋഷിമാരോട് കടപ്പെടുക. പിതൃഋണം, പിതൃക്കളോട് കടപ്പെടുക. ഇങ്ങനെ ഉള്ള ഋണങ്ങളെല്ലാം പരിഹരിക്കണം. ആ ഋണങ്ങൾ പരിഹരിച്ച്, ഈ കടപ്പാടുകൾ പരിഹരിച്ച് പോകണം. അവിടെയാണ് ഒരു മനുഷ്യൻ്റെ ധർമ്മം എന്ന് പറയുന്നത്. അതാണ് നമ്മൾ എന്തൊക്കെ ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്. പ്രകൃതിയിൽ നിന്ന് നമ്മൾ സ്വീകരിക്കുന്നതിൻ്റെ അത്ര തന്നെയെങ്കിലും നമുക്ക് കൊടുക്കാൻ സാധിച്ചാലേ നമ്മൾ മനുഷ്യനായിട്ടിരിക്കാൻ യോഗ്യനായിട്ടുള്ളൂ. നമ്മൾ പ്രകൃതിയിൽ നിന്ന് സ്വീകരിക്കുകയും നമ്മൾ അങ്ങോട്ടൊന്നും കൊടുക്കാതിരിക്കുകയും ചെയ്താൽ നമ്മൾ അസുരനാണ്. സംശയമൊന്നുമില്ലാത്ത കാര്യമാണ്. നമ്മൾ ഈ ശ്വസിക്കുന്ന വായു, ഇതിനൊന്നും ഒരു മരം പോലും വെച്ച് പിടിപ്പിക്കാൻ തയ്യാറല്ലാത്ത ആളുകൾ, ഇങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ എന്ന് വെച്ചാൽ അസുരന്മാരായിട്ട് തന്നെ കണക്കാക്കണം. അതേസമയത്ത് എന്തൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടോ അതിൻ്റെ എല്ലാം 10 മടങ്ങ് അല്ലെ 1000 മടങ്ങ് നമ്മൾ തിരിച്ചു കൊടുക്കാൻ തയ്യാറാണോ? നിങ്ങൾ ദേവനാണ്, അവിടെ നിങ്ങൾ ആചരിക്കുന്നുണ്ടോ, നിങ്ങളുടെ ദേവതയെ പൂജിക്കുന്നുണ്ടോ, നിങ്ങൾ ഈശ്വരവിശ്വാസിയാണോ, നിങ്ങൾ സസ്യാഹാരിയാണ്, ഇതൊന്നും അവിടെ ബാധകമല്ല. പിന്നെ ഇതെല്ലാം പ്രകൃതി ആരാധനയാണ്. നിങ്ങളൊരു കാവുകൾ വെച്ച് പിടിപ്പിക്കുന്നവർ, മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നവർ, ഇവരൊക്കെ ഉണ്ട്. അങ്ങനെയുള്ളവർക്കൊക്കെ ഈ പരദേവതാ പ്രീതിയൊക്കെ സ്വാഭാവികമായിട്ട് വന്നു ഭവിക്കുന്നുണ്ട്. കാരണം പ്രകൃതിയാണ് എല്ലാം. എല്ലാം വന്ന് പ്രകൃതിയിലാണ് അവസാനിക്കുന്നത്. പ്രകൃതിയെ സംരക്ഷിക്കുക, ആ ബോധം നമുക്കുണ്ടെങ്കിൽ ഇതൊന്നും പ്രശ്നമല്ല. നമുക്കൊരു തകർച്ച സംഭവിക്കുമ്പോഴേ നമ്മൾ പോയി നോക്കിക്കുമ്പോൾ അല്ലെങ്കിൽ ജ്യോതിഷത്തിനൊക്കെ ചെല്ലുമ്പോൾ പറയും പിതൃകോപമുണ്ട് അല്ലെങ്കിൽ പരദേവത ദോഷമുണ്ടെന്നൊക്കെ പറയും. ഈ മരിച്ചുപോയ ആളുകൾ ശരിക്കും നമുക്ക് ദോഷമായിട്ട് വരുമോ? മരിച്ചുപോയ ആളുകളാണോ പിതൃക്കൾ എന്നൊരു ചോദ്യമാണ് പ്രധാനമായിട്ട് ഇപ്പോൾ ചോദിച്ചത്. പിതൃക്കൾ എന്ന് പറഞ്ഞാൽ, പിതൃവർഗം എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദേവതകളെ പോലെ തന്നെയാണ്. ഒരു പുഷ്പുൾ ട്രെയിൻ വിചാരിക്കുക, അതിൽ വലിക്കുന്ന എഞ്ചിനും തള്ളുന്ന എഞ്ചിനും ഇല്ലേ? ആ തള്ളുന്ന എഞ്ചിനാണ് പിതൃ, വലിക്കുന്നത് ദേവതകളാണ്. അപ്പം ഈ എങ്ങനെയാണ് ഒരു പിതൃ ഒരു മരണത്തോടെ എന്ത് സംഭവിക്കും, അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഒരാൾ മരിച്ചു കഴിയുമ്പോൾ ശരീരം ദ്രവിക്കും അല്ലേ? പ്രാണന്മാരെല്ലാം പുറത്തു പോകും. നട്ടല് പൊട്ടുമ്പോൾ അവസാനത്തെ പ്രാണനായിട്ടുള്ള ധനഞ്ജയനും കൂടി പുറത്തു പോകും. അത് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? മരണത്തോടെ പിന്നെ ആത്മാവ് സനാതനമാണ്, സത്യമാണ്, നിർമുക്തമാണ്. അത് എവിടെയും അതിനെ അറ്റാച്ച് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ആത്മാവ് ആ സെക്കൻഡ് സ്വതന്ത്രമായി പോകും. സെക്കൻഡ് എന്നൊന്നും പറയാനില്ല, അതിന് ആ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ തന്നെ അത് സ്വതന്ത്രമായി. അത് പണ്ടേ സ്വതന്ത്രമാണ്, അതെവിടെയും ഇല്ല, അറ്റാച്ച്ഡ് അല്ല. പിന്നെ നിലനിൽക്കുന്ന സൂക്ഷ്മ ശരീരമാണ്. മനസ്സ് ബുദ്ധി ചേരുന്നതിനെ ചിത്തം എന്ന് വിളിക്കും. ഈ ചിത്തത്തോടു കൂടി സൂക്ഷ്മ ശരീരങ്ങൾ നിലനിൽക്കും. അപ്പോൾ വിചാരങ്ങൾ, സകല സാധനങ്ങളും ഈ ശരീരത്തിനുണ്ടാവും, സൂക്ഷ്മ ശരീരത്തിന്. ഈ സൂക്ഷ്മ ശരീരത്തിൻ്റെ അവസ്ഥയ്ക്ക് പ്രേതാവസ്ഥ എന്നാണ് പറയുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സങ്കടം വരും, ശരീരം ഇല്ലാത്തതുകൊണ്ട് കരയാൻ പറ്റില്ല. മനസ്സും ബുദ്ധി അതിനോട് ചേർന്നിട്ടുണ്ട്. സകല സാധനങ്ങളും അനുഭവിക്കേണ്ടി വരും. പക്ഷേ ശരീരം ഇല്ലാത്തതുകൊണ്ട് ഒന്നും, ഇപ്പം നമുക്ക് ശരീരം ഉള്ളതുകൊണ്ടാണ് കുറേ നമുക്ക് താങ്ങാൻ പറ്റുന്നത്. ഉദാഹരണം പറഞ്ഞാൽ ഒരു സന്തോഷം വരുമ്പോൾ ചിരിക്കുന്നുണ്ടല്ലോ, ആ ചിരിക്കാൻ പറ്റാത്തൊരു സാഹചര്യം വിചാരിച്ചു നോക്കി. സങ്കടം വരുന്നു, കരയാൻ പറ്റുന്നില്ല. ഈ അവസ്ഥയാണ് ഈ പ്രേതാവസ്ഥ എന്ന് പറയുന്നത്. ഈ പ്രേതമുക്തി വരുത്തലാണ്. പ്രേതമുക്തി വന്നാൽ പിന്നെ പിതൃവാണ്. പ്രേതമുക്തി വരുത്താന്ന് വെച്ചാൽ ഈ അവസ്ഥയിൽ നിന്ന് ഈ സൂക്ഷ്മ ശരീരത്തെയും കൂടെ വിഘടിപ്പിച്ച് ഈ ബോധത്തെ പ്രപഞ്ചബോധമായിട്ട് ലയിപ്പിക്കണം. അതിനാണ് സംസ്കാരക്രിയകൾ മുഴുവൻ നമ്മൾ ചെയ്യുന്നത്. അതിന് നമ്മൾ സാധാരണ ചെയ്യുക, മരണശേഷം 10 ദിവസത്തെ ബലികൾ കൊണ്ട് നമ്മളൊരു ചെറിയൊരു ശരീരത്തെ, ഒരു മാധ്യമത്തെ നമ്മൾ കൽപ്പിച്ച് ഇവർക്ക് 10 ദിവസങ്ങളിലെ അംഗങ്ങളെല്ലാം കൊടുത്ത് ഒരു സൂക്ഷ്മ ശരീരം ഉണ്ടാക്കി 13ാമത്തെ അല്ലെങ്കിൽ 16ാമത്തെ ദിവസം അടിയന്തര ക്രിയയിലൂടെ ലയിപ്പിക്കുകയാണ്. പിന്നെ ഇവർ പിതൃവായി 1 വർഷം കഴിഞ്ഞാൽ. കാരണം എന്താ വെച്ചാൽ 1 വർഷത്തെ കണക്ക് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ ഈ വ്യാഴവുമായി ബന്ധപ്പെട്ടാണ് ഈ പിതൃക്കളെല്ലാം കണക്കാക്കുന്നത്. വ്യാഴവും
ഈ വ്യാഴത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ദിവസം എന്ന് പറയുന്നത് നമ്മുടെ ഒരു വർഷം എന്ന് പറയുന്നതാണ് വ്യാഴത്തിലെ ഒരു ദിവസം. അപ്പോൾ ഒരു 12 വർഷം ആണ് വ്യാഴത്തിലെ നമ്മുടെ 12 വർഷമാണ് വ്യാഴത്തിൻ്റെ ഒരു വർഷം. അപ്പോൾ അങ്ങനെ കണക്കാക്കുമ്പോൾ ഈ പിതൃക്കൾക്കെല്ലാം വാർഷികമായിട്ടുള്ള ആചരണമാണ്. ഒരു വർഷം കഴിയുമ്പോൾ ഇവർ പിതൃവായി എന്നാണ് സങ്കല്പം. ഇവരുടെ ഈ പറഞ്ഞ അവസ്ഥയെല്ലാം മാറി അവർ പിതൃമണ്ഡലത്തിലേക്ക് ലയിച്ചു. ഈ പിതൃമണ്ഡലം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മനസ്സുമായി ബന്ധപ്പെട്ടാണ്. എന്ന് എനിക്ക് മനസ്സുമായിട്ടുള്ള ഈ പിതൃക്കളുമായിട്ടുള്ള അറ്റാച്ച്മെൻറ്റ് എന്ന് വിടുന്നു എന്ന് ചോദിച്ചാൽ എൻ്റെ മരണം വരെ എനിക്ക് എന്ന് വരെ സ്മരണയുണ്ടോ അതുവരെ. അതുകൊണ്ടാണ് സന്യാസിക്ക് പിതൃകർമ്മങ്ങളൊന്നും വേണ്ടാത്തത്. കാരണം അദ്ദേഹം ശരീരം തന്നെ വിട്ടു, വിരജാഹോമം ചെയ്തു, അവനവൻ ഉപാസിച്ചിരുന്ന അഗ്നിയെ അവനവൻ ഉള്ളിലേക്ക് തന്നെ ആക്കി, അവനവൻ അഗ്നിയിൽ ലയിച്ചു പോയി. പിന്നെ ഞാനില്ല, പിന്നെ എനിക്ക് പിതൃക്കളുമില്ല. പണ്ട് ഈ ശ്രീരാമൻ്റെ വനവാസകാലത്ത് ഒരു കഥ, അദ്ദേഹത്തിൻ്റെ അച്ഛൻ മരിച്ചതറിഞ്ഞ് അച്ഛൻ മരിച്ചത് പറയാനായിട്ട് ഭരതനും എല്ലാം വരുമ്പോൾ വസിഷ്ഠനോട് ചോദിക്കുന്നുണ്ട്, കർമ്മങ്ങളൊക്കെ ചെയ്തതല്ലേ, ഇനി ഞാൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അപ്പോൾ പറയും, ഭരതൻ്റെ അച്ഛന് മുക്തി കിട്ടി, നിൻ്റെ അച്ഛന് മുക്തി കിട്ടണമെങ്കിൽ നീ ചെയ്യണം. അപ്പം വ്യക്തിപരമാണ് അച്ഛനും അമ്മ എന്നുള്ളതെല്ലാം വ്യക്തിപരമായിട്ടുള്ള ബന്ധങ്ങളാണ്. നമ്മൾ എങ്ങനെയെന്ന് വെച്ചാൽ ഒരു മാവിൽ നമ്മൾ ചപ്പാത്തി മാവിലോ ചപ്പാത്തി മാവിൽ നമ്മൾ കൈ അമർത്തി കഴിഞ്ഞാൽ ആ അമർത്തിയതിൻ്റെ ഇമേജ് അവിടെ പതിഞ്ഞു കിടക്കുന്നത് പോലെ കിടക്കുന്നതാണ് പിതൃമണ്ഡലം. പിതൃക്കൾക്ക് പ്രീതിയാണ് വരുത്തുക, തൃപ്തിയാണ് വരുത്തുക. പിതൃക്കളെ നമുക്ക് പുഷ്ടിപ്പെടുത്താനൊന്നും പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് പിതൃക്കളുടെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ വഴിപാടായിട്ട് നമ്മൾ ചെയ്യുന്ന എന്താണ്? ഊട്ടാണ്, നമസ്കാര ഊട്ട്, അന്നദാനം. കാരണം എന്താ വെച്ചാൽ ഞാനിപ്പോൾ ഒരാൾക്ക് ഒരു 10 കിലോ സ്വർണം കൊടുത്തു, വീണ്ടും 10 കിലോയും കൂടെ കൊടുത്താലും അയാൾ വാങ്ങും. അങ്ങനെ ഞാൻ 100 തവണ കൊടുത്താലും അയാൾ വാങ്ങും. പക്ഷേ ഞാനൊരു നല്ല ഊണ് കൊടുത്തിട്ട് വീണ്ടും ഒന്നുകൂടെ കൊടുക്കട്ടെ എന്ന് വെച്ചാൽ അയാൾ ഒരുങ്ങി മതിയായി, തൃപ്തിയായി എന്ന് പറയും. ആ തൃപ്തി എന്ന് പറയുന്ന വാക്കാണ് പിതൃക്കൾക്ക് വേണ്ടത്. അതുകൊണ്ടാണ് അന്നദാനം കൊണ്ടാണ് പിതൃക്കൾ പ്രസാദിക്കുക. ഇതിന് ഒരുപാട് പറഞ്ഞു പോകുമ്പോൾ ഒരുപാട് വിശേഷങ്ങൾ കാര്യങ്ങൾ പറഞ്ഞു പോകാനുണ്ട് ഈ പിതൃവിഷയത്തിൽ. എന്തായാലും മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ, മരിച്ചുപോയ ആരെയും പേടിപ്പിക്കാനും ഒന്നും വരുന്നില്ല. ജീവിച്ചിരുന്നപ്പോൾ ഉള്ള അതിനേക്കാളും ദുർബലരാണ് മരണശേഷം അവർ. കാരണം ശരീരമില്ല, ശരീരം കൊണ്ട് ചെയ്യാവുന്ന ഒരു പണിയും ചെയ്യാൻ പറ്റില്ല. അവർ ശരിക്കും പറഞ്ഞാൽ ഒരു നരകത്തിൽ പെട്ടുപോയ അവസ്ഥയാണ്. അതുകൊണ്ടാണ് ഈ നരകത്തിൽ നിന്ന് ത്രാണനം ചെയ്യുന്നതുകൊണ്ടാണ് മക്കളെ പുത്രൻ എന്ന് വിളിക്കുന്നത്. ഈ അവസ്ഥയിൽ നിന്ന് അടിയന്തര ക്രിയകൾ ചെയ്ത് അച്ഛനെയോ അമ്മയോ അല്ലെ മുത്തശ്ശനെയോ മുത്തശ്ശിയോ ഉയർത്തി വിടുന്നതുകൊണ്ടാണ് അവരെ പുത്രൻ അല്ലെ പുത്രി എന്നുള്ള വാക്ക് വിളിക്കാൻ അവർക്ക് യോഗ്യത. എന്ന് പറഞ്ഞാൽ അത് ചെയ്യുന്നതാരാണോ അവനാണ് പുത്രൻ. ശിഷ്യന്മാരാവാം, സഹോദരന്മാരുടെ മക്കളാവാം, ഇതൊക്കെ ആവാം. അതേപോലെ തന്നെ മരിച്ചുപോയ ആളുകൾ നമ്മളെ പേടിപ്പിക്കും, അല്ലെങ്കിൽ നമ്മളെ പേടിപ്പിക്കുമെന്നൊക്കെ പറയാറുണ്ട്. അതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? ദുരാത്മാവ് എന്ന് പറയുന്നത് TV സീരിയലുകാരുണ്ടാക്കിയ ഒരു സാധനം. ആത്മാവിന് ദുറും സത്തുമില്ല. ഇപ്പം ഞാനൊരു വിളക്ക് കത്തിച്ച് വെച്ചിരിക്കുക ഒരു മുറിയിൽ. ആ വിളക്കിൻ്റെ വെളിച്ചത്തിലിരുന്ന് കുറച്ച് പേരിരുന്ന് ഭാഗവതം വായിച്ചു. കുറച്ച് കള്ളന്മാർ അവിടെ വെച്ച് മോഷണം മുതൽ പങ്കിട്ടു. ഒരാളെ അവിടെ കുത്തിക്കൊന്നു. ഇതിനെന്തിനെങ്കിലും വിളക്കിന് റോളുണ്ടോ? അതാണ് ആത്മാവിൻ്റെ അവസ്ഥ. നിങ്ങളുടെ ശരീരത്തെ പ്രകാശിപ്പിച്ച് നിർത്തിയിരിക്കുകയാണ്. ആ പ്രകാശിപ്പിച്ച വസ്തുവിന് നിങ്ങളുടെ ശരീരം ചെയ്യുന്ന കർമ്മങ്ങളുമായിട്ട് ഒന്നും അറ്റാച്ച്മെൻ്റ് ഇല്ല. നമ്മൾ എഴുത്തച്ഛൻ രാമായണത്തിൽ എഴുതി, ആത്മാവിനില്ല ജനന മരണവും ആത്മനീ ചിന്തിക്കുക ഷഡ്ഭാവമില്ല. വീണ്ടും എഴുതിയിട്ടുണ്ട്, പ്രാണദേഹങ്ങൾ ആത്മാവല്ലെന്ന് അറിയിടും എന്ന് വീണ്ടും എഴുതിയിട്ടുണ്ട്. മറ്റേ എന്താ പറയുക, ബാലിയെ ഉപദേശിക്കുമ്പോഴും ഒക്കെ രാമൻ ഉപദേശിക്കുമ്പോഴും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആത്മാവിന് ഒരു തരത്തിലുള്ള ഭാവങ്ങളും ആത്മാവിനെ ബാധിക്കില്ല. ആത്മാവ് എന്നും സനാതനമാണ്, സത്യമാണ്, അത് നിർമുക്തമാണ്, അതിനെ പിടിച്ചു കെട്ടാനൊന്നും പറ്റില്ല. ഭഗവത്ഗീതയിലെ ശ്ലോകം നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹതി പാവക എന്നുള്ള, ആത്മാവിനെ മുറിപ്പെടുത്താൻ പറ്റില്ല, ശോഷിപ്പിക്കാൻ പറ്റില്ല, ദഹിപ്പിക്കാൻ പറ്റില്ല, ഒന്നും ചെയ്യാം. അങ്ങനെയുള്ള ആത്മാവിനെ പിടിച്ചു കെട്ടാൻ പറ്റുമോ? ഒന്നും പറ്റില്ല. ആത്മാവ് എന്നും നിത്യമുക്തം തന്നെയാണ്. ഇവർ പറയുന്നതെല്ലാം ബോധത്തെയാണ്, കോൺഷ്യസ്നെയാണ്. നമ്മൾ മനസ്സും ബുദ്ധിയും കൂടെ ചേർന്ന ഒരു ബോധമണ്ഡലമുണ്ട്. അത് സൂക്ഷ്മ ശരീരമായിട്ട് ചേർന്ന് അങ്ങനെ നിൽക്കും. ആ നിൽക്കുന്ന അവസ്ഥയാണ് പ്രേതാവസ്ഥ എന്ന് പറയുന്നത്. അത് വളരെ തീക്ഷ്ണമായ ഒരു വേപതൂവിൽ മരിച്ചത്, കൊല ചെയ്യപ്പെട്ടത്, അങ്ങനെയൊക്കെ വരുമ്പോൾ ആ വികാര വിചാരങ്ങൾ ഇയാളിൽ ഉണ്ടാവും. അത് മറ്റുള്ളവരുടെ ജീവിതത്തിൽ കൂടെ കടന്നുകൂടി ബുദ്ധിമുട്ടുണ്ടാക്കി തുടങ്ങുമ്പോഴാണ് ഇതിനെയൊക്കെ ദുരാത്മാവെന്നൊക്കെ വിളിക്കേണ്ട സാഹചര്യം വരുന്നത്. പക്ഷെ ആത്മാവല്ല, അത് സൂക്ഷ്മ ശരീരമാണെന്ന് മനസ്സിലാക്കാനുള്ള ബോധം പല ആളുകൾക്കും ഇപ്പം ഇല്ല. ഈ ആത്മാക്കള് ചുറ്റിത്തിരിഞ്ഞ് നടക്കുന്നു എന്ന് കേട്ടിട്ടുണ്ട്. മുമ്പ് പറഞ്ഞല്ലോ, ആത്മാവില്ലല്ലോ. ആത്മാവെന്ന് പറയുന്നത് എപ്പോഴേ സ്വതന്ത്രമായി കഴിഞ്ഞു. എന്നോ സ്വതന്ത്രമാണ്, ആദ്യം പോലെ സ്വതന്ത്രമാണ്. അത് ചുറ്റിത്തിരിഞ്ഞൊന്നും നടക്കാനുള്ള ശേഷി അതിനില്ല. ആത്മാവല്ല, സൂക്ഷ്മ ശരീരത്തെയായി പറയുന്നത്. അവർ നമ്മളെ ഉപദ്രവിക്കത്തില്ലെന്നാണ് പറയുന്നത്. സൂക്ഷ്മ ശരീരം ഞാൻ പറഞ്ഞല്ലോ, ഒരാൾ മരണപ്പെട്ടു. ആ മരണപ്പെട്ടത് വളരെ ഒരു വേപതു, അയാളുടെ നമ്മൾ പറയാം അഗണി എന്നൊക്കെ ഇംഗ്ലീഷിൽ പറയില്ലേ, ആ ഒരു അവസ്ഥയിലാണ് ഇവർ മരിക്കുന്നതെങ്കിൽ
അവരുടെ ഉള്ളിൽ വികാര വിചാരങ്ങളോടുകൂടി എവിടെയാണോ ജീവിച്ചിരിക്കുമ്പോൾ മനസ്സും ബുദ്ധിയും അറ്റാച്ച്ഡ് ആയിരുന്നത് അവിടെ തന്നെ മരണത്തോടെ നിലനിൽക്കും. ആ മനസ്സും ബുദ്ധിയും കൂടെ ചേർത്ത് ഒറ്റ വാക്കാണ് ചിത്തം. നിത്യം ചിത്തസ്ഥിതമേ ഗുരു പവനപുരപതേ കൃഷ്ണ കാരുണ്യ സിന്ധു. ചിത്തത്തിൽ ഗുരുവായൂരപ്പൻ എന്നും ഉണ്ടാവണമെന്നാണ് ഭട്ടതിരിപ്പാട് പറഞ്ഞത്. എന്താണെന്ന് വെച്ചാൽ മരണശേഷം അങ്ങോട്ട് പോകോളും. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ചിത്തത്തിൽ ഈ എന്നെ കൊന്നവനും കൊലപാതകവും അതുമൊക്കെയാണ് മനസ്സിൽ നിൽക്കുന്നതെങ്കിൽ ഞാൻ അവനോടുള്ള ഇൻറ്റൻഷൻ, അവനോടുള്ള പ്രതികാര ബുദ്ധിയോടുകൂടി നിലനിൽക്കും. എൻ്റെ ചിത്തത്തിൽ ശൂന്യമാണ്, ചിത്തം ഒഴിഞ്ഞു നിൽക്കുകയാണ്. ചിത്തത്തിൽ ഒന്നുമില്ലെങ്കിൽ ഞാൻ യോഗീശ്വരനാണ്. ചിത്തത്തിൽ വൈക്കത്തപ്പനാണെങ്കിൽ ഞാൻ വൈക്കത്തപ്പനിലേക്ക് ലയിക്കും. ചിത്തത്തിൽ ചോറ്റാനിക്കര ഭഗവതിയാണ്, ഞാൻ അങ്ങോട്ട് പോകും. എൻ്റെ ചിത്തത്തിൽ മരിക്കുന്ന സമയത്ത് ചിത്തത്തിൽ മക്കളും സ്വത്തും ഒക്കെ ആണെങ്കിൽ അത് അവരിൽ നിലനിൽക്കും. പിന്നെ അവർ പരിഹാരക്രിയകളൊക്കെ കഴിച്ച് വേണം എന്നെ ലയിപ്പിക്കാൻ. ഈ പിതൃദോഷം എന്ന് പറയുന്നത് എന്താണ്? പിതൃദോഷം എന്ന് പറഞ്ഞാൽ ഈ പിതൃക്കളോട് നമുക്കൊരു കടപ്പാടുണ്ട്, ഇല്ലേ? അപ്പോൾ പിതൃക്കളിൽ നിന്ന് നിങ്ങൾക്ക് സ്വത്ത് കിട്ടിയിട്ടുണ്ടോ എന്ന് പലരോടും ചോദിക്കുമ്പോൾ പലരും പറയും എനിക്ക് 5 പൈസ തന്നിട്ടില്ല എന്ന് പറയും. പക്ഷെ നിങ്ങളുടെ ശരീരം എവിടെ നിന്നുണ്ടായി? ഈ പിതൃക്കളുടെ ദാനമാണ് നിങ്ങളുടെ ശരീരം. അച്ഛനെ അമ്മയും പോലെ 4 തലമുറ മുമ്പുണ്ടായിരുന്ന മുത്തശ്ശൻ്റെ ചെവിയിലുള്ള ഒരു മറുക അതുപോലെ തന്നെ 4 തലമുറ കഴിയുമ്പോൾ ഉണ്ടായി വരുന്നില്ലേ? അപ്പോൾ നിങ്ങൾക്ക് വിചാരിച്ചാൽ കൂടി മാറ്റാൻ സാധിക്കാത്ത പല കാര്യങ്ങളും നിങ്ങളുടെ ശരീരത്തിലുണ്ട്. അപ്പോൾ അത് ഉൾപ്പെടെയുള്ളത് പിതൃക്കളുടെ ദാനമാണ്. അതുകൊണ്ട് തന്നെ പിതൃക്കളോട് കടപ്പാടുണ്ട്. ആ കടപ്പാടിന് വേണ്ടിയിട്ടുള്ള ഋണം നമ്മൾ ആ കടത്തെ പരിഹരിക്കാൻ വേണ്ടി നമ്മളാൽ കഴിയുന്നതൊക്കെ ചെയ്യണം. അത് ഈ പറഞ്ഞ അന്നദാനം ഒക്കെയാണ് അതിന് പറയുന്ന കാര്യങ്ങൾ. നമുക്കിത് ദോഷകരമാകുന്നത് എപ്പോഴാണ്? ദോഷകരമാകുന്നത് നമുക്ക് ഈശ്വരാധീനം കുറയും. നമുക്ക് കിട്ടേണ്ട ഒരു കുറേ അനുഗ്രഹങ്ങൾ അതൊക്കെ തടയപ്പെട്ടു പോകും. ഉദാഹരണം പറഞ്ഞാൽ എനിക്ക് ഒരാൾ കുറേ ധനം തരാനായിട്ട് തയ്യാറാണ്. പക്ഷേ ഞാൻ അയാൾ വരാനുള്ള വഴി മതിൽ കെട്ടി അടച്ചു. അത് തന്നെ ആ തുറന്നു കൊടുക്കൽ അവനവൻ്റെ കടത്തെ പരിഹരിക്കലാണ്. നമുക്ക് പിതൃയജ്ഞം, ദേവയജ്ഞം, അതിഥിയജ്ഞം, ഭൂതയജ്ഞം ഇങ്ങനെ പദ്ധതികളുണ്ട്. ഇപ്പം മത്സ്യങ്ങൾക്ക് ചോറ് കൊടുത്തു, കാക്കയ്ക്ക് ചോറ് കൊടുത്തു, ഇതൊക്കെ ഭൂതയജ്ഞ പദ്ധതിയാണ്. നമ്മളെല്ലാം തന്നെയും പ്രകൃതിയിൽ നിന്ന് ഈ ജീവികളോടെല്ലാം കടപ്പെട്ടിട്ടുണ്ട്, ഇല്ലേ? ഇപ്പം ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഈ നമ്മുടെ ഈ ചിതയിൽ വെച്ച് അഗ്നി ദഹിപ്പിക്കുമ്പോൾ ഒരു ബലി ഇടുന്നത് ആർക്കാണെന്നറിയാമോ? ആ അഗ്നി ഇട്ടുപോയ കൂട്ടത്തിൽ കത്തിപ്പോയ ജീവികളുണ്ട്, ഇല്ലേ? ഇപ്പം നമ്മൾ കർക്കിടകവാവിൻ്റെ ബലി നമ്മൾ നോക്കിക്കോളൂ. കുറേ കാലം വീട്ടിൽ പാല് തന്ന പശു ഉണ്ടായിരുന്നു. ആ പശുവിനെ നമുക്ക് വേണ്ട രീതിയിൽ നോക്കാൻ പറ്റാണ്ടായിട്ടുണ്ടാവാം. അതിന് ബലിയിടും. വീട്ടിൽ മുറ്റത്ത് നിന്നൊരു മാവ് വെട്ടി ആ മാവിന് ബലിയിടും. സകല സാധനങ്ങൾക്കും ബലിയിടും. ഗൃഹസ്ഥനായിട്ട് ജീവിക്കുന്നവൻ ബലിയിടാൻ പറഞ്ഞിട്ടുണ്ട് പിതൃക്കൾക്ക് പ്രീതിക്ക് വേണ്ടിയിട്ട്. എന്തിനാണ്? ഗൃഹസ്ഥനാണ് ഈ പറഞ്ഞ പോലെ അരയ്ക്കുക, പിടിക്കുക, പൊട്ടിക്കുക ഇതെല്ലാം ചെയ്യേണ്ടി വരുന്നത്. ബ്രഹ്മചാരിക്കോ സന്യാസിക്കോ ഇത്രയും പണിയൊന്നും വേണ്ടി വരില്ല. നമുക്ക് ഗൃഹസ്ഥനായിരിക്കുമ്പോൾ അഹിംസയായിട്ട് ജീവിക്കാനേ പറ്റില്ല. ഹിംസ കൂടാതെ ഒരു കാലത്തും നമുക്ക് പറ്റില്ല. നമ്മൾ ഇരിക്കുമ്പോഴോ നടക്കുമ്പോഴോ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഈ വിറക് കീറുമ്പോഴോ വെള്ളം കോരുമ്പോഴോ ഒക്കെ ഈ ഹിംസ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ആ ഹിംസയ്ക്കെല്ലാം പരിഹാരമായിട്ടാണ് കർക്കിടകവാവിൻ്റെ ബലി പറഞ്ഞിരിക്കുന്നത്. ആ ബലി ഇടുമ്പോൾ ആ മന്ത്രങ്ങളെല്ലാം നിങ്ങൾ നോക്കിക്കോളൂ. നമ്മൾ ഓരോന്നിനെയും പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. അപ്പം ഈ പിതൃക്കളുടെ ഈ കടത്തെ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പദ്ധതികൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ബലി ഇടുക, തിലഹോമം ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള പദ്ധതികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാം പ്രകൃതിയിലേക്കാണ് ഇതെല്ലാം ചെയ്യുന്നത്. അത് പരിഹരിക്കാതെ ഇരുന്നാൽ അവനവൻ ഒരു കടത്തിലായി എന്ന് തന്നെ വിചാരിക്കണം. ഈ പിതൃബലിയാക്കി ഇടുന്നതിൻ്റെ സങ്കല്പം ഇതാണ് ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ചെയ്യാൻ പറ്റാണ്ടായി പോയ കാര്യങ്ങൾ അതിന് പകരം നമ്മൾ അന്നം കൂട്ടുന്നു എന്നുള്ള സങ്കല്പത്തിലാണ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ സങ്കല്പം എന്ന് വെച്ചാൽ ഈ പിതൃക്കൾക്കെല്ലാം കൂടെ ചേർത്തുകൊണ്ട് ഒരു മണ്ഡലമുണ്ട്, പിതൃമണ്ഡലം എന്ന് പറയും. നമുക്ക് 14 ലോകങ്ങളാണ് നമ്മൾ സങ്കല്പത്തിൽ. അതിൽ നമ്മൾ ഭൂലോകത്താണുള്ളത്. ഇനി ഭൂർലോകം, മഹർലോകം, ജനലോകം, തപലോകം, സത്യലോകം എന്ന് പറഞ്ഞ് മുകളിലേക്കും താഴേക്ക് അതലം, വിതലം, സുതലം ഇതെല്ലാം എന്ന് വെച്ചാൽ മണ്ണിനടിയിലേക്കെന്നൊരു സങ്കല്പം അല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതെല്ലാം ഒരു ഗ്രാഫ് നമ്മൾ വരയ്ക്കുമ്പോൾ പ്ലസ് ഫ്രീക്വൻസികളും മൈനസ് ഫ്രീക്വൻസികളും വരുമല്ലോ. ഇതെല്ലാം തന്നെ ഡയമെൻഷൻസ് ആണ്. ഉദാഹരണം പറഞ്ഞാൽ ഒരു ഡയമെൻഷൻ, 2 ഡയമെൻഷൻ, 3 ഡയമെൻഷൻ വരെ നമുക്ക് കാണാം മനുഷ്യർക്ക്. XYZ ആക്സിസിൽ നമുക്ക് 3 ഡയമെൻഷനുള്ളൊരു വസ്തുവിനെ, ഇപ്പോൾ ഈ ഒരു ക്യാമറ ഞാൻ ഈ കാണുന്നത് അതിൻ്റെ ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ് അതിനെ അനലൈസ് ചെയ്തിട്ടാണ്. ഇതിന് 4ാമതൊരു ഡയമെൻഷൻ ഉണ്ടെങ്കിലോ എനിക്കത് കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല. അത്തരത്തിലൊരു ഡയമെൻഷണൽ ചേഞ്ചാണ് പിതൃക്കൾക്ക് സംഭവിക്കുക. ഞാൻ പറഞ്ഞു മനസ്സിലാവും. മരണത്തോടുകൂടി സംഭവിക്കുന്നത് നമുക്ക് കാണാണ്ടായി പോവാണ്. ശരിക്കും ഇല്ലാണ്ടാവുന്നില്ല, ഫ്രീക്വൻസി മാറിപ്പോവുക. പറഞ്ഞു മനസ്സിലായോ? അപ്പം നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള മന്ത്രങ്ങളെ ഉപയോഗിച്ചുകൊണ്ട്
ആ ലോകത്തെ നമുക്ക് സ്വാധീനിക്കാവുന്ന രീതിയിലുള്ള ഒരു കർമ്മത്തെ ആചാര്യന്മാർ തീരുമാനിച്ചിരിക്കുന്നു. വളരെ ലളിതം. അത് ചെയ്യുക. അതിന് മുകളിലൊരു പദ്ധതി നമുക്ക് അറിയാമെങ്കിൽ ഇത് ആവശ്യമില്ല. സത്യലോകത്തേക്ക് നേരിട്ട് എത്തിക്കാൻ എനിക്ക് ശേഷിയുണ്ടെങ്കിൽ എനിക്കിതൊന്നും പ്രശ്നമല്ല. പിന്നെ ഗായത്രി ജപമൊന്നും വേണമെന്നില്ല. പക്ഷെ അതിന് ശേഷിയുള്ളവർ എത്ര പേരുണ്ടോ, അവിടെയാണ് പ്രശ്നം. മരണാനന്തര കർമ്മങ്ങളെ കുറിച്ചൊന്ന് പറയാമോ? സ്വാഭാവികമായിട്ട് ഒരാൾ മരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ശരീരം ദഹിപ്പിക്കുകയോ ഡീക്കായി പോവോ, അതിലൊക്കെ അതിൽ 9 പ്രാണന്മാർ മരണത്തോടുകൂടി തന്നെ സ്വതന്ത്രമാവുകയും 10ാമത്തെ പ്രാണനായിട്ടുള്ള ധനഞ്ജയൻ എന്ന് വിളിക്കാൻ കാരണം തനുഞ്ജയം എന്നുള്ള വാക്കിൽ നിന്നാണ്. തനു മീൻസ് ശരീരം, ജയം മീൻസ് ജയിക്കുക. ശരീരത്തെ കൂടി ജയിച്ചിട്ട് നിൽക്കുന്ന പ്രാണനാണ്. നട്ടല് പൊട്ടിയാൽ മാത്രമേ പുറത്തേക്ക് പോകുള്ളൂ. ഇതെല്ലാം എയർ പ്രഷറാണ്, കറക്റ്റായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ അതുകൂടി റിലീസ് ആകുന്നതോട് കൂടിയിട്ട് പൂർണ്ണമായിട്ടുള്ള ബന്ധം ഈ സൂക്ഷ്മ ശരീരത്തിന് ഈ ശരീരമായിട്ട് വിട്ടുപോകും. അത് ഫ്രീ ആവും. ആ ഫ്രീ ആവുന്ന സമയത്ത് ഈ സൂക്ഷ്മ ശരീരം എവിടെ നിലനിൽക്കും? ഇതുമായി സമാനമായ ഫ്രീക്വൻസിയുള്ള സ്ഥലത്ത് നിൽക്കും. അത് ബന്ധുമിത്രാദികളിൽ അറ്റാച്ച്ഡ് ആവും. അപ്പോഴാണ് ഇവർക്ക് പുലപാലായ്മകൾ വരുന്നത്. ആ 16 ഈ സംസ്കാരക്രിയയിലൂടെ ഈ സൂക്ഷ്മ ശരീരത്തെ സംസ്കരിച്ച് ലയിപ്പിക്കുന്ന പരിപാടിയാണ് സംസ്കാരക്രിയകൾ. അതുവരേക്കും ഇവർ ആചരിക്കണം. പുല എന്ന് പറഞ്ഞാൽ ആചരണമാണ്, അശുദ്ധിയല്ല. നമ്മൾ ആചരിക്കേണ്ടതാണ്. നമുക്ക് നിർബന്ധമായിട്ടും നമുക്ക് അവരോട് ഉള്ളതിൻ്റെ പേരിൽ ആചരിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും പുലപാലായ്മ വരുന്നില്ലല്ലോ. വരുന്ന ബന്ധുക്കളാണ് ആചരിക്കേണ്ടത്. അപ്പോൾ ഈ 16 ദിവസത്തെ അല്ലെങ്കിൽ 13 ദിവസത്തെ സംസ്കാരക്രിയ കൊണ്ട് ഈ സൂക്ഷ്മ ശരീരത്തെ പ്രപഞ്ചബോധമായിട്ട് ലയിപ്പിക്കുകയാണ്. ഇതേ അവിടെ ചെയ്യാനുള്ളൂ. അതിനുവേണ്ടിയാണ് ഈ സംസ്കാരക്രിയകളൊക്കെ ചെയ്യുന്നത്. അതിൽ 10 ദിവസത്തെ പരിപാടി എന്ന് വെച്ചാൽ സഞ്ചയനം എന്നൊരു കർമ്മം വരുന്നത് നമുക്ക് സഞ്ചയനം ഈ പിതൃക്രിയയായിട്ട് ശരിക്കും ബന്ധപ്പെട്ടൊരു വിഷയമല്ല. എന്താ വെച്ചാൽ നമ്മൾ ദഹിപ്പിക്കുന്നവിടെയാണ്, മിക്കവാറും അവനവൻ്റെ പറമ്പിലായിരിക്കും. അപ്പോൾ ഒരു ശവം ദഹിപ്പിക്കുന്നതോട് കൂടിയിട്ട് നമ്മുടെ പറമ്പ് കൃഷിഭൂമിയിൽ നിന്ന് ശ്മശാന ഭൂമിയായിട്ട് മാറും. ഞാൻ പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ? ഈ ശ്മശാന ഭൂമിയെ തിരികെ കൃഷിഭൂമിയാക്കുന്ന പരിപാടിയാണ് സഞ്ചയിക്കുക. അപ്പോൾ അതിനാണ് അസ്ഥിയെല്ലാം എടുത്ത് മാറ്റി നമ്മൾ അവിടെ വാഴയെല്ലാം വെച്ച് വീണ്ടും കൃഷിഭൂമിയാക്കി മാറ്റി. അതോടുകൂടിയിട്ട് അത് കഴിഞ്ഞു. അത് ശരിക്കും ഈ പിതൃക്കളുമായി ബന്ധപ്പെട്ടതല്ല. സഞ്ചയനം കഴിഞ്ഞ് ഈ 10 ദിവസത്തെ ബലികൾ ഇടുന്നതോടുകൂടി ഈ സൂക്ഷ്മ ശരീരത്തെ നമ്മൾ ഒരു ശരീരം, ഫിസിക്കലായിട്ടുള്ളൊരു ശരീരം പോലെ ഒരു ശരീരത്തെ കൽപ്പിച്ച് അതിൽ നിന്നാണ് പിന്നെ മുക്തിക്കുള്ള ക്രിയകൾ നമ്മൾ ചെയ്യുന്നത്. അതാണ് അടിയന്തര ക്രിയകൾ. ഈ പുലപാലായ്മ പലർക്കും പല രീതിയിൽ കണ്ടുവരുന്നുണ്ട്. എന്തുകൊണ്ടാണ് അത്? ബന്ധുമിത്രാദി എന്താണ് നിങ്ങളുമായിട്ടുള്ള ബന്ധം എന്നുള്ളതാണ്. നമ്മളുമായുള്ള ബന്ധം അയാൾക്ക് എന്താണെന്നുള്ളത് അനുസരിച്ചാണ് പല ആളുകളുടെയും വിചാരം രക്തബന്ധമാണ്. രക്തബന്ധം അല്ല പുലയ്ക്ക് നിദാനം. പുല എന്ന് പറയുന്നത് ആചരണമാണ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഗുരു മരിച്ചാൽ ശിഷ്യന്മാർക്ക് പുലയുണ്ട്. തന്ത്രി മരിച്ചാൽ ദേവന് പുലയുണ്ട്. തന്ത്രിയുടെ സംസ്കാരം കഴിയുന്നവരെ ദേവന് പുലയുണ്ട്. പണ്ടൊക്കെ ക്ഷേത്രങ്ങൾ അടച്ചിടുമായിരുന്നു. തന്ത്രി മരിച്ചാൽ അടച്ചിട്ടിട്ടുണ്ട്, പല ക്ഷേത്രങ്ങളും അടച്ചിട്ടുണ്ട്. അതെന്താ വെച്ചാൽ പുലയുണ്ട്. പിന്നെ വീണ്ടും പൂജകൾ, അടച്ച കാലത്തെ പൂജകൾ ഉൾപ്പെടെ റിപ്പീറ്റ് ചെയ്ത് കഴിയും. പൂജകൾക്ക് മുട്ടുവരുത്താൻ പറ്റാത്തതുകൊണ്ട്. അതുപോലെ ഈ നമ്മളുമായിട്ടുള്ള ബന്ധമാണ് അവിടെ വിഷയം. ഈ ആളും നമ്മളുമായിട്ടുള്ള ബന്ധം ഏറ്റവും പ്രാധാന്യമുള്ളതാണ്. പിന്നെ പ്രാണൻ അംശിച്ചു പോയിട്ടുണ്ടെങ്കിൽ, ഉദാഹരണം പറഞ്ഞാൽ മന്ത്രദീക്ഷ കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ ഒരാൾക്ക് മന്ത്രദീക്ഷ കൊടുത്തു, അയാൾക്ക് പുലയുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു അനുഷ്ഠാനത്തിന് വേണ്ടിയിട്ട് ഞാൻ അയാൾക്കൊരു കാപ്പ് കെട്ടിക്കൊടുത്തു, ഞാൻ മരിച്ച ആൾക്ക് പുല വരും. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പുലയ്ക്ക് നിന്നാണ്. പുല എന്ന് പറയുന്നത് നമ്മളിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ആൾക്കാർ ആരോ മരിച്ചു എന്നാൽ 16 ദിവസം വീട്ടിൽ ഇരിക്കും. 16 ദിവസം ചന്ദനം തൊടില്ല, 16 ദിവസം നിലവിളക്ക് വീട്ടിൽ കത്തിക്കില്ല, ഒരു സാധനം തൊടില്ല. 16 ദിവസം സീരിയൽ കാണും, സിനിമ കാണും, അവിടെ ഇവിടെ എല്ലാം പോവും. ഇല്ലേ? ഇതൊന്നും പറ്റില്ല ശരിക്കും. പുല എന്ന് പറഞ്ഞാൽ ആ 10 ദിവസമോ അല്ലെ 16 ദിവസമോ നിങ്ങളുടെ സമുദായത്തിൻ്റെ അല്ലെങ്കിൽ കുലത്തിൻ്റെ ആചരണം അനുസരിച്ച് പുലകളെ തീരുമാനിക്കാം. സാമാന്യേന 10 ദിവസത്തെ പുലയെ ആവശ്യമുള്ളൂ. ഈ ചില ആളുകൾ പുണ്യാഹവും കഴിഞ്ഞ് അടിയന്തരവും കഴിഞ്ഞിട്ട് പിന്നെയും കൂടെ 3 ദിവസം പുല എടുക്കുന്നു. അത് എന്തിനാണെന്ന് നമുക്ക് അറിഞ്ഞൂടാ, അവർക്ക് അറിഞ്ഞൂടാ. ഉദാഹരണം പറഞ്ഞാൽ 10 ദിവസത്തെ ദശാകവലി കഴിഞ്ഞ് 12ഉം 13ഉം കൊണ്ട് അടിയന്തരകൾ കഴിഞ്ഞു. അടിയന്തരം കഴിഞ്ഞ് ആളും പോയി. പിന്നെയും ചില ആൾക്കാർക്ക് 16 ആയാലേ പുല മാറുള്ളൂ എന്ന് പറഞ്ഞ് 3 ദിവസം കൂടെ ആചരിക്കുന്നുണ്ട്. അതൊരു വ്യവസ്ഥയില്ലാത്ത ഒരു ആചരണമാണ്. അങ്ങനെയാണെങ്കിൽ 16 ദിവസം കൊണ്ടാണ് പുല മാറുന്നതെങ്കിൽ അടിയന്തരക്രിയകളൊന്നും വേണ്ടല്ലോ. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ കുഴിച്ചിട്ടിട്ട് 16 ദിവസം വെറുതെ ആയിരുന്നു, 16ാമത്തെ ദിവസം തൊട്ട് അമ്പലത്തിൽ പോവാം. അത് പറ്റില്ല. അപ്പോൾ കർമ്മങ്ങളെല്ലാം ചെയ്യണം. കർമ്മങ്ങൾ ചെയ്തെങ്കിൽ പിന്നെ എന്തിനാണ് പിന്നെ വീണ്ടും ഈ 3 ദിവസത്തെ പുല ആചരിക്കുന്നത്? ആവശ്യമില്ല. 10 ദിവസത്തെ പുല അല്ലെങ്കിൽ 13 ദിവസത്തെ പുലയാണ് ആചരണത്തിൽ പറഞ്ഞിരിക്കുന്നത്. അത് പുല എന്ന് പറയുന്നത് ആചരണമാണ്, അശുദ്ധിയല്ല എന്ന് ആദ്യം മനസ്സിലാക്കണം. പുലയുള്ള ആളുകൾ ഈ പറഞ്ഞതുപോലെയുള്ള അനുഷ്ഠാനങ്ങളൊന്നും ചെയ്യാതെ പിന്നെ സന്ധ്യാവന്തനം പോലെയുള്ള നിത്യകർമ്മങ്ങൾ ചെയ്യുന്നവർ പുലയുണ്ടെങ്കിലും നിത്യകർമ്മങ്ങൾ ചെയ്യണം. സന്ധ്യാവന്തനം
എന്ത് പുലയുണ്ടെങ്കിലും മുട്ടിക്കാൻ പറ്റില്ല, നിർബന്ധമായിട്ട് ചെയ്തേ പറ്റുള്ളൂ. അവനവൻ്റെ തേവാരം നോക്കുന്നവർ, തേവാരം നോക്കാന്ന് വെച്ചാൽ സാളഗ്രാമം പോലെയുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ, പുലയുണ്ടെങ്കിലും ചെയ്യണം. അങ്ങനെ തന്നെയാണ് ആചാര്യന്മാർ പറഞ്ഞു വെച്ചിരിക്കുന്നത്. പിന്നെ ഒരു പ്രത്യേക വിഷയത്തിനായിക്കൊണ്ട് നമ്മൾ ഒരു കാര്യത്തിനായിക്കൊണ്ട് നമ്മളൊരു ഉദ്യമത്തിന് ഇറങ്ങുകയാണ്. ആ സമയത്ത് പുലവാലായ്മകൾ ബാധകമല്ല. അതുകൊണ്ടാണ് പുറപ്പെടാശാന്തി ആയിട്ടുള്ള ആളുകൾക്ക് പുലവാലായ്മയില്ല. ഈ മന്ത്രദീക്ഷ എടുക്കുന്നതിൻ്റെ ശരിയായ രീതി ഒന്ന് പറയാമോ? മന്ത്രദീക്ഷ എന്ന് പറയുന്നത് എന്തിനാണ് മന്ത്രദീക്ഷ? ഉപാസന എന്നുള്ള വാക്കാണ്. ആസീൻ, അടുത്തേക്ക് ഇരിക്കുക എന്നാണ്. ഒരു ദേവതയെ നമ്മൾ ആദ്യത്തെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, മൂർത്തി ഉപാസന മോക്ഷത്തിന് വിഘാതമാണ്. നിങ്ങൾ പരമസത്യമായിട്ടുള്ള ഈശ്വരനെ നിങ്ങൾ മൂർത്തി സങ്കല്പത്തിൽ കണക്കാക്കിയോ, മോക്ഷത്തിന് വിഘാതമാണ്. പക്ഷേ എന്താണ് ഗുണം എന്ന് വെച്ചാൽ, ഈ കോഴിക്കുഞ്ഞിൻ്റെ കാര്യം പറഞ്ഞ പോലെയാണ്. മുട്ടത്തോടെന്ന് പറയുന്നത് ആ ഷെല്ലിൻ്റെ ഉള്ളിൽ അത് സേഫാണ്. മുട്ട വിരിഞ്ഞ് കോഴിക്കുഞ്ഞ് പുറത്തു വരുന്നതോട് കൂടിയിട്ട് ഈ മുട്ടത്തോടിനെ ചവിട്ടി പുറത്താക്കിയിട്ട് അത് വെളിയിൽ പോകുന്നു. അല്ലാതെ ഞാൻ ഇതിനകത്ത് സേഫായിട്ടിരുന്നാണെന്ന് കരുതി ഇതും ചോന്നുകൊണ്ട് അത് നടക്കാറില്ല, അല്ലേ? അതുപോലെ തന്നെയാണ് മൂർത്തി ഉപാസന. അവസാന നിമിഷത്തിൽ മൂർത്തി ഉപാസന കൊണ്ട് ജ്ഞാനം ഉണ്ടാവും. ആ ജ്ഞാനം ഉണ്ടാകുമ്പോൾ ഞാൻ ഉപാസിച്ച ബ്രഹ്മം അല്ലെങ്കിൽ ഈശ്വരൻ എന്ന് പറയുന്നത് ഇതല്ല, ഈ മൂർത്തി മാത്രമല്ല എന്നും പ്രപഞ്ചം തന്നെയാണെന്നുള്ള ബോധം വരുമ്പോൾ ഉണ്ടല്ലോ, ഇവർ ആ മൂർത്തി ഉപാസനയിൽ നിന്ന് അങ്ങ് വിടും. അതിന് ഒരു കഥ പറയാറുണ്ട്. ഈ കബീർദാസിൻ്റെ രാം 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 എന്ന് ജപിച്ച് ഇരിക്കും. അപ്പോൾ അദ്ദേഹം സമാധിയാവുന്നതിൻ്റെ അന്ന് വില്ലും അമ്പുമൊക്കെ പിടിച്ച് രാമൻ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് പറഞ്ഞു, അപ്പോൾ അദ്ദേഹം ചോദിച്ചു ആരാണെന്ന് ചോദിച്ചപ്പോൾ, ഞാനാണ്, നീ വിളിക്കുന്ന രാമൻ ഞാനാണ്. അപ്പോൾ എൻ്റെ രാമൻ ഇതല്ല, എൻ്റെ രാമന് രൂപമില്ല, ഇതല്ല എൻ്റെ രാമൻ എന്ന് പറഞ്ഞു പുള്ളി. അപ്പോൾ അത് മറഞ്ഞുപോയി. അപ്പം മൂർത്തി അവനവൻ ഉപാസിക്കുന്ന രാമനായാലും കൃഷ്ണനായാലും ഇതെല്ലാം ഈ പ്രപഞ്ച ചൈതന്യം മാത്രമാണെന്നുള്ള ബോധത്തിലേക്ക് എത്തൂലേ. അതാണ് ജ്ഞാനോദയം എന്ന് പറയുന്നത്. ആ ജ്ഞാനോദയം ഉണ്ടാവാൻ നല്ലത് മൂർത്തി ഉപാസന തന്നെ ചെയ്തു പോവാണ്. അപ്പോൾ നമ്മുടെ മനസ്സ് ഇടറാതെ നിൽക്കും. ഉദാഹരണം പറഞ്ഞാൽ, ടിക്കറ്റ് എടുക്കാത്ത ആളും ടിക്കറ്റ് എടുത്ത് ട്രെയിനിൽ പോകുന്ന ആളും തമ്മിലുള്ള കോൺഫിഡൻസിലെ വ്യത്യാസം വരും. ടിക്കറ്റ് എടുത്ത ആൾ സ്വസ്ഥനായിട്ട് അവനവൻ്റെ സ്ഥലത്തിരിക്കും. എന്നാൽ ഇറങ്ങേണ്ട സ്ഥലം എത്തുമ്പോൾ ടിക്കറ്റ് കളഞ്ഞിട്ട് അവർ ഇറങ്ങിപ്പോവും. മറ്റേ ആൾക്ക് എന്നും ഒരു ഭയം ഉണ്ടാവും. എന്തെങ്കിലും ആൾ വരുന്നുണ്ടോ, എൻ്റെ സീറ്റ് പോകും. ഇതന്നെ ശരിയായൊരു മന്ത്രത്തെ ഉപാസിക്കുക, ഒരു മൂർത്തിയെ ഉപാസിക്കുക, ആ മൂർത്തി അവനവൻ തന്നെയാണെന്ന് കൽപ്പിക്കുക, എന്നിട്ട് ആ മൂർത്തിയുടെ മന്ത്രത്തെ ജപിക്കുക. പ്രാർത്ഥന കൊണ്ട് ദുർബലനായി പോകും, ജപം കൊണ്ട് ശക്തനാവും. എല്ലാ പ്രാർത്ഥനകളും പുറത്തേക്കാണ്, അല്ലേ? പുറത്തെവിടെയോ ഒരു സ്വർണ്ണസിംഹാസനത്തിൽ പട്ടുസാരി കൊടുത്തിരിക്കുന്ന ഭഗവതിയെയോ ദേവനെയോ കണ്ടിട്ടാണ് ഈ പ്രാർത്ഥന. എനിക്കത് തരണേ, എനിക്കിത് തരണേ, നിങ്ങൾ ഉള്ളിലേക്ക് തിരിയുമ്പം ഉള്ളിലിരിക്കുന്ന സാധനം മനസ്സിലാവും എന്താണ്. എല്ലാ ഉപാസനയും ഉള്ളിലേക്കാണ് വേണ്ടത്. ഉള്ളിലേക്ക് തിരിഞ്ഞ് നമ്മൾ മാനിഫെസ്റ്റ് ചെയ്താണ് പഠിക്കേണ്ടത്. നമ്മൾ വിചാരിക്കുന്ന രീതിയിലേക്ക് നമുക്ക് വേണ്ടി ഇതെല്ലാം പ്രവർത്തിക്കും. ആ ഉള്ളിലേക്ക് തിരിയുന്ന പദ്ധതിയാണ് ശരിക്കും ഉപാസന എന്ന് പറയുന്നത്. പക്ഷെ 90% ആളുകളും പുറത്തേക്കാണ് ഉപാസിക്കുന്നത്. പുറത്തേക്കുള്ള ഉപാസന പ്രാർത്ഥനയിൽ നിന്ന് മറ്റൊന്നുമല്ല, അതുതന്നെയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രാർത്ഥന കൊണ്ട് ദുർബലനാവും, ഉപാസന കൊണ്ട് ശക്തനാവും. അതുകൊണ്ട് അവനവനാണ് ആ ദേവൻ എന്നുള്ള ബോധത്തിലേക്ക് കൊണ്ടുവന്ന് അതിലേക്ക് എത്തി ആദ്യം ആ മന്ത്രമൂർത്തി തന്നെ ആയി തീർന്ന് അതിനുശേഷം ആ യോഗീശ്വര സങ്കല്പത്തിലേക്ക് പോകും. പിന്നീട് മൂർത്തി സങ്കല്പങ്ങളുമില്ല, ഒന്നുമില്ല, ഒന്നും ബാധകമല്ലാണ്ടാവും. അപ്പം തന്നെ നമ്മൾ നോക്കിയാലും ചട്ടമ്പിസ്വാമി തിരുവടികളെ നോക്കിയാൽ മതി. ഷൺമുഖദാസൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പേര്. അദ്ദേഹം സുബ്രഹ്മണ്യ ഉപാസനയായിരുന്നു ആദ്യം ചെയ്തത്. അദ്ദേഹത്തിന് അത് അവസാനം അദ്ദേഹത്തിൻ്റെ സമാധി കാലത്ത് അദ്ദേഹം ആരെ ഉപാസിച്ചിരുന്നു, എന്ത് ഉപാസിച്ചു? അദ്ദേഹം യോഗി, ബ്രഹ്മം തന്നെയായിരുന്നു, ശിവനായിരുന്നു, അദ്ദേഹം എല്ലാം ആയിരുന്നു. അത് എന്തായിരുന്നു നമുക്ക് മറുപടി പറയാൻ പറ്റുമോ? യോഗീശ്വരനായി തീർന്നു എന്നേ പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഈ യോഗീശ്വര സങ്കല്പമാണ് അതിൻ്റെ അൾട്ടിമേറ്റ് എന്ന് പറയുന്നത്. ആ അർജുനനോട് കൃഷ്ണൻ പറയുന്നുണ്ടല്ലോ, ക്ഷിപ്രം ഭവതി ധർമാത്മാ ശശ്വച്ഛന്തി നിഗച്ഛതി കൗന്ദേയ പ്രതിജാനി നമേ ഭക്ത പ്രണശ്യതി. അർജുന ഉണരും, നീ എൻ്റെ ഈ ഭക്തനായിട്ടിരിക്കാതെ നീ ശാശ്വതമായ പദത്തിലേക്ക് പോകും. ധർമാത്മാവ്, അപ്പം നീ ശാശ്വതമായ പദത്തിലേക്ക് പോകും. അങ്ങനെയുള്ള ഭക്തൻ നശിക്കുന്നില്ല. അങ്ങനെയുള്ള ഭക്തൻ നശിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ അല്ലാത്ത ഭക്തന്മാരൊക്കെ നശിക്കുന്നു തന്നെയല്ലേ? അപ്പോൾ നാശമില്ലാത്ത പദത്തിലേക്ക് നിങ്ങൾ സത്യത്തെ ഉപാസിച്ചാൽ നിങ്ങൾ നശിക്കാതെ നിൽക്കും. സത്യം എന്ന് പറയുന്ന സാധനത്തിന് മാത്രമേ നാശമില്ലാതെ ഉള്ളൂ. അപ്പോൾ സത്യം എന്ന് പറയുന്നത് എന്താണ്? അടിക്കടി മാറാത്തതാണ്. സ്ഥിരമായി നിൽക്കുന്നതിനെ സത്യം എന്ന് വിളിക്കുകയുള്ളൂ.
ബാക്കിയുള്ള സകല സംവിധാനങ്ങളും, മൂർത്തിയുപാസന സകല സംവിധാനങ്ങളും എല്ലാം തന്നെയും ഇടയ്ക്കിടയ്ക്ക് മാറുന്നതാണ്. അപ്പോൾ പക്ഷേ മൂർത്തിയുപാസന കൊണ്ട് നമുക്ക് ഈ സത്യത്തെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. എന്താണ് ഈ ഗുരുതി എന്ന് പറയുന്നത്? കാളി സങ്കല്പത്തിലോ ഭദ്രാളി സങ്കല്പത്തിലോ ഒക്കെയാണ് ഗുരുതി കഴിക്കാറ്. ഗുരുതി കഴിച്ചാന്ന് വെച്ചാൽ പരിവാര ദേവതകളുണ്ട് ഭഗവതിമാർക്ക്. പരിവാര ദേവതകൾ തർപ്പണത്തിലാണ് പ്രസാദിക്കുക, ബലിയിലാണ് പ്രസാദിക്കുക. മൂർത്തി ഞാൻ പറഞ്ഞില്ലേ, സത്വം രജം തമന്ന് 3 വിഭാഗത്തിലുണ്ട് മൂർത്തികൾ. അതിൽ തന്നെ പരമസാത്വികമായിട്ടുള്ള മൂർത്തിയുടെ കൂടെ തന്നെയും സത്വവും രജവും തമവുമായിട്ടുള്ള പരിവാര ദേവതകളുണ്ട്. നമ്മളൊരു സൂര്യപ്രകാശത്തെ എടുത്താൽ ആ വൈറ്റ് ലൈറ്റ് മാത്രമല്ലല്ലോ, അതിൻ്റെ എത്രയോ വലിയ സ്പെക്ട്രമാണ്, അതിനകത്ത് പല പല ഫ്രീക്വൻസികൾ വരുന്നില്ലേ എന്ന് പറയുന്ന പോലെ ഒരു ദേവത എടുത്താൽ, ഇപ്പം ദേവിമാർക്ക് പറയാറ് 64 കോടിയാണ് പറയാറ്. അത്രയും പരിവാര ദേവതകൾ ഈ കൂടെ ഉണ്ടെന്നാണ് പറയാറ്. അപ്പോൾ അവരുടെ എല്ലാം പ്രസാദിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ രക്തം എന്നുള്ള സങ്കല്പത്തിൽ തന്നെയാണ്. പണ്ട് വെട്ടിയൊക്കെ ആയിരുന്നു ബലി കൊടുത്തിരുന്നത്, ആടിനെയും കോഴിയൊക്കെ വെട്ടി ബലി കൊടുത്തിരുന്നു. അപ്പോൾ അതിന് പകരം കുമ്പളങ്ങ വെട്ടുക, ഈ നൂറും പാലും ഈ കൂട്ടുണ്ടാക്കി, ഗുരുതിക്കൂട്ടുണ്ടാക്കി തർപ്പിക്കുക. അങ്ങനെ നമ്മുടെ പദ്ധതിയെ നമ്മൾ ഒന്ന് മോഡിഫൈ ചെയ്ത് വെച്ചിരിക്കുകയാണ്. സങ്കല്പമൊക്കെ അത് തന്നെയാണ്. അപ്പം ഒരു സാക്രിഫൈസ് ആണ് ഈ പറയുന്നത്. അപ്പോൾ ഒരു സമൂഹത്തെ രക്ഷിക്കാൻ വേണ്ടി ഒന്നിനെ സാക്രിഫൈസ് ചെയ്തിട്ട് ബാക്കിയുള്ളവരെ രക്ഷിക്കുക എന്നുള്ള സങ്കല്പത്തിലാണ് ഈ പരിവാര ദേവതകൾ എപ്പോഴും ഒരു കലഹം ഒക്കെ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്ന മൂർത്തികളൊക്കെ ഉണ്ട് അതിനകത്ത്. അവരൊക്കെ ഇങ്ങനെയുള്ള സംഗതിയിലേ പ്രസാദിക്കുകയുള്ളൂ. അത് പ്രസാദിപ്പിക്കാൻ വേണ്ടി തന്നെ ചെയ്യുന്നതാണ്. ഗുരുതിയുടെ സങ്കല്പം അതൊക്കെ തന്നെയാണ്. ശാസ്ത്രീയമായിട്ടൊക്കെ നമുക്ക് പറയാനാണെങ്കിൽ പല കാര്യങ്ങളും ഉണ്ടാകുമായിരിക്കും. പക്ഷേ എന്നാലും അടിസ്ഥാനപരമായിട്ട് പ്രസാദിപ്പിക്കുന്നു, പരിവാരമൂർത്തികളെല്ലാം ചേർത്ത് പ്രസാദിപ്പിക്കുന്നു എന്നാണ്. ദേവിക്ക് നിവേദ്യമാണ് വേണ്ടത്, പരിവാരങ്ങൾക്കാണ് തർപ്പണം വേണ്ടത്. ദേവിക്ക് നമ്മൾ നിവേദിക്കുകയാണ്, പായസവും ഗുരുതിയെല്ലാം നിവേദിക്കുക ചെയ്യുക. പക്ഷെ തർപ്പിക്കുക, കോരി ഒഴിക്കുക, മേളത്തോടു കൂടി, അതും അസുരവാദ്യത്തോടു കൂടി തർപ്പിക്കുക, ഇതൊക്കെ ചെയ്യുന്നത് അതത് ഫ്രീക്വൻസിയിലുള്ള എല്ലാം ഫ്രീക്വൻസിയാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പം നമ്മളൊരു ചുവന്ന പൂവ് എടുത്താൽ ആ ചുവന്ന പൂവിനും വെളുത്ത പൂവിനും 2 ഫ്രീക്വൻസിയാണ്. ഇപ്പം ചുവന്ന പൂവ് അർപ്പിക്കേണ്ട ദേവതകൾ ഉണ്ട്, അത് ആ ഫ്രീക്വൻസിയിൽ നിൽക്കുന്നവരാണ്. വെളുത്ത പൂവ് വേണ്ടവർ ആ ഫ്രീക്വൻസിയിലാണ് നിൽക്കുന്നത്. അപ്പം ദേവതകൾ തന്നെ പല വിഭാഗത്തിലുണ്ട്. എങ്ങനെയാണ് ഇത്രയും ദേവതകൾ വന്നത്? ദേവതകൾ വരാൻ കാരണം മനുഷ്യൻ്റെ മനസ്സ് അത്രയും വ്യത്യാസമുള്ളതുകൊണ്ടാണ്. ഒരാളുടെ മനസ്സ് പോലെയല്ല വേറൊരാളുടെ. ഒരാൾക്ക് ചോര കുടിക്കുകയും മത്സ്യമാംസാദികൾ കഴിക്കുകയും ചെയ്യുന്ന ഒരു ദേവനായിരിക്കും അയാളുടെ സങ്കല്പത്തിൽ. ഇപ്പം ഞാനൊരു ഉറുമ്പിനെ ഞാൻ എടുത്തിട്ട് ആ ഉറുമ്പിന് നമ്മളെപ്പോലെ തന്നെ ചിന്തിക്കാനുള്ള കഴിവുണ്ടെന്ന് ധരിക്കുക. അതിനോട് അതിൻ്റെ ഈശ്വരനെ പറ്റി വരയ്ക്കാൻ പറഞ്ഞാൽ അത് 4 കൈയിലും ഗോതമ്പൂണിയൊക്കെ പിടിച്ച് ഒരു വലിയൊരു ഉറുമ്പിൻ്റെ പടമായിരിക്കും വരയ്ക്കുക. അത് മനുഷ്യരുടെ പടം വരയ്ക്കുമോ? അപ്പം മനുഷ്യരിൽ തന്നെ എത്ര തരത്തിലുള്ള മനുഷ്യരുണ്ട്? മറ്റ് ജീവികളെപ്പോലെ മാനസികാവസ്ഥയുള്ളവരുണ്ട്. ഞാൻ പറയാണ്ട് തന്നെ മനസ്സിലാവുമല്ലോ. അപ്പോൾ അവർക്കൊക്കെ അതത് തരത്തിലുള്ള ദേവതകളെ ഉണ്ടാവുള്ളൂ. അങ്ങനെയാണ് പറക്കുന്നതും ഇരിക്കുന്നതും ഓടുന്നതും ചാടുന്നതും എഴയുന്നതും ഒക്കെ ആയിട്ടുള്ള മൂർത്തികൾ പലതായിട്ടുണ്ടായി വന്നത്. ആണ് പെണ്ണ്, ആണും പെണ്ണും അല്ലാത്ത മൂർത്തി, ഇങ്ങനെയെല്ലാം ഉണ്ടാവാനുള്ള കാരണം, ഈ മൂർത്തി ഭേദങ്ങൾ ഉണ്ടാവാൻ കാരണം അവനവൻ്റെ മനസ്സനുസരിച്ചിട്ടാണ് ഈ മൂർത്തികളെ തീരുമാനിക്കുന്നത്. അതുകൊണ്ടാണ് ഈ പട്ടുസാരി കൊടുത്ത് ഒക്കെ വന്നത്. ഈ എന്താ പറയുക, രാജാവിനെ പോലെ ആടയാഭരണങ്ങളോളം ധരിച്ച് അങ്ങനെയൊന്നും അല്ല ശരിക്കും. അവർ അങ്ങനെ വരാനുള്ള കാരണം നമ്മുടെ മനസ്സിൽ നമുക്ക് എന്താണോ ഇഷ്ടം അതാണ് നമ്മളവിടെ ഈ ദേവതയിൽ ആരോപിക്കുന്നത്. ഞാൻ പറഞ്ഞ് മനസ്സിലായില്ലേ? ഇപ്പം ഈ ഇടയ്ക്കൊക്കെ ഉള്ള ഭഗവതിമാരിലെല്ലാം പട്ട് സാരി കൊടുത്ത ഭഗവതിമാരെ നമുക്ക് കാണാം. ഈ സാരി തന്നെ നമുക്ക് പ്രചാരത്തിലായിട്ട് എത്ര വർഷമായി? 100-200 വർഷം അല്ലേ 300 വർഷമല്ലേ ഉള്ളൂ. അതിന് മുമ്പ് ചേലയല്ലേ നമ്മൾ ചുറ്റിക്കൊണ്ടിരുന്നത്. കേരളത്തിലൊക്കെ സാരി ഉണ്ടോ? അപ്പോൾ അതിനു മുമ്പുള്ള ഭഗവതിമാരെ നോക്കിക്കോളൂ, അവർക്ക് ചേലയാണ്. അത് കഴിഞ്ഞ് വന്ന ഭഗവതിമാരെ വരയ്ക്കുമ്പോൾ അവരൊരു ദേവീ സങ്കല്പം വരയ്ക്കാൻ പറയുമ്പോൾ പട്ടുസാരിയൊക്കെ കൊടുത്ത് അല്ലെ ഞൊറിഞ്ഞൊക്കെ കൊടുത്ത് അങ്ങനെയൊക്കെ ഉണ്ടാക്കി എടുക്കണം. അതെങ്ങനെ ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ ഇതൊക്കെ ബോർഡർ വെച്ച ബ്ലൗസൊക്കെ എടുത്തിട്ട് അങ്ങനെ വരാൻ കാരണം എന്ന് വെച്ചാൽ മനസ്സാണ്. മനുഷ്യൻ്റെ മനസ്സ് അതിനനുസരിച്ചാണ് ദേവതകൾ ഉണ്ടാകുന്നത്. ഇത് ഏറ്റവും വലിയ രസം വെച്ചാൽ ഏകദൈവ വിശ്വാസം പറയുന്ന മതങ്ങളെ നോക്കി, അതിലിപ്പോൾ എത്ര ദൈവങ്ങളായി? അപ്പോൾ ഏകദൈവ വിശ്വാസത്തിലേക്ക് മനുഷ്യരെ ഏകീകരിപ്പിക്കാൻ പറ്റത്തില്ല. ഓരോരുത്തരുടെ മനസ്സിൽ ഓരോ സങ്കല്പമാണ് വരുന്നത്. അപ്പോൾ ആ സങ്കല്പങ്ങൾ അനുസരിച്ചിട്ട് ഈ സങ്കല്പങ്ങളെല്ലാം സാറ്റിസ്ഫൈ ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള ദേവതകളാണ് ഉണ്ടായി വരുന്നത്. അതിന് സമാന മനസ്കരായവർ അവരെ ആശ്രയിക്കും, ഇതിന് സമാന മനസ്കരായവർ ഇവിടെ ആശ്രയിക്കും. അത്തരത്തിലാണ് നമുക്ക് ഈ എല്ലാ ദേവതകളും സത്യത്തിൽ ഒന്നാണെന്നുള്ള ബോധം. ഇതിനെ നമ്മൾ വിഭജിച്ച് ഈ സ്വർണ്ണപ്പണിക്കാരൻ സ്വർണ്ണക്കട്ടിയെ മാലയും മോതിരവും കമ്മലും നെറ്റിയിലിടുന്ന സാധനവും പാദസരവും ആക്കുന്നത് പോലെ ഒരു ആചാര്യൻ അല്ലെങ്കിൽ ഒരു തന്ത്രി അദ്ദേഹത്തിൻ്റെ ഭാവനയ്ക്കനുസരിച്ചിട്ട് മൂർത്തികളെ ഉണ്ടാക്കിയെടുക്കുകയാണ് പ്രത്യേക ചില ആവശ്യങ്ങൾക്കായിക്കൊണ്ട്. അതാണ് ഇങ്ങനെ ഇത്രയും വ്യത്യാസം വരാൻ കാരണം. അപ്പോൾ അത്തരത്തിൽ രൗദ്രമായിട്ടുള്ള മൂർത്തികളെ പ്രസാദിപ്പിക്കാൻ ഇന്ന കാര്യങ്ങളും ഇന്ന പുഷ്പങ്ങളും ഇന്ന നിറങ്ങളും ഇന്ന രീതിയിലുള്ള നിവേദ്യങ്ങളും, സൗമ്യമായിട്ടുള്ള സാത്വികമായ മൂർത്തികളെ പ്രസാദിപ്പിക്കാൻ ഇന്ന രീതി തമ്മിൽ മിക്സ് ചെയ്യാൻ പാടില്ല.
അത് നിങ്ങൾക്ക് അതാണ് ഇഷ്ടമെങ്കിൽ അവിടെ ആശ്രയിക്കൂ, നിങ്ങൾക്ക് ഇതാണ് ഇഷ്ടമെങ്കിൽ ഇവിടെ ആശ്രയിക്കൂ. രണ്ടിനോടും കുഴപ്പമില്ലേ, രണ്ടും ആശ്രയിക്കൂ. ഈ മൃത്യുഞ്ജയ ഹോമം, മൃത്യുഞ്ജയ ഹോമം എന്ന് പറയുന്നത് മൃത്യുഞ്ജയ മന്ത്രം ഒരു നിശ്ചിത സംഖ്യയിൽ നിശ്ചയിക്കപ്പെട്ട ചില ദ്രവ്യങ്ങളെ കൊണ്ട് ഹോമിക്കുന്നതാണ് മൃത്യുഞ്ജയ ഹോമം. എന്തിനാണ് മൃത്യുഞ്ജയ ഹോമം കഴിക്കുന്നത് വെച്ചാൽ കാലദോഷ പരിഹാരമാണ്. കാലമൃത്യു, അകാല മൃത്യുവിനെ തടയാൻ വേണ്ടിയിട്ടാണ്. മരണാസന്നനായിട്ട് ഒരാൾ കിടക്കുന്നു, ആ സമയത്ത് അകാല മൃത്യു മാറി കാലമൃത്യു ആവണം. ഉദാഹരണം പറഞ്ഞാൽ ജീർണാവസ്ഥയിലായി ശരീരം, എന്നിട്ടും മരിക്കുന്നില്ലാതെ വരുമ്പോൾ ഒരു മൃത്യുഞ്ജയഹോമം കഴിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കാലമൃത്യു വരും. അപ്പോൾ കാലമായിട്ടുള്ള മൃത്യുവും അകാലമായ മൃത്യുവും എന്താണെന്ന് മനസ്സിലായാലേ നമുക്കിത് മനസ്സിലാവുള്ളൂ. ശ്വാസത്തിൻ്റെ കണക്കനുസരിച്ചിട്ടാണ് ശരീരത്തിൻ്റെ സൂക്ഷ്മ ശരീരത്തിൻ്റെ ആയുസ് നിർണ്ണയിച്ചിരിക്കുന്നത്. അതായത് നമ്മൾ ഈ കാണുന്ന സ്ഥൂലമായ ശരീരം കൂടാതെ ഇത് അന്നമയം എന്ന് പറയുന്ന ഒരു കോശമാണ് ഈ കാണുന്നത്. അതുകൂടാതെ പ്രാണമയം, മനോന്മയം, വിജ്ഞാനമയം, ആനന്ദമയം എന്ന് മറ്റ് 4 കോശങ്ങളും കൂടി ശരീരത്തിന്, കോശം മീൻസ് അറാന്നാണ്, ലെയറുകൾ ഇവിടെ ശരീരത്തിനുണ്ട്. അപ്പോൾ അന്നമയ കോശം എപ്പോഴും ഹസാഡസാണ്, എന്തെങ്കിലും ഒരു അപകടം ഉണ്ടായാൽ പെട്ടെന്ന് നശിച്ചു പോകും. പ്രാണമയോ മനോന്മയോ ഒന്നും അങ്ങനെയല്ല. പക്ഷേ അതിന് ഒരു എക്സ്പയറി ഡേറ്റ് വെച്ചിട്ടുണ്ട്. ആ എക്സ്പയറി ഡേറ്റ് തീരുമാനിക്കുന്നത് 26,100 ശ്വാസം ഒരു ദിവസം കണക്കാക്കിക്കൊണ്ടുള്ള 100 വർഷം. അതായത് ഒരാളുടെ ശ്വാസം സൂര്യൻ ഉദിച്ച് 5 മണിക്ക് മുമ്പ് വൈകിട്ട് 5 മണിയാകുമ്പോൾ 26,100 കഴിഞ്ഞാൽ അയാളുടെ ഒരു ദിവസം അവിടെ കഴിഞ്ഞു. സൂര്യൻ അസ്തമിച്ചോ എന്നുള്ള വിഷയമല്ല. സൂര്യൻ ഉദിക്കുന്ന അസ്തമയം അനുസരിച്ചിട്ടല്ല ശരീരത്തിൻ്റെ ദിവസം തീരുമാനിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ 100 വയസ്സാകുമ്പോഴേക്കും ഇത് എക്സ്പയർ ആയി പോവുകയും അയാൾ സ്വസ്ഥനായിട്ട് അയാൾക്കൊരു മരണം ഉണ്ടാവുകയും ചെയ്യും. അതായത് ഈ പഴം ഞെട്ടറ്റ് വീഴുന്ന പോലെ, തല്ലിപ്പറിച്ചെടുക്കാതെ വീഴുന്നത് പോലെ. പക്ഷേ ഇതിനിടയ്ക്ക് എന്തൊരു അപകടം ഉണ്ടാവുകയും ശരീരം നശിച്ചു പോവുകയും ഭൗതിക ശരീരത്തിന് നാശം ഉണ്ടാവുകയും ചെയ്താൽ ഈ സൂക്ഷ്മ ശരീരത്തിൽ ഈ ബോധം ഇങ്ങനെ നിൽക്കും. നമ്മൾ മുമ്പ് പറഞ്ഞ ചിത്തം എന്ന് പറയുന്ന അവസ്ഥയാണ്. അപ്പോൾ അതിൽ നിന്ന് ഇതിനെ മുക്തി വരുത്താൻ വേണ്ടിയിട്ട് ഈ കണക്കുകളെല്ലാം ടാലിയാക്കാൻ വേണ്ടിയിട്ടാണ് മൃത്യുഞ്ജയം. മൃത്യുഞ്ജയം കഴിക്കുന്നതോടുകൂടി അകാല മൃത്യു മാറി കാലമൃത്യു ഉണ്ടാവും. മൃത്യുഞ്ജയത്തിന് ഉപയോഗിക്കുന്ന സമിത്തുകൾ സാധാരണ ഒരുപാട് ദശദ്രവ്യ മൃത്യം, 10 ദ്രവ്യം കൊണ്ടുള്ള മൃത്യുഞ്ജയമൊക്കെ ഉണ്ട്. അതുകൂടാണ്ട് സാമാന്യം നമ്മൾ കഴിക്കുന്ന ഒരു കൂട്ടുമൃത്യുഞ്ജയമുണ്ട്. അതിന് ഉപയോഗിക്കുന്നത് വെച്ചാൽ ഈ ചിത്തമൃത് വള്ളി, പേരാലിൻ്റെ മുട്ട്, ചിത്തമൃതിൻ്റെ വള്ളി, പേരാലിൻ്റെ മുട്ട്, എള്ള്, പാലിൽ മുക്കിയ കറുക, നെയ്യ്, പാൽപ്പായസം, 7 ദ്രവ്യങ്ങൾ. വള്ളി, മുട്ട്, എള്ള്, കറുക, പാല്, നെയ്യ്, പാൽപ്പായസം, ഇങ്ങനെയാണ് പറയാറ്. ഈ 7 ദ്രവ്യങ്ങൾ 144 വീതം ആഹൂതി കൊടുക്കും. അതിന് വൈദികമായിട്ടുള്ളൊരു മൃത്യുഞ്ജയമന്ത്രമുണ്ട്. ത്രംബകം യജാമഹേ എന്ന് തുടങ്ങുന്ന ഒരു, അതല്ല ഉപയോഗിക്കുക. മൃത്യുഞ്ജയത്തിന് ചെറിയ മന്ത്രമുണ്ട്, ഓം ജുംസ സ്വാഹ. ഈ ചെറിയ മന്ത്രമാണ് ഹോമത്തിന് ഉപയോഗിക്കുക. കാരണം എന്താ വെച്ചാൽ ഈ തറയ്ക്കാനുള്ള ശേഷി കൂടുതൽ പ്രതല വിസ്തീർണം കുറയുമ്പോഴാണ്. അതായത് മുട്ടുസൂചി തറയ്ക്കുന്ന പോലെയല്ല വലിയൊരു കമ്പി കയറുന്നത്. മുട്ടുസൂചിക്കാണ് എളുപ്പം അല്ലേ? അതുകൊണ്ട് മന്ത്രം എപ്പോഴും ചെറുതാവുന്നതാണ് ഹോമത്തിന് നല്ലത്. വലിയ മന്ത്രങ്ങളെ കൊണ്ട് ഹോമിക്കുന്നതിലും നല്ലത് ചെറിയ മന്ത്രം എടുത്ത് ഹോമിക്കുകയാണ്. അങ്ങനെ ചെയ്യുമ്പോൾ ഇതിൻ്റെ സൂക്ഷ്മാംശം അന്തരീക്ഷത്തിൽ വ്യാപിക്കുകയും ഈ സൂക്ഷ്മാംശത്തിൽ നിന്നുണ്ടാകുന്ന ചൈതന്യം ഇയാളുടെ കാലമൃത്യുവിനെ തടഞ്ഞിട്ട് അകാല മൃത്യുവിനെ തടഞ്ഞ് കാലമൃത്യുവിനെ ആക്കി ഇയാളുടെ കണക്ക് സെറ്റിൽ ചെയ്ത്, എന്നാൽ ശരീരം റിക്കവർ ചെയ്യാനുള്ള സാധ്യത ഉണ്ടെന്ന് വയ്ക്കുക. അങ്ങനെയാണെങ്കിൽ തിരികെ ജീവിതത്തിലേക്ക് അയാളെ കൊണ്ടുവന്നിട്ട് അയാൾക്ക് ആവശ്യമുള്ള എത്ര കാലമാണോ ജീവിച്ചിരിക്കേണ്ടത് അത്രയും കാലത്തിലേക്ക് അയാളെ കൊണ്ടുപോവുകയും ചെയ്യും. എല്ലാവരുടെയും ധാരണ മരിക്കാതിരിക്കാൻ വേണ്ടി കഴിയുന്നു. മരിക്കാതിരിക്കാൻ മൃത്യുഞ്ജയമന്ത്രം നല്ല ഒരു മന്ത്രം കൊണ്ട് സാധിക്കില്ല, മരണം എന്നാലും ഉണ്ടാവും. ഈ അപമൃത്യു എന്ന് പറഞ്ഞാൽ എന്താണത്? ഈ പറഞ്ഞതാണ് അപമൃത്യു. ഈ ശരീരം, സൂക്ഷ്മ ശരീരം എന്ന് പറയുന്ന സാധനം സൂക്ഷ്മ ശരീരത്തോട് കൂടി നിൽക്കുന്ന സ്ഥൂല ശരീരം നിൽക്കുകയും സ്ഥൂല ശരീരം നശിക്കുകയും ചെയ്യും. സ്ഥൂല ശരീരം നശിച്ചു പോയാലും ഈ സൂക്ഷ്മ ശരീരം അവിടെ നിലനിൽക്കല്ലേ, ആ അവസ്ഥയ്ക്കാണ് അപമൃത്യു എന്ന് പറയുന്നത്. കണക്കെത്താതെയുള്ളൊരു മരണം. അതാണ് ഈ ആത്മാവെന്നൊക്കെ. ആത്മാവ് എന്ന് പറഞ്ഞാൽ അപ്പോഴേ സ്വതന്ത്രമാവും. ആത്മാവ് എന്നും ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ആത്മാവ് എന്ന് പറയുന്നത് സത്യം സനാതനവും ഒക്കെയാണ്. ഇപ്പം 1000 പാത്രത്തിൽ വെള്ളം വെച്ചു, അതിലെല്ലാം സൂര്യൻ്റെ പ്രതിബിംബം ഉണ്ടായി. എല്ലാത്തിലും സൂര്യനുണ്ടല്ലോ, എല്ലാത്തിലും സൂര്യൻ, എല്ലാ വെള്ളത്തിലും സൂര്യനെ കാണാം. പാത്രം കമത്തി, സൂര്യൻ എങ്ങോട്ട് പോയി? ആ പാത്രത്തിൽ സൂര്യൻ എവിടെ പോയി? എവിടെയും പോയിട്ടില്ല, എങ്ങൊന്നും വന്നിട്ടുമില്ല. അതാണ് ആത്മാവിൻ്റെ അവസ്ഥ. അത് പരമാത്മാവിൻ്റെ ഒരു പ്രതിഫലനം മാത്രമാണ്. അത് മരണത്തോടു കൂടി അത് എവിടെ പോയി എന്ന് വെച്ചാൽ എവിടുന്ന് വന്നോ അങ്ങോട്ട് പോയി എന്ന് പറയാനേ നമുക്ക് പറ്റുള്ളൂ. വന്നോ പോയോ ഇതൊന്നും പറയാനുള്ള ശേഷി നമുക്കില്ല. ഈ സിനിമാ സീരിയലുകാരാണ് ഈ ദുരാത്മാവും ഒക്കെ ഉണ്ടാക്കിയെടുത്തത്. ദുരാത്മാവെന്നല്ല, ഒരു ഊർജത്തിനും എന്താ പറയുക,
ഇൻറ്റൻഷൻ ഇതിന് അതായത് മോശം എനർജി, നെഗറ്റീവ് എനർജി എന്നൊരു വാക്കില്ല. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എനർജി എന്ന് പറഞ്ഞ സാധനമേ ഉള്ളൂ, ഊർജ്ജമാണ്. അത് പോസിറ്റീവ് ആവണതും നെഗറ്റീവ് ആവണതും നമ്മുടെ ഇൻറ്റൻഷൻ കൊണ്ടാണ്. ഇപ്പോൾ ഉദാഹരണം ഇലക്ട്രിസിറ്റി, ബൾബ് കത്തിക്കാം, അതുകൊണ്ട് തന്നെ ഒരാൾ ഷോക്ക് അടിപ്പിക്കാം. അതിന് ഇലക്ട്രിസിറ്റിക്ക് എന്തെങ്കിലും റോൾ ഉണ്ടോ? ചെയ്യുന്ന ആളുടെ ഇൻറ്റൻഷൻ അല്ലേ പ്രശ്നം. ഇപ്പോൾ ഒരേ ദേവതയെ കൊണ്ട് തന്നെ നമുക്ക് സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കാം, ദുഷ്കർമ്മങ്ങളും അനുഷ്ഠിക്കാം. ദേവതയ്ക്ക് അതിന് ബന്ധമൊന്നുമില്ല, ചെയ്യുന്ന ആൾക്കാണ് അതിൻ്റെ കുഴപ്പം. മോക്ഷം എന്ന് പറയുന്ന സാധനം നമുക്ക് കൊടുക്കാനുള്ള ശേഷി ഉണ്ടോ? എൻ്റെ കയ്യിലുള്ളൊരു വസ്തുവല്ലേ എനിക്ക് തരാൻ പറ്റുള്ളൂ. എനിക്ക് മോക്ഷം കിട്ടിയിട്ടുണ്ടോ? ഇല്ല. ഈ മൂർത്തികൾക്ക് ഏതെങ്കിലും ഒരു മൂർത്തികൾക്ക് മോക്ഷം കിട്ടിയിട്ടുണ്ടോ? മൂർത്തികൾക്ക് മോക്ഷം കിട്ടിയിട്ടുണ്ടെങ്കിൽ മൂർത്തികൾ ഇവിടെ മൂർത്തിയായിട്ട് നിൽക്കുമോ? എവിടെയോ ബ്രഹ്മത്തിൽ ലയിച്ച് പണ്ടേ പോയിട്ടുണ്ടാവും. അതൊരു കൽപ്പത്തിലെ പ്രളയം വരുന്നവരെ ഇവരെല്ലാം ഇവിടെ നിലനിൽക്കല്ലേ. അപ്പം മോക്ഷം എന്നുള്ള വാക്കല്ല നമുക്ക് അവിടെ ഉപയോഗിക്കേണ്ടത്. മുക്തി എന്ന് പറയാം. ഒരു മുക്തി ഉണ്ടാവണം എന്ന് പറയാം. മോക്ഷം എന്ന് പറയുന്നത് അവനവൻ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. നമ്മൾ ധർമ്മത്തെ അറിഞ്ഞ് ആ ധർമ്മത്തിൽ നിന്ന് അർത്ഥം ഉണ്ടാക്കി ആഗ്രഹങ്ങളെ സാധിപ്പിച്ച് ആഗ്രഹങ്ങളൊക്കെ അവസാനിച്ച് ഈ കടലിൽ തിരയടങ്ങുന്ന പോലെ അടങ്ങി ശൂന്യമായ ബ്രഹ്മത്തെ മനസ്സിലാക്കി മുക്തി കിട്ടി പോവാണ്, മോക്ഷത്തിലേക്ക് പോവാണ്. അത് ഈ ജന്മം കൊണ്ട് തന്നെ ഉണ്ടാവണമെന്നൊന്നുമില്ല. എത്രയോ ജന്മങ്ങൾ ഇങ്ങനെ കിടക്കുകയാണ്. ഇനി പലതായിട്ട് ജനിച്ചിട്ടൊക്കെ ആവും. എന്തായാലും മനുഷ്യ ജന്മത്തിലേക്ക് വരുമ്പോൾ ഇതിൽ നിന്ന് താഴേക്ക് ഈ കർമ്മങ്ങൾ എന്താ പറയുക, അവനവൻ്റെ കർമ്മങ്ങൾ ആവും തോറും നീചമായ ഇനി താഴേക്കുള്ള യോനികളിൽ പോയി ജനിക്കേണ്ടി വരും. പട്ടിയായിട്ടും പൂച്ചയായിട്ടും ഒക്കെ ജനിക്കേണ്ടി വരും. വീണ്ടും കർമ്മങ്ങൾ ചെയ്യേണ്ടി വരും. ഇത് വീണ്ടും മനുഷ്യജന്മത്തിലേക്ക് വരേണ്ടി വരും. ഈ മനുഷ്യജന്മത്തിൽ നിന്നാണ് മുക്തി കിട്ടാൻ എളുപ്പം. പൂന്താനം മറ്റേ ജ്ഞാനപ്പാന എഴുതി വെച്ചിട്ടുണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ ജ്ഞാനപ്പാനയിൽ വളരെ ലളിതമായിട്ട് മലയാളത്തിൽ ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എന്താണെന്നറിയാമല്ലോ, നമ്മുടെ ആൾക്കാർ ആരും ഈ ജ്ഞാനപ്പാനയൊന്നും വായിക്കില്ല. ഒരു തരത്തിലും മനസ്സിലാവാത്ത ലളിതാസനാമവും വിഷ്ണു സഹസ്രനാമവും ഒക്കെ വായിക്കും. സംസ്കൃതം പഠിച്ചിട്ട് പോലും ഉണ്ടാവില്ല. പക്ഷേ ഇത് എന്തോ കേമായിട്ടിരുന്ന് വായിച്ച് ഭയങ്കര കാര്യമായിട്ട് എടുക്കും. പക്ഷേ ജ്ഞാനപ്പാനയിലും ഇതിൻ്റെ എല്ലാം വേദത്തിൻ്റെ മുഴുവൻ പൊരുൾ വളരെ ലളിതമായിട്ട് പൂന്താനം നമ്പൂരി എഴുതി വെച്ചിട്ടുണ്ട്. അത് വായിച്ച് മനസ്സിലാക്കിയാൽ വളരെ ലളിതമായിട്ട് അത് മനസ്സിലാവും. എന്തിനാണ് ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, ഫ്രീക്വൻസികൾ തന്നെ ആവാതെ ഒന്നും ചെന്നങ്ങ് തന്നോടും പറ്റാതെ ഒന്നിനും ചെന്ന് താനും വലയാതെ ഒന്നൊന്നായി നിനക്കും ജനങ്ങൾക്ക് ഒന്നുകൊണ്ടറിയാവുന്ന വസ്തുവായി ഒന്നിലും അറിയാത്ത ജനങ്ങൾക്ക് ഒന്നുകൊണ്ടും തിരിയാത്ത വസ്തുവായി എന്നൊക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഈ ഫ്രീക്വൻസികൾ ഒന്നും തന്നെ പരസ്പരം ഇൻ്റർസെക്റ്റ് ചെയ്യുന്നില്ല. പക്ഷെ ഒറ്റയ്ക്ക് നമ്മൾ ഒരുമിച്ച് ആലോചിച്ചാൽ ഒറ്റ ലോകമേ ഉള്ളൂ. ഇത് മനസ്സിലാവുന്ന ആൾക്കാർക്ക് അത് മനസ്സിലാവും. ഇത് എത്ര പറഞ്ഞാലും മനസ്സിലാകാത്തവർക്ക് ഇനി ഒന്നുകൊണ്ടും അത് മനസ്സിലാവാനും പോണില്ല. എന്നാൽ പുള്ളി എഴുതി വെച്ചിരിക്കുന്നു. അപ്പോൾ ലളിതമായിട്ട് എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളൊന്നും മനസ്സിലാക്കാതെ നമ്മൾ ഈ സങ്കീർണമായ വിഷയങ്ങൾ, ഒന്നാമത്തെ കാര്യം വെച്ചാൽ 90% ഹിന്ദുക്കൾ ഇതൊന്നും പഠിക്കുന്നില്ല. എത്രയോ ഗ്രന്ഥങ്ങൾ കിടക്കുന്നു. ഇതൊന്നും ഒരെണ്ണം പോലും വായിച്ചു നോക്കിയിട്ട് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാനോ ഒന്നും ആരും ശ്രമിക്കുന്നില്ല. വിവേക ചൂടാമണി പോലെയുള്ള പുസ്തകങ്ങളൊക്കെ ഒന്നും ആർക്കും വേണ്ട. എത്രയോ ആചാര്യന്മാർ എന്തെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊന്നും വായിക്കുകയോ ഒന്നുമില്ല. ആരെങ്കിലും ഇത് പഠിക്കാനോ ഒക്കെ ഒന്ന് ശ്രമിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ശ്രമം നടത്തുകയാണെങ്കിൽ അയാളെ ഇകഴ്ത്ത് താഴേക്ക് ചവിട്ടി താഴ്ത്താനുള്ള ശ്രമമേ 90% നമ്മുടെ ആൾക്കാർക്ക് താല്പര്യമുള്ളൂ. 10 ദിവസം ഒരുത്തിന് അമ്പലത്തിൽ പോയാൽ 11ാമത്തെ ദിവസം ഒരു എന്തോ കുഴപ്പമുണ്ടെന്ന് പറയും. നമ്മുടെ സമൂഹം കുറച്ച് മോശമാണ് ഇത്തരം വിഷയങ്ങളിൽ.